നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമുക്ക് വിശിഷ്ട അതിഥികളായിട്ട് 3 പേരാണുള്ളത്. എല്ലാവർക്കും അറിയാം, ഹരിഗോവിന്ദൻജി ഇന്നിപ്പോ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് തന്നെയുണ്ട്. മുസ്ലിം ലീഗിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിന്റെ പ്രഖ്യാപനമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹരി പാലോഡ്ജി, നമുക്കറിയാം HP എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ചണ്ടാള ബാബാജിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സജീവമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരം തന്നെയാണ്. എന്തായാലും അവർ ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയ്ക്കും, അതുപോലെ ഹരിഗോവിന്ദൻജി അദ്ദേഹത്തിന്റെ ആ സോപാന സംഗീതത്തെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹരിയേട്ടനെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകനെ കുറിച്ച്, നമ്മുടെ സംഘടനാ പ്രവർത്തകനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും 3 അതിഥികൾക്കും ചാനലിലേക്ക് സ്വാഗതം. ഹരിഗോവിന്ദൻജി, ആദ്യം തന്നെ അങ്ങിൽ നിന്നാണ് തുടങ്ങാം. ഇപ്പൊ അങ്ങയുടെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം, നമുക്കറിയാം പല രാഷ്ട്രീയത്തിലേക്കും പലർക്കും പ്രവേശിക്കാം, അതിനൊന്നും നമ്മുടെ രാജ്യമോ അതല്ലെങ്കിൽ നമ്മുടെ പൗരാവകാശമോ ഒന്നും വിഘാതമല്ല എന്നിരിക്കെ തന്നെ. പക്ഷെ അതിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ചില സമയത്ത് വിവാദമായിട്ട് വരാറ്. അതുകൊണ്ട് അങ്ങയുടെ ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലൂടെ പോകാൻ കാരണം? കാരണം ആ ഒരു ഹൈന്ദവ സംഘടനകളുമായിട്ട് അതല്ലെങ്കിൽ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിന്നിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗിലെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് RSSന്റെ ആ ഒരു സാഹിത്യം മറ്റാ ഒരു മേഖലയോടും ആ ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങയുടെ ഒരു പ്രഖ്യാപനം കണ്ടു. അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ചുവട് വെക്കാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് അങ്ങയുടെ വിശദീകരണം? RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഭഗവത് ധ്വജത്തിന് കീഴിൽ നിന്ന് ശാഖ എടുത്തിരുന്ന ഒരു മുഖ്യ ശിക്ഷകനാണ് ഞാൻ. 10ാം ക്ലാസ് വരെയും പ്രീ ഡിഗ്രിക്ക് ഞാൻ ചിറ്റൂരിലേക്ക് പോകുന്നത് വരെയും. അതിനുശേഷം ആ ശാഖ നടക്കുന്ന സ്ഥലത്ത് തന്നെ RSSുമായി ബന്ധപ്പെട്ട ഒരു മനയിലാണ് നടന്നിരുന്ന ആദ്യകാലത്ത്. അവിടെ വെച്ച് തന്നെ അവർ മനുഷ്യരോട്, ശാഖയിൽ വരുന്ന ആളുകളോട് വളരെ പ്രകടമായ ജാതീയ വ്യതിയാനമുള്ള സംഗതികൾ പ്രകടിപ്പിക്കുന്നത് പ്രതികരണശേഷി വന്നിട്ടില്ലാത്ത എന്നെ അന്നേ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പട്ടാമ്പി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് 12 വർഷമായിട്ട് SFI ഭരിച്ചിരുന്ന മലയാളം അസോസിയേഷനെ ഞാൻ ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ട് നിന്ന് തോൽപ്പിച്ചു. അന്ന് അവർ വിചാരിച്ചത് ഞാൻ ഏതോ പാർട്ടിയിലുള്ള ആളാണെന്നാണ്. ഒരിക്കലും ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു സംഘടനയിലോ ഒരു പാർട്ടിയിലോ ഞാൻ ഒഫീഷ്യലി അംഗത്വം എടുക്കാൻ പോയിട്ടില്ല. അതിന്റെ കാരണം ഞാൻ ഓരോരുത്തരെയും നിരീക്ഷിച്ചാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ അവരുടെ സ്നേഹത്തെ തള്ളിക്കളയാൻ പാടില്ലല്ലോ എന്ന് കരുതി ആ നിരീക്ഷണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷക്കാർ ക്ഷണിക്കുന്ന വേദിയിൽ ധാരാളം പോയിട്ടുണ്ട്. അക്കാലങ്ങളിൽ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ സംഘപരിവാര സംഘടനകൾ അവരൊറ്റ കാരണം പറഞ്ഞ്, ഞാൻ ഇടതുപക്ഷ വേദികളിൽ പോകുന്നു എന്ന കാരണം പറഞ്ഞ് എനിക്ക് വിലക്ക് കൽപ്പിക്കുന്നത് പോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ സംഘപരിവാരത്തിനെതിരെ ഒരു വാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് അവരുടെ വിവരക്കേടാണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുളത്തൂർ ചിദാനന്ദപുരി സ്വാമിജി, അദ്ദേഹത്തിനെ ഇന്നും എന്നും എനിക്ക് ബഹുമാനമാണ്. അങ്ങനെ കുറച്ച് മനുഷ്യര് ഞാൻ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള ജീവിതകാലം മുന്നോട്ട് പോവുക. ഇപ്പോഴും ഞാൻ എൻ്റെ ഗായത്രി ജപ ഉപാസന കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ലീഗിൽ ചേരാൻ ചെല്ലുന്ന ദിവസവും ആ ജപമാലയും കഴുത്തിലിട്ടിട്ടാണ് ഞാൻ ചെന്നിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ അവിടേക്ക് തൊപ്പി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ മുണ്ട് ഞെരിയാണിയുടെ മുകളിൽ കൊടുത്തിട്ടോ പോയിട്ടില്ല. അത് അവരാവശ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഞാൻ നിരീക്ഷിക്കുന്ന സമയത്തെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കപട മതേതരത്വം പറഞ്ഞുകൊണ്ട് അതിലുള്ള ഇസ്ലാമിക വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ഹിന്ദു വിശ്വാസികളെ പറ്റിക്കുന്നതാണ്. പക്ഷേ ഞാൻ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് വോട്ട് മാത്രമേ വേണ്ടൂ. അവരാരെയും പറ്റിക്കും, വഞ്ചിക്കും, കൊല്ലും, അപഹസിക്കും, വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കും. അപ്പോ ആ കുളത്തൂർ ചിദാനന്ദപുരി സ്വാമിജി എന്താ പറയാ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച സന്യാസി സംഗമത്തിൽ ഞാൻ പങ്കെടുത്തതിന്റെ പേരിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന മാധവൻകുട്ടി സാറ് ഇവൻ മാനവ സംഗമത്തിലും കാണുന്നു, സംഘികളുടെ വേദിയിലും കാണുന്നു, എന്താണ് കുമ്പിടിയോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ഞാനതിന് പ്രതികരിച്ചു, ഞാൻ ഒരു കലാകാരനാണ്, ഞാൻ ഓരോ സ്ഥലത്തും ചെല്ലുന്നു എന്നതാണ് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ, ചെന്നിട്ട് എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ചെന്നതിന് ശേഷം എന്ത് പറയുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അവർ ശ്രദ്ധിക്കാതെ
അപ്പോഴേക്കും സൈബർ സഖാക്കളെല്ലാം കൂടെ എന്നെ ആക്രമിച്ചതിന്റെ ഭാഗമായി കുറച്ച് സംഘപ്രവർത്തകര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യത്തിലൊക്കെ വരികയും പിന്നെ പതുക്കെ പതുക്കെ സംഘപ്രവർത്തകരുടെ വേദിയിലേക്ക് എന്നെ വീണ്ടും വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ അവര് പാട്ട് പാടാൻ വിളിച്ച മര്യാദയ്ക്ക് പെരുമാറാൻ പോലും അവർക്ക് അറിയില്ല. അതായത് ഒരു മനുഷ്യനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ എത്രയോ അവസരങ്ങൾ അപമാനിതനായിക്കൊണ്ട് പരാതിയില്ലാതെ ഞാൻ നിന്നിട്ടുണ്ട്. മനുഷ്യനോട് ജാതി മതവും കലാകാരനും ഒക്കെ പെട്ടെ മനുഷ്യനോട് പെരുമാറാൻ അറിയില്ല. അങ്ങനെ മനുഷ്യനോട് പെരുമാറാൻ അറിയുന്ന ആളുകളാണ് എന്നെ സംബന്ധിച്ച സംസ്കാരമുള്ള ആളുകൾ. ഏറ്റവും അടിസ്ഥാനപരമായ എന്റെ ഒരു വിഷമം അത് മാത്രമാണ്. ഞാനിതിൽ ചേരുന്നതിന്റെ 3 ദിവസം മുമ്പ് മഞ്ചേരി കുന്നത്തമ്പലത്തിൽ പാടാൻ പോയിട്ടുള്ള ആളാണ്. അവിടെ ചെന്നിട്ട് ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്രസംഗിച്ചിട്ടുള്ളത് അവിടെ ഷൂട്ട് ചെയ്ത ആൾക്കാരുടെ അടുത്തുണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്തും അവർക്ക് പെരുമാറാനല്ല. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, താൻ വന്നോളണം, പാടിക്കോളണം, പോയിക്കോളണം, ഇതാണ് ഭാവം. എന്നാൽ വളരെ കുറച്ച് മനുഷ്യര് ഈ ഏത് സംഘടനയിലുള്ള വളരെ കുറച്ച് മനുഷ്യര് എന്നോട് മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ആ സ്നേഹം മറന്നുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ടും സംസാരിക്കില്ല, പെരുമാറുകയുമില്ല. പക്ഷേ ഒരു സംഘടന അതിന്റെ മുഖമായി നിൽക്കുന്ന മനുഷ്യർക്ക് പോലും പെരുമാറാൻ, ഇപ്പൊ കഴിഞ്ഞ മാസത്തിൽ ഞാന് ഒരു എന്താ പറയാ അടൂരില് ഒരു തൃച്ചേന്തമംഗലം ക്ഷേത്രത്തിൽ പാടാൻ പോയി. ഞാനിവിടെ ചെല്ലുമ്പോൾ മുതലേ അവരെ ഇടയ്ക്ക് ഞാൻ വളരെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഏത് വിഷയവും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന തെറ്റിദ്ധാരണകൾ വരും, പലരും പ്രയാസപ്പെടും. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഓരോ 10 കിലോമീറ്റർ ചെല്ലുമ്പോഴും ഞാൻ ഇന്ന സ്ഥലത്ത് എത്തി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിളിച്ചു പറയുന്നുണ്ട്. അതേ അമ്പലത്തിൽ വെച്ചിട്ട് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട് അതിനു മുമ്പ് മറ്റൊരു കമ്മിറ്റിക്കാര്. അപ്പൊ ഞാൻ ആ ഒരു സന്തോഷത്തിലാണ് ചെല്ലുന്നത്. അത്രയും നല്ല ആളുകളാണല്ലോ. അപ്പൊ ഇത്തവണ ചെല്ലുമ്പോ ഞാൻ വിളിക്കുമ്പോ അവര് ശരിയാണ്, എല്ലാം റെഡിയാണ്. അപ്പൊ എനിക്ക് ചെന്നാൽ വസ്ത്രം മാറണം, ഇടയ്ക്ക കോർക്കണം, എന്റെ കൂടെ 2 പേര് മിഴാവും ഇടയ്ക്കായിട്ട് വന്ന വേറെ 2 പേരുണ്ട്, അവർക്ക് 10 മിനിറ്റെങ്കിലും വിശ്രമിക്കണം. ഇത്രയും ദൂരം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോണത്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഒരു തരത്തിലും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വെച്ച റൂം എടുത്തിട്ട് 2 നമ്പൂരിമാർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. സെക്യൂരിറ്റി ഗാർഡ് നായരാണ്. അവൻ നമ്പൂരി ഒന്ന് ചോദിച്ചപ്പോഴേക്കും ഹരിഗോവിന്ദന് വേണ്ടി മാറ്റിവെച്ച റൂമാണ് എന്നുള്ളത് അവനറിയാം. എന്നിട്ട് പോലും അവൻ അത് നമ്പൂതിരിയെ കണ്ടപ്പോഴേക്കും അവന് ഹരിഗോവിന്ദനെ മറന്നു. ഇത് ഒരു സംഭവമല്ല, അനവധി സംഭവം പ്രത്യക്ഷ ഉദാഹരണങ്ങൾ പറയാണ്. അപ്പൊ അവൻ അത് കമ്മിറ്റിക്കാർ വിളിച്ച് ചോദിക്കുന്നില്ല. പോറ്റിമാര് ദിവസം വീട്ടിൽ പോയി വരികയായിരുന്നു. അവർക്ക് ഞാൻ ഓരോ ചെറിയ സൂക്ഷ്മമായ സംഭവങ്ങൾ പറയല്ലോ, ഒരു സംഭവം മാത്രം സൂക്ഷ്മമായിട്ട് പറയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, സാരില്ല, നമുക്ക് ഏതെങ്കിലും വീട് മതി. ഞാൻ വീട് മതി എന്നാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. വീട് മതി എന്ന് പറഞ്ഞു. കമ്മിറ്റി സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പ്രസിഡന്റ് ആക്കുന്നു. പ്രസിഡന്റ് അപ്പോഴേക്ക് ഓടിപ്പടഞ്ഞു വരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയണം, നന്നായിട്ട് പെരുമാറുന്ന ആദ്യമേ പറഞ്ഞതാണ്, പക്ഷെ വരുമ്പോ തന്നെ മോശമാണ്. ഒരു മനുഷ്യനില്ല, സ്പോൺസർ ചെയ്യുന്ന ഒരു മഹാസാധുവായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അയാൾ ആ അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാധു മനുഷ്യനാണ്, വലിയൊരു കർഷകനാണ്. അദ്ദേഹത്തിന് ജാതി മതം ഒന്നുമില്ല, ഭക്തി മാത്രമേ ആ മനുഷ്യനുള്ളൂ. അദ്ദേഹമാണ് സ്പോൺസർ. ഈ കമ്മിറ്റിക്കാരെന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതിന് ആകെ ഒരു തവണയാണ്. അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഒരാൾ ചെല്ലുമ്പോ. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പരിപാടി തുടങ്ങാൻ നേരത്തെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണേ. പിന്നെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോ എന്റെ കൂടെ വന്ന ഇടയ്ക്ക വായിക്കുന്ന മിഴാവ് വായിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണേ. കാരണം ഞാൻ അവരെ അത്ര നന്നായിട്ടാണ് പരിപാലിച്ചുകൊണ്ട് പോണത്. നിങ്ങൾ എനിക്ക് തരുന്ന പ്രതിഫലത്തിന് അവർക്ക് കൊടുക്കാനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കും. അതിന്റെ പുറമെ എന്തെങ്കിലും ഒരു ഷാൾ അണിയിക്കണേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ടും പരിപാടി തുടങ്ങാൻ നേരത്തെ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. ഈ പാവപ്പെട്ട സ്പോൺസറും ഞാനും കൂടെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ 3 ആളും കൂടെ പോകുന്നു, ചെല്ലുന്നു. വേദിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തൻ അടുത്തതായി ഹരിഗോവിന്ദൻ പാലക്കാട് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം എന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകമായിട്ട് പറയാറുണ്ട്, എന്റെ പാട്ട് സോപാന സംഗീതമല്ല, എന്റെ പാട്ട് ഹരിഗോവിന്ദ ഗീതമാണ്. സോപാന സംഗീതം എന്നാൽ ക്ഷേത്ര നടയിൽ ആ സമയത്തിനനുസരിച്ച രാഗങ്ങളും ത്യാണികളും കൂറുകളും ഒക്കെ കൊട്ടി ആ സമയത്ത് മാത്രം കൊട്ടിപ്പാടുന്ന കലാരൂപത്തിന്റെ പേരാണ് സോപാന സംഗീതം. ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ആരും പാടുന്ന സോപാന സംഗീതമല്ല. ആ സോപാന സംഗീതത്തിന്റെ സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി മറ്റു പാട്ടുകളും അവിടെ പാടുന്ന പാട്ടുകളും സ്റ്റേജിൽ പാടിയാൽ അത് വെറും എന്താ പറയാ കൊട്ടിപ്പാടി സേവ മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ബോധപൂർവം ഞാൻ ഹരിഗോവിന്ദ ഗീതം എന്ന എന്റെ പേരിനെ വെക്കണമെന്ന് അത്രയും കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ മെസ്സേജുകളും ഉണ്ട്. അപ്പോ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു കമ്മിറ്റിക്കാരനില്ല. എവിടുന്നോ വന്ന ഒരുത്തൻ വന്നിട്ട് എന്റെ പേര് അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ തുടങ്ങിക്കോ, ചേട്ടൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ തുടങ്ങാൻ പറ്റില്ല. സ്റ്റേജില് വലിയ സ്ക്രീനില് ഈ ജ്വല്ലറിന്റെയും ഹോട്ടലിന്റെയും പരസ്യം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. വലിയ സ്ക്രീനിൽ പാടാൻ നിൽക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം പറഞ്ഞു, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സ്ക്രീനിലെ പരസ്യമെങ്കിലും ഓഫ് ചെയ്യും. അതൊന്നും ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇവനൊരു ഗുണ്ടാ സ്റ്റൈലിൽ എന്നിട്ടാ പറയണേ. അതൊന്നും ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഞങ്ങൾ പൈസ മേടിച്ച് ചെയ്യുന്ന പരിപാടിയാ, ചേട്ടൻ പാടിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് പറ്റില്ല,
ഞാൻ ഈ കലാരൂപത്തിന് നിലയും വിലയും ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചത് ഈ കലാരൂപത്തിന് പ്രാധാന്യം കിട്ടാനും ഇതിന്റെ പ്രാധാന്യത്തെ ജനങ്ങളിൽ എത്തിക്കാനാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പരസ്യത്തിന്റെ ബാനറിന്റെ പുറത്ത് നിങ്ങൾ വെറുതെ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചാൽ ഞാൻ ഒന്ന് പാടാം, കുഴപ്പമില്ല. പക്ഷെ ഇത് വീഡിയോ ആണ്, അത് ആളുകളുടെ ശ്രദ്ധ തിരിക്കും. വീഡിയോയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന് തയ്യാറായില്ല. അപ്പൊ പ്രധാനപ്പെട്ട കമ്മിറ്റിക്കാർ എവിടെയാ വെച്ചപ്പോ പോലീസുകാർ വിളിച്ചിട്ട് മീറ്റിങ്ങിന് പോയതാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താ, എല്ലാ കൊല്ലം കള്ളു കുടിച്ചിട്ട് ആ കമ്മിറ്റിയിൽ എന്താ പറയാ NSSന്റെ കരയോഗക്കാരും 2-3 ആൾക്കാർ എല്ലാ കൊല്ലം കള്ളു കുടിച്ചിട്ട് അടിയാണത്ര അവിടെ. ആ അടിയെ നിയന്ത്രിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പോലീസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ക്ഷേത്രത്തിന്റെ NSSകാരാണിതൊക്കെ. നാണം കെട്ട പരിപാടിയല്ലേ. കള്ളു കുടിച്ച് അടി നടക്കുന്നതിനെ പ്രതിരോധിക്കാൻ പോലീസ് യോഗം വിളിച്ചിരിക്കുകയാണ്. എല്ലാ കൊല്ലം നടക്കണതാണ് അത്ര അടി. അപ്പൊ ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ മീറ്റിങ്ങിന് പോണ്ട. കമ്മിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാള്, എന്നെ ക്ഷണിച്ചതിൽ പങ്കാളിയായിട്ടുള്ള ഏതെങ്കിലും ഒരാള്, സ്പോൺസർ പാവം ഒന്നും അങ്ങനെ ഒരു സാമർത്ഥ്യം ഇല്ലാത്തൊരു സാധു മനുഷ്യനാ. ചോദിച്ച പണം അതേപോലെ എന്താ പറയാ തരാൻ മനസ്സുള്ള ഒരാളാ. അദ്ദേഹം ഭാര്യ വന്നിട്ട് പറഞ്ഞു, സാറ് പാടാതെ പോവരുതേ. അവർക്ക് തോന്നി ഞാൻ പാടാതെ പോകുമെന്ന് എനിക്കൊരു പേടി തോന്നി. എന്നിട്ട് ആരും വന്നില്ല. 1/2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. 1/2 മണിക്കൂർ എന്റെ മിഴാവുകാരെ സ്റ്റേജിൽ കയറി, ഇടയ്ക്കക്കാരെ സ്റ്റേജിൽ കയറി. 1/2 മണിക്കൂർ ഞാൻ വേദിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, ഒരുത്തനും വന്നില്ല. അപ്പൊ ഞാൻ നടയിൽ ചെന്ന് മഹാദേവനെ കുറിച്ചുള്ള സ്തുതി നടയിൽ ചെന്ന് ഇടയ്ക്കില്ലാതെ ഉറക്കെ പാടി ഞാൻ വീണ്ടും അവിടെ വന്നിരുന്നു. സ്റ്റേജിലേക്ക് ക്ഷണിക്കാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും വരാതെ ഏതെങ്കിലും ഒരു മൈക്കുകാരൻ വന്ന് പറഞ്ഞത് കേട്ട് ഞാൻ സ്റ്റേജിൽ കയറില്ല എന്ന് എന്റെ വാശിയായിരുന്നു. 1/2 മണിക്കൂർ എന്നിട്ടും അവർ വന്നില്ല. ഞാൻ അവരോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ എന്റെ കാറിൽ കയറി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഇന്ന് അല്പം മുമ്പ് അങ്ങ് എന്നെ വിളിക്കുന്നതിന് അല്പം മുമ്പ് ഒരുത്തൻ വന്ന് കമന്റ് ഇട്ടിരിക്കുകയാണ്, ഈ പരനാറി എന്തൊക്കെയോ തമ്മാടിത്തരമുണ്ട്, ഇവന് കള്ളില്ലാണ്ട് പാടാൻ പറ്റില്ല, കള്ളു കുടിക്കാണ്ട് പാടാൻ പറ്റില്ല. അന്ന് അവൻ പരിപാടിക്ക് വന്നിട്ട് അവന് കള്ളു വാങ്ങി കൊടുത്തില്ല, അവന്റെ കൂടെ ഉള്ളവർക്ക് കള്ളു വാങ്ങി. ഞാൻ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ പറയുന്നത്. അവര് ഭാഗത്ത് തെറ്റുപറ്റി നാട്ടുകാർ മുഴുവൻ അവരെ വിമർശിച്ചു. ആ കള്ളു വാങ്ങി കൊടുത്തില്ല, അവന് കള്ളില്ലാണ്ട് പാട്ട് വരില്ല, അവൻ ഇവിടുന്ന് കാശ് വാങ്ങി മുങ്ങി, ഇനി അവനെ ഈ നാട്ടിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇന്ന് ഇട്ടിട്ടുണ്ട് ഒരുത്തൻ. ഞാനത് കണ്ട് ചിരിച്ചു. ഹരിജി, ഇതൊക്കെയാണ് അങ്ങയുടെ രാഷ്ട്രീയം മാറാനുള്ള കാരണങ്ങൾ. അല്ല, ഞാൻ പറയട്ടെ, ഇത് മാത്രമല്ലല്ലോ. ഞാൻ ഉപയോഗിക്കുന്ന കണ്ണട നിങ്ങൾ ആരെങ്കിലും ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇത് -19 പവറുള്ള 8ാം ക്ലാസ് മുതൽ വെക്കുന്ന കണ്ണടയാണ്. ഞാൻ ഈ കണ്ണട ഊരി വെച്ചിട്ടാണ് സ്റ്റേജിൽ പാടുന്നത്. ഈ രൂപത്തിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി ഇത് വെച്ചിരിക്കുകയാണ്. -19 8ാം ക്ലാസ് മുതൽ വെക്കുന്ന കണ്ണട. എന്റെ അമ്മ പട്ടിണി കിടന്നിട്ട്, എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ 18 ദിവസം പട്ടിണി കിടന്നിട്ട് പൂർണ്ണ അന്ധനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അവിടുന്ന് കുറച്ച് പ്രോഗ്രസ് ഉണ്ടായി വന്നതാണ്. പാടുന്ന സമയത്ത് എനിക്ക് കണ്ണട വേണ്ട, ഞാനിത് ഊരിയിട്ടാണ് സ്റ്റേജിലേക്ക് കയറുക. അപ്പൊ ഒന്ന് തപ്പിത്തടഞ്ഞ് കയറുന്ന സമയത്ത് ഞാൻ കള്ളു കുടിച്ചിട്ടാണ് കയറുന്ന വ്യാഖ്യാനിച്ച ആദ്യത്തെ ആളുകൾ സംഘപ്രവർത്തകരാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും അവനവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കുംഭമേളയിൽ പാടാൻ വന്നപ്പോൾ അങ്ങയെ ഒരു നോക്ക് കണ്ടിരുന്നു. ആ കുംഭമേളയിൽ വന്നിട്ട് പാടാൻ വന്ന സമയത്ത് ഏതെങ്കിലും അതിന്റെ സംഘാടകൻ മാന്യമായൊരു പെരുമാറ്റം പെരുമാറില്ല. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുഴയിൽ അതിനേക്കാൾ ഉച്ചത്തിൽ പാട്ട് വെച്ചോണ്ടിരിക്കുക. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒന്ന് പ്രേക്ഷകർ മുഴുവൻ എന്റെ പാട്ട് കേട്ട് ആസ്വദിക്കാൻ അത്ര ഇഷ്ടത്തിൽ ആസ്വദിക്കുകയാണ്. പരിപാടി കഴിഞ്ഞിട്ട് അതിന്റെ സംഘാടകനായിരുന്ന ബാബുരാജ് ഭക്തപ്രിയത്തോട് ചോദിച്ചു നോക്കൂ, അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരാളെങ്കിലും ഇവിടുന്ന് പോകാതെ ഉണ്ടാവണം കേട്ടോ, അനാഥരാക്കി ഞങ്ങൾ ഇട്ടിട്ട് പോകരുത്. 10 പൈസ അവിടെ കൊടുത്തിരുന്നില്ല, ഒരു ചായ കൊടുത്തിരുന്നില്ല, ഒന്നും അവർ ചെയ്തിരുന്നില്ല. ഞാനാണ് ബാബുരാജിനോട് ചായ മേടിച്ചു കൊടുത്തത്. അതിന്റെ കണക്ക് പറഞ്ഞതല്ല, അദ്ദേഹവും ചായ കിട്ടാണ്ട് കഷ്ടപ്പെട്ടത്. അങ്ങനെ കേരളീയ സമർപ്പിത എന്താ പറയാ സനാതന ധർമ്മത്തിൽ വിശ്വസിച്ച് പരമ്പരയായ ഒരു കലാരൂപത്തെ കൊണ്ടു നടക്കാൻ തീരുമാനിച്ച മനുഷ്യരെ അവർക്ക് ശ്രദ്ധയില്ല. അവിടെ വന്ന സകല സിനിമാ നടികളെ അവർ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടു നടന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പൊ അവർക്ക് കല എന്ന് പറഞ്ഞാൽ സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ അവർ. എല്ലാ കാലത്തും അവർ അങ്ങനെയാണ്. ഏതെല്ലാം സ്ഥാനമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ BJP-കാരുടെ മാത്രം ഭാര്യമാർക്ക് കൊടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന, ലാംഗ്വേജ് അറിയാവുന്ന, വിദ്യാഭ്യാസമുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ നല്ല കലോപാസകരും അല്ലാത്ത ചെറുപ്പക്കാരും ഇല്ലേ? എന്താ കൊടുക്കാത്തത്? ഇപ്പൊ ഇവർക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, ഇവര് ദേശത്തെ മാത്രം സേവിക്കാൻ തീരുമാനിച്ചവരാണെന്ന് നുണ പറയല്ലേ? അപ്പൊ എനിക്ക് സ്ഥാനമാനം വേണം ഞാൻ ഒരാളോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അവാർഡിന് അപേക്ഷിച്ചിട്ടില്ല, ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. അങ്ങനെയുള്ള എന്നെ കുറിച്ചാണ് ഈ വേണ്ടാത്തത് പറയുന്നത്. ഇതിന്റെ ആരംഭം എവിടുന്നാന്നും കൂടി പറയാനാണ് ഇത് പറഞ്ഞത്. ഇതിന്റെ ആരംഭം എവിടുന്നാന്നറിയോ? എന്റെ അച്ഛൻ മരിച്ച് 96-ൽ എന്റെ അച്ഛൻ മരിച്ച്, നിങ്ങളുടെ പ്രധാന സബ്ജക്റ്റിലേക്കാണ് വരുന്നത്. ഞാൻ നിങ്ങളെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കണ്ടത്. എന്റെ അച്ഛൻ മരിച്ച ആദ്യത്തെ സംഗീതോത്സവം ഞെരളത്ത് സംഗീതോത്സവം എന്ന പേരിൽ തിരുമാന്താകുന്ന് ദേവസ്വം അത് നടത്താൻ തീരുമാനിച്ചപ്പോൾ ആ സംഗീതോത്സവത്തിന്റെ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ്, നമ്മൾ പരിപാടി നടക്കുമ്പോൾ അതിന് മുമ്പായിട്ട് പുറത്തുനിന്നിട്ട് എല്ലാം കൂടെ ചർച്ച ചെയ്യുമല്ലോ. ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ എന്റെ നാട്ടിലെ ഒരു മാഷ്, ഇതിന്റെ പ്രധാന സംഘാടകനായിട്ട് നിൽക്കുന്ന ഒരു മാഷ്, അദ്ദേഹം RSS അനുഭാവിയാണ്, തളി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു മാഷ് എന്നെ കുറിച്ച്
വെറുതെ ഒരാവശ്യവും ഇല്ലാണ്ട് അവിടെ നിന്നിരുന്ന എമ്പ്രാന്തരി, തമിഴ് ബ്രാഹ്മണൻ, നായർ, എന്താ പറയുക, തരകൻ തുടങ്ങിയിട്ടുള്ള 3-4 സമുദായക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാരോടും കൂടിയിട്ട് പറയണ്, അറിഞ്ഞില്ലേ ഉണ്ണിയെ, അറിഞ്ഞില്ലേ, ഇവപ്പോ കൊല്ലീരി എച്ച് മോമയുടെ മകനാണ്. പക്ഷെ കൊല്ലീരി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മകൻ ഇപ്പൊ ഞെരളത്ത് അരിവന്തനാണത്രേ. കാരണം എന്താ, അച്ഛൻ മരിച്ച ഉടനെ ഞാൻ സ്റ്റേജിൽ പോകുമ്പോൾ മാതൃഭൂമിക്കാരെ എന്റെ പേര് കൊടുത്തപ്പോ എന്റെ അച്ഛൻ ഞെരളത്ത് രാമപുതുവാളായി പോയത് എന്റെ കുറ്റാണോ? എന്റെ പേര് കൊടുത്തപ്പോ ഞെരളത്ത് ഹരിഗോവിന്ദൻ ചക്രവർത്തിയുടെ മകൻ സോപാന പദത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്നിട്ട് മാതൃഭൂമിയുടെ ഉണ്ണി എന്ന് പറയുന്ന എടപ്പാളിൽ ലേഖൻ കൊടുത്ത പേരിൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ അവർ കൊടുത്തതാണ്. ഞാനന്ന് വരെ എന്റെ പേരിന്റെ കൂടെ ഞെരളത്ത് ഹരിഗോവിന്ദൻ വെച്ചിട്ടില്ല, ഹരിഗോവിന്ദൻ എന്നെ പറയാറുള്ളൂ. അപ്പൊ ആ വാർത്ത കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്റെ വീട്ടിനടുത്തുള്ള ആളുകൾക്ക് അച്ഛന്റെ കാലശേഷം ആ മകൻ നന്നായി വരട്ടെ, പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടായിട്ട് ജീവിച്ചിരുന്ന ആ മകൻ നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കാൻ ആ ദുഷ്ടർക്ക് എല്ലാവരും കൂടി കളിയാക്കി ചിരിച്ചു. അപ്പൊ ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞു, തന്ത ആരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു തന്തയുടെ പേര് വെക്കും, അതറിയാത്ത ആളുകൾ തള്ളയുടെ ഇനീഷ്യൽ വെക്കും. രണ്ട് വെച്ചാലും ഒരുപോലെ തന്നെയാണ്, രണ്ടിനും ഒരു ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഞാനൊരു വലിയ അഹങ്കാരിയാണെന്നും, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങാടിപ്പുറത്തുള്ള ആളുകളോട് സംസാരിക്കുന്നത് നേരിട്ട്. അതുവരെ ഞാൻ പഠനത്തിന്റെ ഭാഗമായിട്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛൻ മരിക്കണേ, പ്രീ ഡിഗ്രിക്ക് ചിറ്റൂരായിരുന്നു. അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ നാട്ടിലുണ്ടായിട്ടില്ല. അപ്പോ ആദ്യമായി എന്റെ നാട്ടിൽ ഞാൻ നടത്തുന്ന എന്താ പറയാ പരസ്യമായ പ്രതികരണം, പരസ്യമൊന്നുമില്ല, ഒരു 5-6 ആൾക്കാരല്ലോ, അവരന്ന് മുതൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി, ഇവനെ വളർത്തിക്കൂടാ, ഇവൻ അഹങ്കാരിയാണ്. എന്റെ വീട്ടിൽ ഫോൺ നമ്പർ ഇല്ല. തിരുമാന്താവുന്ന ക്ഷേത്രത്തിലേക്ക് അച്ഛൻ മരിച്ച ഉടനെ ഹരിഗോവിന്ദനെ പാടാൻ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ആര് വിളിച്ചാലും അവിടുത്തെ ആൾക്കാര് ഞാൻ വളർന്നാലോ എന്ന് കരുതിയിട്ട് അയാളെന്ന് വിളിക്കേണ്ട, അയാൾ ഇങ്ങനെ കള്ളുടിച്ച് ബഹളം വെച്ച് അഹങ്കാരിയായിട്ട് നടക്കുന്ന ഒരാളാണ്, അയാൾക്ക് അച്ഛന്റെ മാതിരി കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ നശിപ്പിച്ചു തുടങ്ങിയത് എന്റെ നാട്ടിലെ തിരുമാന്താവുന്ന ക്ഷേത്രത്തിലെ ഓഫീസ് ജീവനക്കാരാണ്. ആ ജീവനക്കാരെ ആരാ അറിയോ? പലരും എന്റെ വീടിന്റെ അടുത്തുള്ള നായന്മാര്, എന്റെ കൂടെ പഠിച്ച നമ്പൂതിരി ചെക്കന്മാര്. അവര് കള്ളു കുടിച്ചിട്ട് കഴിഞ്ഞ പൂരത്തിന് 6 സസ്പെൻഡ് ചെയ്തു, അവര് കള്ളു കുടിച്ചിട്ട്. അങ്ങനത്തെ ശീലമേ ഇല്ലാത്ത എന്നെ കുറിച്ച് ഒരു മനുഷ്യനോടുള്ള അസൂയ കൊണ്ട് ഒരു മനുഷ്യനെ തകർക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടാണ്. അല്ലാണ്ട് തിരുമാന്താവുന്ന അമ്പലത്തിന്റെ ക്ഷേത്ര നടയിൽ പാടാൻ അവസരം തരാത്തതിനല്ല ഞാൻ പ്രതിഷേധിച്ചിട്ടുള്ളത്. തിരുമാന്താവുന്ന ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പരിപാടി നടത്തുന്നില്ലേ, അവിടെ സദരം വാസുദേവൻ എന്ന് പറയുന്ന നായർ, മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ഗുരുനാഥൻ 2011 ഈ പറയുന്ന കുംഭമേളയുടെ പ്രധാന സംഘാടകനായിരുന്ന വിനയൻ എന്ന് പറയുന്ന വിനയേട്ടൻ അവിടെ മാനേജറായിട്ട് ഒരു കൊല്ലം ഉണ്ടായിരുന്നു. അന്ന് ക്ഷണിച്ചപ്പോ സമുദായത്തിന്റെ പേരിൽ നായർ വന്ന് തായമ്പക കൊട്ടിയാൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു പറഞ്ഞ് മഞ്ചേരി ഹരിദാസൻ എന്ന മാരാരും കൂട്ടരും ആ വർഷം കരാർ ലംഘിച്ച് ബഹിഷ്കരിച്ചു പോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, 2011 ഒരു സംഘപ്രവർത്തകനും പ്രതിഷേധിച്ചില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പ്രതിഷേധിച്ചില്ല, ഒരു കോൺഗ്രസ്സുകാരനും പ്രതിഷേധിച്ചില്ല, ദേശാഭിമാനിയുടെ പോലും ഒരു വാർത്ത അത് വന്നില്ല. കാരണം എന്താ, അവിടെ CITUവിന്റെ യൂണിയനുള്ള സ്ഥലമാണ് ആ അമ്പലം. തിരുവനന്തപുരം അമ്പലത്തിൽ പച്ച പെയിന്റ് അടിച്ചത് മുസ്ലിങ്ങളാണോ? വന്നിട്ട് പെയിന്റ് അടിച്ചത് സദനം വാസുദേവനെ ബഹിഷ്കരിച്ചത് മുസ്ലിങ്ങളാണോ? എന്നിട്ട് ഞെരളത്ത് ഹരിഗോവിന്ദനെ പോലെ അങ്ങാടിപ്പുറത്തുള്ള ആളായിരുന്നു സദനം വാസുദേവൻ. അദ്ദേഹം ഇന്ന് ആ നാട്ടിലില്ല. ആരാണ് ഈ സദനം വാസുദേവൻ? മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ഗുരുനാഥനാ. കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി സദനത്തിൽ വന്നാണ് പഠിക്കുന്നത്. ആ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവിടെ വന്ന് കൊട്ടുമ്പോ പറഞ്ഞിട്ടില്ല, എന്റെ ഗുരുനാഥനെ കൊട്ടിക്കാത്തടത്ത് ഞാൻ കൊട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവരൊക്കെ അവസരങ്ങൾ ഉപയോഗിച്ചു പോയി. ഗുരുനാഥൻ അതിൽ നിരാശ കൊണ്ട് മദ്യപാനിയായി മാറി ഇടക്കാലത്ത്. മഞ്ജു പിള്ള എന്ന് പറഞ്ഞ സിനിമാ നടി അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു. അങ്ങനെയുള്ള സദനം വാസുദേവൻ നാട്ടിൽ നിന്നുള്ള ദ്രോഹം കാരണം, വേദന കാരണം അവിടെ വിട്ടുപോയി. അങ്ങാടിപ്പുറം കൃഷ്ണദാസ് ഇതേപോലെ മറ്റൊരു സമുദായത്തിലെ ചെണ്ടക്കാരനായിരുന്നു. മാരാന്മാരും പൊതുവാൾമാരും ഉപദ്രവിച്ചിട്ട് അയാൾ അവിടുന്ന് വിട്ടുപോയി. ഇന്ന് ഞാൻ എന്റെ നാട് വിട്ട് ഷൊർണൂരിലാണ് താമസിക്കുന്നത്. കാരണം സ്വന്തം ജന്മനാട് ദ്രോഹിക്കുമ്പോൾ ഒരു സംഘപ്രവർത്തകനും ഒരു എന്താ പറയാ കമ്മ്യൂണിസ്റ്റുകാരനും അയാളെ കൂടെ നിന്ന് സഹായിക്കുന്നില്ല. എന്നാൽ ഞെരളത്ത് കലാശ്രമം സ്ഥാപിക്കുന്ന സമയത്ത് അത്രയും ഞാൻ പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത് പോലും ഒരു സംഘപ്രവർത്തനം അങ്ങോട്ട് വന്നിട്ടില്ല, എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. എന്താണ് താങ്കളുടെ പ്രശ്നം? കുമ്മനം രാജേട്ടൻ എന്റെ വീട്ടിൽ 2 തവണ വന്നു. അച്ഛന്റെ ഇടയ്ക്കലേല വിവാദം വന്ന സമയത്ത്, എന്റെ അച്ഛന്റെ ഇടയ്ക്കലേല വിവാദ സമയത്ത് സ്വന്തം നാട്ടിലുള്ള മലപ്പുറം ജില്ലയിലുള്ള ഒരു സംഘപ്രവർത്തനം അങ്ങോട്ട് കയറി വന്നിട്ടില്ല. എന്താ ഹരി പ്രശ്നം? കാരണം LDF ഉം UDF ആണ് കേരളം ഭരിച്ചത്. അപ്പോ അവര് അച്ഛന്റെ സ്മാരകത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് അച്ഛന്റെ മഹത്വം പ്രചരിപ്പിക്കാനായിരുന്നില്ല. സോപാന സംഗീതത്തിന്റെ പുരാതനമായ ഈടുവെപ്പുകൾ അറിയാവുന്ന മനുഷ്യർ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പാട്ടുകൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കണം. കേരളത്തിന്റെ മുഴുവൻ സംഗീത രൂപങ്ങളെയും ക്ഷേത്ര സംഗീത രൂപങ്ങളെയും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അതിനെല്ലാം ഒരു സ്ഥാപനം വേണം, അതിന് പണം വേണം. അതിന് പണമില്ലാത്തത് കൊണ്ട് 12 വർഷം സർക്കാരുകളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് നടക്കാത്തത് കൊണ്ട് ഇനി ഞാൻ എന്റെ അച്ഛന്റെ ഇടയ്ക്ക് ലേലം ചെയ്തിട്ടാണെങ്കിലും പണം കണ്ടെത്തേണ്ടുന്ന എന്താ പറയാ ഗതികേടിലാണ് എന്ന് പറഞ്ഞപ്പോ അവന്റെ അച്ഛന്റെ ഇടയ്ക്ക് വിറ്റ് തിന്നു, കള്ളു കുടിച്ചു എന്ന്. വേറെ കുറെ ആൾക്കാർ എന്താ പറഞ്ഞറിയോ? ഞെരളത്തിലാകുമ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു നാട്ടില്, അവൻ അത് വിറ്റിട്ട് ഷൊർണൂർക്ക് പോയത്. എന്റെ അച്ഛൻ മരിച്ച് 12 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വെട്ടുകല്ല് ചുവന്നുണ്ടാക്കിയതാ. വെട്ടുകല്ല് ചുവന്ന് ഞാൻ ഉണ്ടാക്കിയ സ്ഥാപന.
ഒരു പണപ്പിരിവ് പുറത്തൊന്നും ചെയ്തിട്ടില്ല. അന്നും അതിന്റെ പ്രതിഷ്ഠ നിർവഹിക്കാൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കദമ്പൻ നമ്പൂരിനെ വിളിച്ചിട്ട് അയാൾ വന്നില്ല. അബ്ദുൾ സമദ് സമദാനി വന്നു, വി ശശികുമാർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വന്നു. അപ്പൊ എല്ലാവരും ഒരുപോലെ ഉണ്ടാവണം. അതിന്റെ ക്ഷേത്രത്തിൽ അച്ഛന്റെ ഇടയ്ക്ക ലോകത്തിലെ വാദ്യം പ്രതിഷ്ഠിച്ച ലോകത്തിലെ ആദ്യത്തെ അമ്പലം സ്ഥാപിച്ച ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന്റെ പേരിൽ ഒരു ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. ആ ക്ഷേത്രം ഇന്നും അവിടെ ഉണ്ട്. ഞാൻ വിറ്റ് തിന്നു എന്നാണ് പറയുന്നത്. ആ ക്ഷേത്രം ഇന്നും അങ്ങാടിപ്പുറത്തുണ്ട്, എല്ലാവർക്കും അറിയാം. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള BJP-കാർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം, അവിടെ ഉണ്ടെന്ന് അറിയാം. എന്നാലും അവർ പറയും അവനവന്റെ അച്ഛന്റെ ഇടയ്ക്ക വിറ്റ് പൈസ ഉണ്ടാക്കി. ലീഗിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അന്ന് ആ പരിപാടി നടക്കുമ്പോൾ 1 രൂപ ആരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മങ്കട മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഉമ്മർ അറക്കൽ ആദ്യമായി 10,000 രൂപ ആ വേദിയിൽ കൊണ്ടുവന്ന് തരികയാണ്. ഞാൻ ചോദിച്ചിട്ടില്ല പൈസ, ഞാൻ ഞെട്ടിപ്പോയി. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പറഞ്ഞുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണം ചില കാര്യങ്ങൾ. അത് ചെയ്യാനുള്ള പ്രാപ്തി ഇവിടുത്തെ ഒരു ഹിന്ദു സംഘടനയ്ക്കും ഇല്ല. അവരുടെ വിചാരം നന്ദഗോവിന്ദ ഭജന സംഘം, ഇന്നലെ വന്ന ഭജന സംഘത്തിന് അവർ എന്തെല്ലാം ആദരവ് കൊടുക്കുന്നു, അവരുണ്ടെങ്കിലാണ് ഇവിടെ ഹിന്ദു ഐക്യം ഉണ്ടാകുക എന്ന് വരെ പറയുന്ന കോമാളിത്തങ്ങൾ പറയാണ്. രാധതൻ പ്രേമത്തോടാണെന്നുള്ള പാട്ട് ഇരുന്ന് പാടിയാൽ ഹിന്ദു ഐക്യം ഉണ്ടാവുമോ? അവര് മോശക്കാരാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അവര് ആ സംഘത്തിന്റെ കഴിവിനെയല്ലേ മോശപ്പെടുന്നത്. അത്തരത്തിലുള്ള വേഷം കെട്ടുകളും ആർഭാടങ്ങളും ഉള്ളവരെ ഇവർക്ക് വേണം, താരപദവിയുള്ളവരെ ഇവർക്ക് വേണം. നേരെ മറിച്ച് വളരെ നിസ്സംഗരായി പരാതികൾ ഉണ്ടെങ്കിൽ പോലും പറയാതെ സഹിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ തോന്നിയാസങ്ങൾ മടുത്തിട്ടാണ് ഞാൻ ഈ സംഘപരിവാർ വേദികൾ സജീവമായത്. അവിടെയും അതിനേക്കാൾ വലിയ അപമാനങ്ങളും അതിനേക്കാൾ വലിയ അറിവ് കേടുകളാണ് ഞാൻ കാണുന്നത്. അറിവില്ലാത്തവരാണ്. കുംഭമേളയിൽ എന്തെല്ലാം വർഗീയ പ്രചാരം നടത്താൻ അവർ നോക്കി. അതൊക്കെ സത്യമായിരുന്നോ? എന്തെങ്കിലും സത്യമുണ്ടോ? ഇന്നിപ്പോ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ് ഹരിഗോവിന്ദനെ ഈ പോലെയുള്ള ആളുകളെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പരിപാടിക്ക് വിളിച്ചിട്ട് അവരവിടെ ഹോട്ടലിൽ മുറി എടുത്ത് കൊടുക്കും. കുറെ കഴിയുമ്പോൾ അവിടെ സുന്ദരികളായ പെണ്ണുങ്ങളെ അവർക്ക് എന്താ പറയുക ഉപയോഗിക്കാൻ കൊടുക്കും, മദ്യം കൊടുക്കും. എന്നിട്ട് അവർ വീഡിയോ പിടിക്കും. കുറെ കഴിയുമ്പോൾ അത് വെച്ചിട്ട് അവര് അയാളെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ അയാളെ മതം മാറ്റും. എന്റെ സഹോദരന്മാരെ, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് റിയാദ് എന്ന് പറയുന്ന രാജ്യത്തില് 16 ദിവസം ജമാഅത്തെ ഇസ്ലാമിക് സംഘാടകരായിരിക്കുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 16 ദിവസം റിയാദിലുണ്ടായിരുന്നു. ഞാൻ താമസിച്ചത് ആ സംഘടന, അവര് പ്രവാസി എന്ന് പറഞ്ഞ സംഘടനയിലെ അംഗമായിരുന്ന RSS അനുഭാവി ആയിരിക്കുന്ന ഭാര്യയും ഭർത്താവുള്ള വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അവരുടെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചത്. മറ്റൊരു ദിവസം കുറച്ചു ദിവസം എന്നെ താമസിപ്പിച്ച ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ്. ഈ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ് അയാള്. നേരനുഭവമുള്ള എന്നോട് ഇത്തരത്തിലുള്ള കപട പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്നെ കുറിച്ചല്ല, ഇത്തരം അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ ലൗഹ് ജിഹാദിനെ കുറിച്ച് എല്ലാവരും പറയുന്നു. ഈ പെൺകുട്ടികളെ വളർത്തേണ്ട സമയത്ത് അച്ഛനും അമ്മയും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇവര് മുസ്ലിങ്ങളുടെ കൂടെ മാത്രമല്ലല്ലോ പോകുന്നത്, എത്രയോ മതത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ പോകുന്നില്ലേ? ക്രിസ്ത്യാനികളുടെ കൂടെ പോയ എത്രയോ പെൺകുട്ടികളില്ലേ? അപ്പോ ഇതൊക്കെ ഒരു വിരോധം വെച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. ഞാൻ മുസ്ലിം ലീഗ് ചേരാൻ പോകുന്ന കോണ്ടെക്സ്റ്റ് കൂടെ ഒന്ന് പറയാം. ഞാൻ KN അബ്ദുൽ ഖാദർ സാറിനോട് ഞാൻ പറയുന്നു, സാർ എനിക്ക് മുസ്ലിം ലീഗിനോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് നിങ്ങളുടെ 15 വർഷമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫേസ്ബുക്കിൽ ഇടുന്നതാണ്. സംഘപരിവാർ വേദികൾ പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നതാണ്, ഞാനൊരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ലീഗിലെ ചേരൂ. കാരണം ഇന്ന് വാക്കും പ്രവൃത്തിയും ഒന്നാക്കാൻ അവർക്കേ കഴിയുന്നുള്ളൂ. അവർ ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ഇവിടെ ബാക്കി പലരും അത് തുടങ്ങിയത്. കിറ്റ് കൊടുക്കാൻ തുടങ്ങിയത് അവരാണ് ഏറ്റവും അധികം. അവരത് വെച്ച് വോട്ടുണ്ടാക്കാൻ നടന്നിട്ടില്ല. ഒരു മനുഷ്യന് പ്രയാസമുണ്ടെങ്കിൽ ഫ്ലക്സ് ബോർഡ് വെച്ച് അവനെ അപമാനിച്ചിട്ടല്ല അവര് 10 ഉറുപ്യ കൊടുക്കുക. അങ്ങനത്തെ ഒരുപാട് നന്മകൾ അവർക്കുണ്ട്. അവരെല്ലാം തികഞ്ഞവരല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ അവരുടെ എല്ലാ ആദർശങ്ങളും എല്ലാം തികഞ്ഞതാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ തമ്മിൽ ഭേദം, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ തമ്മിലടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് വോട്ടുണ്ടാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. ആ താപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിശബ്ദമായ സഹായത്തോടു കൂടി ഇവിടുത്തെ RSSകാരനും BJPക്കാരനും അതിലും വലിയ വിഷം മാത്രമാണ് വമിപ്പിക്കുന്നത്. അവരവരുടെ മതത്തിന്റെ പേര് വെച്ച് എന്താ കുഴപ്പം? NSS എന്ന് പറഞ്ഞ ജാതിയെ പേര് വെച്ചിട്ട് അവര് ജാതി സംഘടന നടത്തുമ്പോൾ എന്താ ഇവിടുത്തെ ഹിന്ദുക്കൾ പറയാത്തത്? ഇത് നമ്മുടെ ജാതീയമായ വിഭാഗീയത ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും സംഘപരിവാർ ആളുകളുണ്ടോ? എഴുത്തച്ഛൻ എന്താ പറയാ സമാജം എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉണ്ട്. എഴുത്തച്ഛൻ എന്ന ജാതി വെച്ചിട്ടൊരു സംഘടന നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇവർക്കുണ്ടോ? അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രം എങ്ങനെയാണ് ഒരു പ്രത്യേകമായ എന്താ പറയാ അവര് മതം വെച്ചിട്ടാണെന്ന് പറയുന്നത്? ജാതി വെച്ചിട്ട് സംഘടന ഉണ്ടാക്കണം തെറ്റല്ലേ? മതം വെച്ച് അപ്പോ ജാതി സംഘടന ഉണ്ടാക്കുന്നത് തെറ്റാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ജാതിക്ക് അല്ലെങ്കിൽ അവരുടെ സമുദായത്തിന് വേണ്ടത്ര പരിഗണന ഭരണത്തിലോ
അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ലഭിക്കാതെ വരുമ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ അവരുടെ സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു സംഘടന ഉണ്ടാക്കുന്നു. അതിലെന്താണ് തെറ്റ്? മുസ്ലിം ലീഗും അങ്ങനെ തന്നെയാണ്. അത് അവർ പറയുന്നുണ്ടല്ലോ. തെറ്റുണ്ട്, തിരുത്തി പോ. ഹിന്ദു സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾക്ക് ഹിന്ദു മതത്തിന്റെ പേരിൽ സംഘടന ഇല്ല. ഇപ്പൊ BJP എന്താണ്? അതിൽ രാഷ്ട്രീയമൊന്നും വേണ്ട. രാഷ്ട്രീയ പാർലമെന്ററി പൊളിറ്റിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലേ എന്നതല്ലല്ലോ പ്രശ്നം. ഏത് പേരിലാണെങ്കിലും നമ്മളിപ്പോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ പ്രവർത്തിക്കുന്നത് പാർലമെന്ററി പൊളിറ്റിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ സംഘപരിവാർ സംഘടന പ്രവർത്തിക്കുന്നത്, അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പാർലമെന്ററി പൊളിറ്റിക്സിൽ പ്രവർത്തിക്കാൻ അല്ലാതെ നിലകൊള്ളുന്ന സംഘടനകളാണെങ്കിലും ജാതി പേരിൽ നിലനിൽക്കാൻ പാടില്ല എന്നൊരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്ന സമാഗമത്തിന്റെ ഒരു വലിയ സമ്മേളനം കോട്ടയത്ത് ഒരു ഹാളിൽ നടക്കുമ്പോൾ ഞാൻ അതിന്റെ തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. അന്ന് കുമ്മനം രാജേട്ടനാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ ആ സമ്മേളനത്തിന്റെ ഭാഗമായി തലേ ദിവസം ഒരു കൺഫ്യൂഷൻ വന്നു. നാളെ രാവിലെ ആര് വിളക്ക് കൊളുത്തണം? എന്താണ് സംഭവം? വെള്ളാപ്പള്ളി നടേശനാണ് നേതൃത്വം കൊടുത്ത സംഗമം സംഘടിപ്പിക്കുന്നത്. അതില് കുമ്മനം രാജേട്ടൻ എല്ലാവരും സഹകരിച്ചിട്ട് അത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ വെച്ചിട്ട് ചെല്ലുകയാണ്. അപ്പൊ തലേ ദിവസം ഇതിന്റെ ഇയാൾ ഉടക്കി നിൽക്കുകയാണ്, NSSന്റെ സുകുമാരൻ നായർ ഉടക്കി നിൽക്കുകയാണ്. അപ്പൊ ഞാനും രാജേട്ടനും കൂടി പോവാണ് സുകുമാരൻ നായരെ ക്ഷണിക്കാൻ. അപ്പൊ സുകുമാരൻ നായരോട് ചോദിച്ചപ്പോ സുകുമാരൻ ആരാ വിളക്ക് കൊളുത്തുക എന്ന് വെച്ചു. അപ്പൊ വെള്ളാപ്പള്ളിയാണ് ഇതിനും കഷ്ടപ്പെട്ടത്, ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് വെള്ളാപ്പള്ളിയാണ്. അപ്പൊ പിന്നെ അദ്ദേഹമാണ് വിളക്ക് കൊളുത്തുന്നത്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒറ്റയടിക്കാണ് പറഞ്ഞു ഞാൻ വരുന്നില്ല. അത്ര വർഗീയതയാണ്, ജാതീയതയാണ് അയാൾക്ക്. വരുന്നില്ല എന്ന് പറഞ്ഞു, വന്നില്ല. അത് പോട്ടെ. അത് കഴിഞ്ഞ് ഇവര് പരിപാടി സംഘടിപ്പിക്കുമ്പോ എന്തായിരുന്നു അതിന്റെ ക്രമം എന്നറിയോ? ക്രമം എന്തായിരുന്നെന്നറിയോ? പതാക ഉയർത്താൻ ഏറ്റവും ഉയർന്ന സമുദായക്കാരൻ കാളിദാസ ഭട്ടതിരി, എന്തായാലും ഒരു അക്കീരമൺ കാളിദാസ ഭട്ടതിരിയെ കൊണ്ട് അവർ പതാക ഉയർത്തിക്കുന്നുള്ളൂ. വിളക്ക് കൊളുത്തുന്നത് ഒരാള്. എന്നാൽ ആ കൂട്ടത്തിൽ എത്രയോ ഇവര് താഴ്ന്നെന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട സംഘടനകളുടെ നേതാക്കളെ കൊണ്ട് ആരെ കൊണ്ടും പ്രധാനപ്പെട്ട ഒരു ചടങ്ങും ചെയ്യിക്കുന്നില്ല. ആ ചടങ്ങൊക്കെ ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്ന മറ്റവര്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാ ഹിന്ദു സംഘടനയുടെ പരിപാടി അങ്ങനെയാണെന്നല്ല. അന്ന് തന്നെ അവിടെ ബാബു ആണോ എന്തോ അറിയില്ല, പുലയ മഹാസഭ PMSന്റെ ആള് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഞാനിത് എങ്ങനെയെങ്കിലും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാനൊരു വാക്ക് പറഞ്ഞ ഇവിടുത്തെ ഇടതുപക്ഷം ഞങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാ പിന്തുണയും തരാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാ ജാതി സംഘടനയേക്കാൾ കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയാണ് ഞങ്ങളുടെ PMS. പുലയന്മാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അവരുടെ സംഘടനയുടെ നേതൃത്വം ഞാൻ ഇവിടെ വരാൻ കാരണം നിങ്ങളിത് എങ്ങനെയെങ്കിലും നന്നായിട്ട് പോവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ പഴയ അതേ രീതി തന്നെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ സംഘടനയുടെ ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ പകുതി ആളുകൾ പോലും ഇല്ലാത്തത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. കോട്ടയം കൗസ്തുഭോ അങ്ങനെ എന്തോ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ, കോട്ടയം തിരുനക്കര അമ്പലത്തിന്റെ അടുത്ത്. ഹരിപ്പാലോടിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഹരിപ്പാലോട് ഒരുപാട് ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ എനിക്ക് ലീഗിലേക്ക് ചേരാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയും ആ ലീഗിലേക്ക് ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് അതിനെന്താ, ആർക്കും വരാം. 18 വയസ്സ് കഴിഞ്ഞ ഏത് ഇന്ത്യൻ പൗരനും വരാം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിങ്ങനെ ദിവസം ഗായത്രി ഉപാസനയും ക്ഷേത്ര സംഗീതം പാടലൊക്കെ ഉള്ള ഒരാളാണ്. എനിക്ക് അതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. എന്താ ഹരി പറയുന്നത്? അത് നിങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല. അതോട് കൂടിയിട്ട് അതായിട്ട് നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ ലീഗിൽ പ്രവർത്തിക്കൂ. അതിന് ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ ഞാൻ ഒരു ദിവസം ആദ്യത്തെ ഒരു മാസം മുമ്പ് തങ്ങളെ കാണാൻ ചെല്ലുന്നു. അന്ന് തങ്ങൾ നല്ല തിരക്കിലാണ്. അന്ന് കാര്യമായ സംസാരത്തിന് സമയം കിട്ടിയില്ല. കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ ആ വീട്ടില്. അത് കഴിഞ്ഞ് ചേരാൻ ചെല്ലുന്ന ദിവസം പെട്ടെന്നാണ് നാളെ രാവിലെ 10 മണിക്ക് മുമ്പാണെങ്കിൽ, വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തങ്ങൾ തിരക്കില്ല, 10 മണിക്ക് മുമ്പാണെങ്കിൽ നമുക്ക് ജോയിനിങ് പ്രോസസ്സ് ചെയ്തിട്ട് പോരാം എന്ന് പറഞ്ഞു. ഒരു മാധ്യമങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ടില്ല. അന്ന് അറിഞ്ഞു വന്നവരാണ്, ചോദിച്ചു നോക്കൂ. അങ്ങനെ ജോയിനിങ് പ്രോസസ്സിന് ഞാൻ ചെല്ലുന്നത് എങ്ങനെ അറിയോ? 100 കണക്കിന് ആളുകൾ മൂപ്പരെടുത്ത് അനുഗ്രഹം മേടിക്കാനും പരാതി പറയാനും സഹായങ്ങൾ ചോദിക്കാനും വന്ന് നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ അപ്പൊ ഹരിഗോവിന്ദൻ വന്നിട്ടുണ്ട്. എന്നാ മറ്റേത് കൊണ്ടുവന്നോ, ജോയിൻ ചെയ്യാനുള്ള ഇത് കൊണ്ടുവന്നോ, പൂരിപ്പിക്കാനുള്ള ഫോം കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. ആ ഫോം അപ്പൊ തന്നെ ഞാൻ എഴുതി കൊടുത്തു. ഗൂഢമായൊരു മുറിയിലിരുന്ന് ചർച്ച ചെയ്തിട്ടില്ല. മാസങ്ങളോളം ചർച്ച ഉണ്ടായിട്ടില്ല. ഇവരെന്താ പറഞ്ഞത്? ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അവർക്ക് എന്തെങ്കിലും അജണ്ട, ഹരിഗോവിന്ദൻ ഇന്ന സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള അല്പത്തരങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഹരിഗോവിന്ദന്റെ ഒരു പാട്ട് ഇന്ന് വരെയും ഷെയർ ചെയ്തിട്ടില്ലാത്ത ദുഷ്ടന്മാര്, ഇന്ന് വരെ ഹരിഗോവിന്ദന്റെ അച്ഛനെ കുറിച്ച് നല്ലൊരു വാക്ക് പ്രചരിപ്പിച്ചിട്ടില്ലാത്ത ദുഷ്ടന്മാര് മുഴുവൻ ഇരുന്നിട്ട് ഇപ്പൊ ഏത് നേരം ഹരിഗോവിന്ദൻ എന്നിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാപം തീർക്കുകയാണ് ഈ പേരില്. അത്രേ ഉള്ളൂ അവര്. അല്ലെങ്കിൽ ഞാൻ സംഘപരിവാരത്തിന്റെ കൂടെ നിന്ന സമയത്ത് ഇവർ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഈ പറഞ്ഞ രീതിയിൽ എന്റെ ഒരു പാട്ടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇന്നിപ്പോ ഒരുത്തി പറഞ്ഞിരിക്കുകയാണ്, എല്ലാം പറയല്ല, ഒരുത്തി പറഞ്ഞിരിക്കുകയാണ്, തന്നെ ഒന്നും എവിടെയും പാടാൻ വിളിക്കാത്തത്, തനിക്കൊന്നും പാട്ട് പാടാൻ അറിയില്ല, പിന്നെ എന്തിനാ തന്നെ വിളിക്കണം, തന്നെക്കാട്ടിലും നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. കഴിഞ്ഞത്രയും കാലം സംഘപരിവാരത്തിന്റെ വേദിയിൽ ഞാൻ പോയി പാടുമ്പോൾ ഈ അഭിപ്രായം അവൾക്ക് ഉണ്ടായിരുന്നില്ല.
ഒന്ന് ആലോചിക്കുമ്പോ അത്ര മോശപ്പെട്ട നിലപാട്. രീതിയിൽ തന്നെ നിന്നുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുകയാണെങ്കിൽ ഞാൻ ഇത്രയും കേട്ടിരുന്നപ്പോ, ഏകദേശം അരമണിക്കൂറിന് മുകളിലായി ഇത്രയും കേട്ടിരുന്നപ്പോ, എനിക്ക് ഞാൻ നേരത്തെ ഈ വിഷയം അറിഞ്ഞ സമയത്ത് നമ്മളെ ഹരിഗോവിന്ദൻജിയായിട്ട് ഫോണിൽ വിളിക്കുകയും അരമണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ അപ്പോ എനിക്ക് മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി. പക്ഷെ അത് പിന്നീട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇപ്പോ ഇതുകൂടെ കേട്ടപ്പോ എനിക്ക് ആ സംശയം ദൂരീകരിക്കുകയല്ല, സംശയങ്ങൾ ഒരു പടി കൂടെ, ഒരു ഇരട്ടി കൂടെ കൂടി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു വിഷയം ഹരിഗോവിന്ദജിയോട് വ്യക്തിപരമായിട്ടൊന്ന് ചോദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ അപ്പോ അങ്ങ് ലീഗിന്റെ അംഗത്വം സ്വീകരിച്ചു എന്ന് പറയുന്നത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ദേശബോധവും ഈ രാഷ്ട്രത്തിന് സമർപ്പണമായ അർപ്പിതമായ പ്രവർത്തനവും ഈ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും കണ്ടിട്ടാണോ, അതോ അങ്ങ് ലീഗിലേക്ക് ആകൃഷ്ടനായത് RSSനോടും NSSനോടുമുള്ള വിയോജിപ്പ് കൊണ്ടാണോ? അങ്ങയുടെ ജീവിതത്തിന്റെ സംഗീതവുമായിട്ട് അങ്ങ് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ക്ഷേത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങേക്ക് ആ കല അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നായർ മദ്യപാനി ആയാലും, SNDP മദ്യപാനി ആയാലും, പുലയർ മദ്യപാനി ആയാലും, വേടർ മദ്യപാനി ആയാലും, ഇത്തരത്തിലുള്ള ജാതീയപരമായിട്ടുള്ള മദ്യപാനികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണോ, മറിച്ച് ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള സ്വീകരണം അങ്ങ് ലഭ്യമായില്ല എന്നുള്ളത് കൊണ്ടാണോ? ഇത് ഏത് തരത്തിലുള്ള വിഷയം കൊണ്ടാണ് ലീഗ് എന്ന് പറയുന്ന സംഘടനയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് പ്രേരണ നൽകിയത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അങ്ങ് പറഞ്ഞ വിഷയങ്ങളെ ആധാരമാക്കി ഞാൻ കുറച്ചു കാര്യങ്ങൾ കൂടി ഈ ഒരു വസ്തുതയിൽ, ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എന്റെ ചെറിയ പരിമിതമായിട്ടുള്ള ചരിത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത് ലീഗ് എന്ന് പറയുന്ന സംഘടന, അതിന്റെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നു എങ്കിലും വിഭജനാനന്തരം ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് ഭംഗിവാക്കായി ചേർത്ത ആ സംഘടന നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ കറുത്ത ചരിത്രം രേഖപ്പെടുത്തിയ രാഷ്ട്ര വിഭജനത്തിനു കാരണക്കാരായിട്ടുള്ള തികച്ചും ദേശദ്രോഹികളായിട്ടുള്ള ഈ നാടിന്റെ ദേശീയതയെ വെട്ടിമുറിക്കുവാൻ വേണ്ടിയിട്ട് എന്നും കാതോർത്ത് കണ്ണുകൂർപ്പിച്ച് കാത്തിരുന്ന വളരെ നികൃഷ്ടമായിട്ടുള്ള ആശയത്തിന്റെ വക്താക്കളായി ആണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഈ നാട്ടിൽ, ഈ കേരളത്തിൽ പോലും, ഈ ഭാർഗവഭൂമിയിൽ പോലും മലപ്പുറം എന്ന് പറയുന്ന, മലബാർ എന്ന് പറയുന്ന പ്രത്യേക ഒരു ജില്ലയ്ക്ക് വേണ്ടിയിട്ടും ആ മലബാർ ജില്ലയെ ഇനി രണ്ടായിട്ട് വെട്ടിമുറിച്ച് അല്ലെങ്കിൽ മലബാറിനെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വർഗീയ നിലപാടോട് കൂടിയിട്ട് ഒരു ഭൂരിപക്ഷ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടും വാദിക്കുന്നതാണ് എന്നുള്ളത് ഈ അടുത്ത കാലത്തെ പ്രസ്താവനകളും ചില ലീഗ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും ഒക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ലീഗ് ഈ നാടിന് നൽകിയ സംഭാവന, NSS, SNDP, പുലയർ മഹാസഭ, വേടർ മഹാസഭ തുടങ്ങി ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപക്ഷെ അനാചാരത്തിന്റെ ഭാഗങ്ങളായിക്കോട്ടെ, ജാതീയ വ്യവസ്ഥ മാറേണ്ടതാണ്, ഹിന്ദു സമൂഹം ഒന്നാവേണ്ടതാണ്, ഇതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ നാട്ടിലെ ഹൈന്ദവ സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും കോണിൽ നിന്ന് അങ്ങേക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അങ്ങ് ശാഖയുടെ മുഖ്യ ശിക്ഷകനായിരുന്നു, ആ സമയത്ത് പോലും ജാതീയതയുടെ സ്പന്ദനം ആ ശാഖയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ശാഖയെ നയിക്കുന്നത് ആ ശാഖയുടെ മുഖ്യ ശിക്ഷകാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ സംഘത്തിന്റെ തൃതീയ വർഷ ശിക്ഷാവർഗ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോ ഒരു ശാഖയില്, ആ ശാഖയിൽ വരുന്ന പ്രവർത്തകരെ വ്യക്തി നിർമ്മാണം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയായിട്ടുള്ള മുഖ്യ ശിക്ഷകാണ് എന്ന് പരിചയപ്പെടുത്തിയത് അങ്ങാണ്. അപ്പോ അങ്ങ് തന്നെ പറയുന്നു അവിടെ ജാതീയപരമായിട്ടുള്ള വേർതിരിവുണ്ടായിരുന്നു. ഇപ്പോ അത് വ്യക്തമായിട്ട് ആ ഭാഗം പൂരിപ്പിക്കപ്പെടുകയാണ്. എന്താണ്? ഏറ്റവും വലിയ ജാതീയപരമായിട്ടുള്ള വിവേചനത്തിന്റെ തീഷ്ണമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് സമാജം വിട്ടുപോകുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങയുടെ പ്രസ്താവനയിൽ നിന്ന് ശരിക്കും ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതായിട്ടല്ല നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നത്. അങ്ങ് കൃത്യമായിട്ട് വിമർശിച്ച് കൂട്ടിച്ചേർക്കുന്നത് ഹിന്ദു ധർമ്മത്തിന്റെ വ്യവസ്ഥിതികളെയാണ്. അങ്ങ് കൂട്ടിച്ചേർക്കുന്നത് ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങൾ ഹിന്ദു ധർമ്മത്തിലുണ്ട്, വളരെ തീഷ്ണവും നികൃഷ്ടവുമായിട്ടുള്ള വ്യവസ്ഥിതികൾ ഈ ധർമ്മത്തിലുണ്ട് എന്ന് തന്നെയാണ് അങ്ങ് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങ് കൂട്ടിച്ചേർക്കുന്ന ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, അന്നു ശാഖയിൽ അങ്ങ് പരിശ്രമിച്ചത്, മുഖ്യ ശിക്ഷകനായിട്ട് നിന്ന് പരിശ്രമിച്ചത് യഥാർത്ഥത്തിൽ ജാതീയതയുടെ ആ മധുരം
പകരുവാൻ വേണ്ടിയിട്ടാണോ, മറിച്ച് ജാതീയപരമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് സ്വയം സേവകരെ തിരുത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണോ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങ് പരിശ്രമിച്ചത് എന്ന് ഇന്നെങ്കിലും അങ്ങ് പുനർചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, മനസ്സിൽ നിന്ന് ഈ തരത്തിലുള്ള ചിന്താഗതികൾ എന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ സമാജം രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് നമ്മുടെ ആദിമാർഗി ചണ്ടാള ബാബയുമായിട്ട് എനിക്ക് നേരത്തെ വളരെ നാളത്തെ പരിചയമുണ്ട്. നമ്മൾ അടുത്ത പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് പോലും ബാബയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കോട്ട് ചെയ്തിട്ട് ഞാൻ ലൈവ് ചെയ്തിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, വീഡിയോ ലൈവ് യൂട്യൂബിൽ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ മനസ്സിൽ നിന്നാണ് ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മഹാ അയ്യങ്കാളി ജീവിച്ചിരുന്ന നാടാണ് കേരളം. ഈ മഹാ അയ്യങ്കാളി വലിയൊരു മുന്നേറ്റത്തിന്, ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റത്തിന്, അത്തരത്തിലുള്ള പുരാതന ചരിത്രങ്ങളിലേക്ക് ചർച്ച പോയാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് എന്നോട് പറയാനുള്ളത് പറഞ്ഞോളൂ. ബാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം. ചരിത്രപരമായിട്ടുള്ള, ഞാൻ വിഷയം പൂർത്തിയാക്കട്ടെ. ചരിത്രപരമായിട്ടുള്ള വലിയ നടന്നിട്ടുള്ള നാടാണ് കേരളം. അന്ന് മഹാ അയ്യങ്കാളി ഈ കല്ലു സമരം പോലുള്ള സമരങ്ങളൊക്കെ നടത്തി വില്ലുവണ്ടിയിൽ ഇത്തരത്തിലുള്ള ഈ നാട്ടിലെ അവഗണിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയപ്പോൾ, വലിയൊരു സമരനായകനായിട്ട് വളർന്നു വന്നപ്പോൾ, ഈ നാട്, ഈ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അയ്യങ്കാളിക്ക് മഹാ അയ്യങ്കാളി എന്നുള്ള നാമകരണം പകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ചരിത്രമാണുള്ളത്. ആ മഹാ അയ്യങ്കാളിയെ ആദരിക്കുന്ന സമൂഹം തന്നെയാണ് കേരളത്തിന്റെ ഹൈന്ദവ സമൂഹം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവേചനപൂർണമായിട്ടുള്ള, നമ്മളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, ഒരുപക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള, നമ്മുടെ ജാതീയമായി തരംതാഴ്ത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്, ഏതെങ്കിലും കോണിൽ നിന്ന് അവരുടെ അജ്ഞത കൊണ്ടുണ്ടായാൽ നമ്മള് ഈ സമാജത്തോട് പ്രതിഷേധിക്കുകയല്ല, ഈ സമാജത്തോട് നമ്മൾ ഇത്തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രദ്രോഹികളുടെ പാളയത്തിൽ ചേർന്നുകൊണ്ട് ഈ സമാജത്തിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. മറിച്ച് മാതൃകാപരമായിട്ട് ഈ സമാജത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനെ തിരുത്തുവാനും അത്തരത്തിലുള്ള നികൃഷ്ടവും നീചവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുവാനും സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ ഈ നാടിന്റെ സ്വൈരജീവിതം സാധ്യമാവുകയുള്ളൂ. ഇന്ന് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് നിൽക്കുന്ന കേരളത്തില് എങ്ങനെയാണോ പ്രകൃതി ചൂടുപിടിച്ച് നിൽക്കുന്നത്, അതിനേക്കാൾ ശക്തമായിട്ട് രാഷ്ട്രീയ ചൂട് നിലനിൽക്കുന്ന ഈ കേരളത്തിൽ ആലോചിച്ച് നോക്കണം. മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒറ്റ നിയോജക മണ്ഡലത്തിന്റെ ഉദാഹരണം എടുത്താല് എന്താണ് കേരളത്തിൽ മുസ്ലിം ലീഗ്, എന്താണ് കേരളത്തിലെ മൊത്തം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണെങ്കിൽ എന്റെ സമയക്കുറവുണ്ട്. ഞാൻ അങ്ങേക്ക് വിഷയത്തിൽ ഒതുങ്ങുന്ന അങ്ങയുടെ പ്രഭാഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിന് മറുപടി പറയാനുള്ള സമയം കൂടി തരണം. അങ്ങയുടെ ഈ സംഘടനാ പ്രവേശനം ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങ് ഏതെങ്കിലും അടൂര് ക്ഷേത്രത്തിൽ പോയിട്ട് മാത്രം മടങ്ങിപ്പോയ വിഷയം ചർച്ച ചെയ്ത് ഈ വിഷയം അവസാനിപ്പിക്കേണ്ടതല്ല. കാരണം ഹരിഗോവിന്ദൻ സോപാന സംഗീതജ്ഞൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഹിന്ദു സമാജത്തിന്റെ മുഴുവൻ ഭാഗമായിട്ട് ഒരു കാലത്ത് നിന്നിട്ട് മുസ്ലിം മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ലീഗ് പോലുള്ള ഒരു സംഘടനയിൽ അംഗത്വം എടുത്തിട്ട് ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ഹിന്ദു സമാജ സംഘടനകളെയും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനാ നേതാക്കന്മാരെയും ഒന്നടങ്കം മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചാൽ അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ബാധ്യസ്ഥനാണ്. കൃത്യമായിട്ട് അത് പറയാൻ സമയം തരണം. അങ്ങയുടെ പ്രഭാഷണം കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. ഹരിപാലോട്ജി ആ മഞ്ചേശ്വരം വിഷയം വിട്ടുപോയി, അത് കൂട്ടിച്ചേർത്ത് പറയും. മഞ്ചേശ്വരത്ത് നാം കണ്ട നെറികേടെന്ന് പറയുന്നത് എന്താണ്? ഞാൻ RSSന്റെ പ്രവർത്തകനായിട്ട് വളരെ ബാല്യകാലം മുതൽ വളർന്നു വന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയിലാണ്. ഞാൻ ഇന്ന് RSSന്റെയോ സംഘപരിവാറിന്റെയോ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ആ സംഘടനയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തിന്റെ വക്താവേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, ഹിന്ദു സമൂഹത്തെ പ്രതിനിധീകരിച്ച് കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ദാറുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ദാഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. നേരത്തെ അങ്ങ് ലവ് ജിഹാദിനെ കുറിച്ച് സൂചിപ്പിച്ചു. ലവ് ജിഹാദുമായിട്ട് അങ്ങേക്ക് വളരെ പരിമിതമായിട്ടുള്ള അറിവാണുള്ളത് എന്നുള്ളത് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. മഞ്ചേശ്വരം വിഷയത്തിൽ എങ്ങനെയാണോ മഞ്ചേശ്വരം വിഷയത്തിൽ സാർ എല്ലാം അറിയാവുന്ന പോലെ സംസാരിക്കരുത്. എന്റെ അറിവിനെ കുറിച്ചൊന്നും ആരും പറയാൻ പറ്റില്ല. സാറിന് പറയാനുള്ളത് പറഞ്ഞാൽ മതി.
അങ്ങ് സംസാരിച്ച സമയത്ത് ഞാനത് കേട്ടിരുന്നതാണ്. മഞ്ചേശ്വരം വിഷയത്തില് എങ്ങനെയാണോ അവിടെ മതം നോക്കി ഒരുമിച്ചത്, മതമാണ് വിഷയം എന്ന് പറഞ്ഞ് ഒരുമിച്ചത്, അതേ സാഹചര്യം അത് ദാറുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ രാഷ്ട്രത്തെ ഈ നാടിനെ, കേരളത്തെ ഒരു ഇസ്ലാമിക ഭൂപ്രദേശമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹവും ഇത് വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പലരെയും ഇതിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. ഞാൻ സന്ദീപ് വാര്യരുടെ വിഷയമായാലും ഇപ്പോ ഹരിഗോവിന്ദന്റെ വിഷയമായാലും ഇതൊക്കെ എന്നെ സഹായിച്ചത് അവരാണ്, എനിക്ക് 10,000 രൂപ അവിടെ വേദിയിൽ കൊണ്ട് തന്നു, എനിക്ക് അംഗീകാരം തന്നു എന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, ഇത്രയധികം സോപാന സംഗീതത്തിന്റെ ഗായകൻ എന്നൊക്കെ പറയുമ്പോഴും ഇതിനെല്ലാം വളർത്തിയതിന്റെ പിന്നില് നമ്മുടെ ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുണ്ട്, ഹിന്ദു വിശ്വാസികളുണ്ട്. ഒരു ക്ഷേത്രം വളർത്തിയിട്ടില്ല, അങ്ങ് അറിവില്ലായ്മ പറയരുത്, ഒന്നുമില്ല. ക്ഷേത്ര വിശ്വാസികൾ തന്നെയാണ് അങ്ങയെ ഗായകനെന്ന് അംഗീകരിപ്പിച്ചത്. അങ്ങയെ ഗായകനായിട്ട്, സോപാന സംഗീത ഗായകനായിട്ട് അങ്ങയെ അംഗീകരിച്ചത് ഹിന്ദു സമൂഹമല്ല എന്ന് അങ്ങ് ഇന്ന് നിഷേധിച്ചാല് അങ്ങ് നെറുകേടിന്റെ ഉച്ചസ്ഥലയിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറയും. കാരണം ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം ഈ നാട്ടിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേറ്റം അനുഭവിച്ച സമൂഹമാണ്. ഇവിടെ ലവ് ജിഹാദ് തെറ്റിദ്ധാരണയാണെന്നാണ് അങ്ങ് സൂചിപ്പിച്ചു പോയത്. ലവ് ജിഹാദ് തെറ്റിദ്ധാരണയാണെങ്കിൽ നിമിഷ ഫാത്തിമയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് എന്ത് തെറ്റിദ്ധാരണയാണ്? പറയാത്തത് പറയരുത്. ഞാൻ അങ്ങയുടെ പ്രഭാഷണം ഇങ്ങനെ കാട് കയറിക്കൊണ്ടിരുന്നാല് എനിക്ക് എല്ലാത്തിനും കൂടി പോയിന്റ് വെച്ച് മറുപടി പറയാൻ പറ്റില്ല. അങ്ങ് കുറെ കാര്യങ്ങൾ പറയാതെ നമ്മുടെ റെക്കോർഡ് ലൈവാണ്, വീണ്ടും പരിശോധിക്കാം. അങ്ങ് പറഞ്ഞിട്ടുള്ളത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ചില തെറ്റിദ്ധാരണകൾ എന്നാണ് അങ്ങ് പറഞ്ഞു പോയത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ട് അങ്ങയുടെ ആ കാര്യം ഇപ്പോഴേ വ്യക്തമാക്കി തരാം. ഞാൻ പറഞ്ഞതല്ല, ലവ് ജിഹാദിലേക്ക് പെൺകുട്ടികൾ പോകുന്നത് സ്വന്തം വീട്ടിലുള്ള ആളുകൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ലവ് ജിഹാദ് തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വ്യാഖ്യാനിക്കാനാണെങ്കിൽ ചർച്ചയിൽ കാര്യമില്ല. ലവ് ജിഹാദിനെ കുറിച്ച് അങ്ങ് കൊടുത്ത വിശദീകരണം എന്താണെന്ന് ഈ വീഡിയോയിൽ ഉണ്ടാവും. ബൈജുഭായി പിന്നീട് അതിന്റെ ക്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. അത് കൃത്യമായി കേട്ടിട്ട് തന്നെയാണ് ഞാൻ മറുപടി പറയുന്നത്. അങ്ങയുടെ പ്രഭാഷണം ഏതാ കേട്ടില്ല. ഹരിപാലട്ജി തുടർന്നിട്ട് കൺക്ലൂഡ് ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ഒരു തവണ സംസാരിച്ചിട്ടുള്ളൂ, ഇടയ്ക്കിടയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല, കേട്ടിരിക്കല്ലോ. ഞാൻ പറഞ്ഞത് ലവ് ജിഹാദിന്റെ 100 തിക്താനുഭവങ്ങൾ, ലവ് ജിഹാദിൽ പെട്ട് കഷ്ടതകൾ അനുഭവിച്ച 100 കുടുംബങ്ങളിലെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് കൗൺസിലിങ്ങിന് വിധേയമാക്കി ആർഷവിദ്യാ സമാജം പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിച്ച് അവരെയൊക്കെ തിരികെ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു ഹെൽപ്പ് ലൈൻ പോലുള്ള സംഘടന ഞങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വളരെ വിഷമകരമായിട്ടുള്ള ചരിത്രം ഞങ്ങളുടെ അനുഭവമാണ്. ആ അനുഭവത്തെ അത് തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചാല് അതിനെയൊന്നും കേട്ടിരിക്കാനുള്ള സഹിഷ്ണുത ഞങ്ങളെപ്പോലുള്ളവർക്ക് ഉണ്ടാകില്ല. അല്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും സഹിഷ്ണുത ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണിത്. ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല. അല്ല, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് ഇനി സഹിഷ്ണുത കാണിക്കുവാൻ ഹിന്ദുവിന് മനസ്സില്ല എന്ന് തന്നെയാണ് ഞാൻ അങ്ങയോട് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും വച്ചുപൊറുപ്പിക്കില്ല ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുത്തെ കേരളത്തിൽ വളർന്നു വരുന്ന ജിഹാദി പ്രവർത്തനത്തെ തടയുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിലിനി ഏത് ജാതീയ വ്യവസ്ഥയിൽ പറഞ്ഞാലും, എത്ര കണ്ട് ഹിന്ദു സമാജത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും, മുഴുവൻ ഹിന്ദു സമൂഹത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ഹിന്ദു സഹോദരങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്ന് ഞാൻ പറയുന്നു ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ പെട്ടുപോകരുത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മൾ പെട്ടുപോകരുത്. വികലമായിട്ടുള്ള ഏതെങ്കിലും ചില പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കണ്ടിട്ട് ദാറുൽ ഇസ്ലാം പോലുള്ള ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന് പോലുള്ള വലിയ ആശയങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നാം പെട്ടുപോകരുത്.
എന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം അകപ്പെടുന്നത് വളരെ നാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJP-യുടെ വക്താവായിരുന്ന, സംസ്ഥാന വക്താവായിരുന്ന വ്യക്തി പോലും പാർട്ടി വിട്ടിട്ട് BJP വിട്ടിട്ട് നേരെ പോയത്, ആശീർവാദം വാങ്ങാൻ വേണ്ടി പോയത് പാണക്കാട്ട് തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള യുക്തി എന്ന് നാം ചിന്തിക്കണം. ഞാനിപ്പോ ഹരിഗോവിന്ദൻജിയോടും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ചിന്താഗതി വച്ചു പുലർത്തുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയോട് ഞാൻ പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശത്രുവായിട്ട് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കരുത്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ശത്രുവായിട്ട് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കരുത്. നിങ്ങൾ ഈ കേരളത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ പൊതുശത്രുവായിട്ട് മാറരുത്. നിങ്ങൾ ക്ഷേത്രങ്ങളെ ശത്രുസ്ഥാനത്ത് നിലയുറപ്പിക്കരുത്. നിങ്ങൾ ഈ ധർമ്മവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാവണം. നിങ്ങൾ ഈ നാട്ടിലുള്ള ജാതീയ വ്യവസ്ഥിതിക്കെതിരായിട്ട് നിരന്തരം ശബ്ദിക്കണം. നിങ്ങൾ ഈ നാട്ടിലുള്ള അനീതിക്കെതിരായിട്ട് നിരന്തരം പോരാടണം. പക്ഷേ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഉറച്ച ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ആ ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ധർമ്മത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ ധർമ്മം എന്ന് പറയുന്നത് എന്റെ പൗരാണികര എന്റെ കൈകളിൽ പകർന്നു തന്ന പവിത്രമായിട്ടുള്ള നമ്മുടെ ജീവിതചര്യയാണ്, നമ്മുടെ ധർമ്മമാണ്. അങ്ങ് തുടക്കത്തിൽ പറഞ്ഞു രാവിലെ ജപിക്കുന്നതിനെ കുറിച്ചും ആ ജപമാല കൊണ്ടുപോയതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ആ ജപമാല നമ്മുടെ കയ്യിൽ കരുതുവാൻ വേണ്ടിയിട്ട് മറ്റാരുടെയെങ്കിലും അനുവാദം, ഞാൻ ഇത് ജപിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് മറ്റാരുടെയെങ്കിലും അനുവാദം അങ്ങേക്ക് വാങ്ങിക്കേണ്ടി വന്നു എങ്കിൽ അത് ഗതികേടാണ്. ആ ജപമാല ഞാൻ കൊണ്ടു നടക്കുന്നത് മറ്റൊരാളെയും ബോധ്യപ്പെടുത്താതെ സ്വതന്ത്രമായിട്ട് ഈ നാട്ടിൽ വിശ്വസിക്കാനും ജപിക്കാനും ഒക്കെയുള്ള ശേഷി നമുക്കുണ്ടാവണം. എന്തറിയോ, അത് കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ സമയം ഒരു ഔചിത്യത്തിൽ സംസാരിക്കൂ. ഞാൻ അങ്ങേ കേട്ടിരിക്കുകയാണ്. ഒന്ന് വൈൻഡപ്പ് ചെയ്യൂ. കാരണം ഇപ്പൊ ഹരി പാലോട്ജി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേക്ക് എന്തെങ്കിലും തിരിച്ചു ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയ ദൂരീകരണമോ ഉണ്ടല്ലോ, എന്നെ പറയാൻ സമ്മതിക്കണമല്ലോ. എന്നിട്ട് ബാബാജിയിലേക്ക് പോവാം. ആദ്യം ഹരി പാലോട്ജി മനസ്സിലാക്കേണ്ടത്, അങ്ങേക്ക് മൊത്തം ഹിന്ദു സമാജത്തിന്റെയും വക്താവാകുവാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല എന്ന് അങ്ങ് ആദ്യം മനസ്സിലാക്കുക. ഒന്ന്, ഞാൻ കുറച്ച് പറയുന്നുള്ളൂ. ഒന്ന്, മൊത്തം ഞാൻ പറയുന്നതിന് മറുപടി ഞാനും കൂടെ പറയാം. അങ്ങ് എല്ലാ വിഷയത്തിലും ഇടപെട്ടതാണ്. മൊത്തം ഹിന്ദു സമാജത്തിന്റെ വക്താവാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങയുടെ അനുവാദം വേണ്ട. ഒരു ഇസ്ലാമിക ജിഹാദിയുടെയും കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരാളിന്റെ അനുവാദം വാങ്ങിയിട്ടല്ല ഞാൻ ഹിന്ദു സമാജത്തിന്റെ വക്താവാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങയെപ്പോലുള്ള ആൾക്കാരുടെ ഇത്തരത്തിലുള്ള സ്വയം പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരെ ഞാൻ അങ്ങനെ വില വെക്കാറില്ല. പിന്നെ ഇത് ചർച്ച ആയതുകൊണ്ട് നമ്മൾ മാനിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് വിടൂ. അടുത്ത കാര്യം, ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ശാഖ എടുത്തുകൊണ്ടിരിക്കുന്ന സംഘശാഖയുടെ മുറ്റത്ത്, ക്ഷേത്രമുറ്റത്താണ്, ക്ഷേത്രമുറ്റത്ത് മറ്റ് 2 കൂട്ടരാണ് ആ ശാഖയുടെ അനുകൂലകരായിട്ട് നിൽക്കുന്ന 60ഉം 50ഉം വയസ്സുള്ള ആളുകൾ തമ്മിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതിന് അവിടെ ഞാൻ തിരുത്തി കൊടുത്തില്ല എന്നാണ് നിങ്ങൾ മണ്ടത്തരം പറഞ്ഞത്. അതിനെയും ഞാൻ തള്ളിക്കളയുന്നു. പോട്ടെ, ഞാൻ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഞാൻ ചിറ്റൂർ കോളേജിൽ പഠനത്തിൽ പോയി. ഞാൻ ശാഖയുടെ 8ാം ക്ലാസ് പഠിക്കുന്ന ശാഖയുടെ മുഖ്യ ശിക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ പിടിച്ച് നിർത്തിയതാണ്. അവിടെ എന്താ പറയാ, അവിടുത്തെ ഉന്നത സമൂഹത്തിൽപ്പെട്ട ഒരാൾ ശാഖയിൽ വരുന്നുണ്ട് തോന്നലുണ്ടാക്കാൻ അവർ പിടിച്ചു നിർത്തിയതാണ്. ഞാനതിന് വിരോധം പറഞ്ഞിട്ടില്ല. എന്റെ അച്ഛൻ അന്നേ പറഞ്ഞിരുന്നു. നിങ്ങൾ ഉന്നത സമുദായത്തിന്റെ ഭാഗമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു നികൃഷ്ടമായിട്ടുള്ള ചിന്താഗതിയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ ഹരിജനങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ശാഖയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് മാത്രമല്ലാത്ത ആളുകൾ ഇതിൽ വരുന്നുണ്ട് തോന്നലുണ്ടാക്കാൻ. ഹിന്ദു സമൂഹമായിട്ട് അങ്ങ് അംഗീകരിക്കുന്നില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങളൊന്ന് മര്യാദയ്ക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കൂ. നിങ്ങൾ എന്റെ വാക്കിൽ കയറി ഓരോന്നിനും പറയാനാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒരാളാണ് നിങ്ങൾ ഒരു വിവരമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം തന്നെ സത്യത്തിലില്ല. എങ്കിൽ പോലും ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ 10,000 നിങ്ങൾക്കറിയോ, നിങ്ങൾ ഓരോ വാക്കിലും അതിന്റെ പുറകിൽ എനിക്ക് 50 വയസ്സുണ്ട്. ഹിന്ദു സമാജത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ആളോട് ഇത്രയധികം വിവേകം പുലർത്താൻ ഹിന്ദു സമാജത്തെ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ സംഘപരിവാറിലെ ആളുകളുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ മദ്യപാനികളാണ്, ക്ഷേത്ര ഭാരവാഹികൾ മദ്യപിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കാണിക്കൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, തിരുമാന്താവുന്ന ക്ഷേത്രത്തിലെ ഓഫീസിലെ ജീവനക്കാർ 6 പേർ കഴിഞ്ഞ പൂരക്കാലത്ത് മദ്യപിച്ച് സസ്പെൻഷനിലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വെറുതെ വേണ്ട, ഇതാണ് നിങ്ങൾ നുണപ്രചരണം നടത്തുന്ന ആളുകളാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. നിങ്ങളുടെ പ്രഭാഷണ ചാതുരി കൊണ്ടൊന്നും സത്യത്തെ മറച്ചു വെക്കാൻ പറ്റില്ല. ഇനി ഞാൻ പറയട്ടെ,
10,000 രൂപ കൊണ്ടുവന്ന് തന്നു എന്നതല്ല. ഞങ്ങൾക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ധാരാളം കാര്യങ്ങളുള്ളപ്പോ എന്തിനാണ് ഞാൻ അങ്ങേപ്പോലുള്ള ഒരു നിസ്സാര ഒരു വ്യക്തിയുടെ പുറകെ പോകുന്നത്? കണ്ടോ, എന്നെ നിസ്സാരൻ എന്ന് പറയുന്നു. സമൂഹത്തിലുള്ള ഒരു സാധാരണ ഹിന്ദു മാത്രമാണ് അങ്ങ്. ഇതിനപ്പുറത്തേക്ക് അങ്ങ് ഒന്നുമല്ല. എന്റെ കല മനുഷ്യ കേൾക്കൂ, എന്റെ കലാരൂപം ഇവിടെ ഹിന്ദുക്കളാണ് പ്രചരിപ്പിച്ചതെന്നും. ക്ഷേത്രമുണ്ടെങ്കിലും ഹിന്ദു ഉണ്ടെങ്കിലാണ് അങ്ങയുടെ കലയ്ക്ക് വില, അല്ലെങ്കിൽ അങ്ങയുടെ കല ആർക്ക് വേണം? ഞാൻ പറയട്ടെ, എന്നെ നിങ്ങൾ പറയാൻ എല്ലാവരും എന്നെ പറയാൻ സമ്മതിക്കണം. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിലുള്ള മറുപടിയാണ് ഓരോന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോവാണ് ഞാൻ, സമയം ലാഭിക്കാൻ. എന്നെ പറയാൻ സമ്മതിക്കണം. ഹിന്ദുക്കളാണ് സോപാന സംഗീതം പ്രചരിപ്പിച്ചതെന്ന് പറയാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? എന്റെ പിതാവിനെ ക്ഷേത്ര നടയിൽ വെച്ച് അപമാനിച്ചിട്ടാണ് അദ്ദേഹം ക്ഷേത്രത്തിന്റെ നട വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം പുറത്തിറങ്ങി നാട്ടുകാരുടെ മുമ്പിൽ റോട്ടിലും വീട്ടിലും കാട്ടിലും സോപാന സംഗീതം പാടാൻ തുടങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സോപാന സംഗീതം കേൾക്കാൻ തുടങ്ങിയത്. അതല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് കാണുന്ന ആളുകൾ സോപാന സംഗീതം അമ്പലനടയിൽ മാത്രം നടന്നിരുന്ന ഒരു വഴിപാട് പോലെ നടന്നിരുന്ന ആ പാട്ടുരൂപത്തെ തിരുവനന്തപുരത്തുള്ള കാവാലം നാരായണ പണിക്കരും നെടുമുടി വേണുവും അത്തരത്തിലുള്ള ആളുകളും കണ്ടെത്തിയിട്ട് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് അതിന് അവാർഡ് കിട്ടിയിട്ട് അങ്ങനെ ഒരു കലാരൂപം ഉണ്ടെന്ന് ജനം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായ സോപാനക്കാരന്റെ പേര് ഇപ്പൊ പറയൂ. ഞെരളത്ത് രാമപ്പൊതുവാൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട് ശീലിച്ച ഒരു സോപാനക്കാരന്റെ പേര് പറയൂ. കഴിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ പുറത്തിറങ്ങി പാടിയപ്പോ സ്വന്തം സമൂഹമാണ് എന്തോ ഒരു ദേവകലയായിട്ടുള്ള കല. അദ്ദേഹം പട്ടിണി കൊണ്ടാണ്, പൈസ കൊടുക്കില്ല, അംഗീകരിക്കില്ല. അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ സനാതനധർമ്മ പ്രഘോഷണങ്ങളും പ്രഭാഷണങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കും. നിങ്ങളൊരു 10,000 രൂപയിൽ കയറി പിടിച്ചു. 10,000 രൂപക്ക് അല്ല ഞാൻ പറഞ്ഞത്, അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടാതെ കൊണ്ടുവരാൻ മനോഭാവം കാണിച്ചത് അവരാണ്. അത് അവർ പറഞ്ഞു ഇതിന് പബ്ലിസിറ്റി കൊടുക്കണ്ട. കാരണം എന്താണ്? അവർക്ക് ആളാവാൻ വേണ്ടി ചെയ്തതല്ല. അങ്ങനെ ഒരു തരത്തിലും എന്നെ ആരും പ്രലോഭിപ്പിച്ചിട്ടില്ല. ഞാൻ നേരിട്ടാണ് അങ്ങോട്ടാണ് മെസ്സേജ് അയച്ചത്. എന്റെ കയ്യിൽ ഇപ്പോഴും മെസ്സേജ് ഇരിക്കുന്നുണ്ട്. എനിക്ക് ലീഗിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് അങ്ങോട്ടാണ് മെസ്സേജ് അയച്ചത്. അല്ലാണ്ട് എന്നെ ആരും ട്രാപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ഇസ്ലാം മതത്തിലല്ല ചേർന്നിട്ടുള്ളത്. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർലമെന്ററി പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ചേർന്നിട്ടുള്ളത്. അതെങ്കിലും അത്യാവശ്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? നിങ്ങളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിന് നുണ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാൻ ഞാൻ ചില്ലറ ഉദാഹരണങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ഇത് സംഘപരിവാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ആണ് ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്താണ്. ഇതല്ലാത്ത അനവധി വിഷയങ്ങളുണ്ട്. ഞാൻ സൗഹാർദ്ദപൂർവ്വമാണ് ഈ വിഷയങ്ങൾ പങ്കുവെച്ചിട്ടുള്ളത്. എന്റെ ദുരനുഭവങ്ങൾ 50 വർഷമായി, 1-2 അനുഭവമല്ല, ഏറ്റവും അടുത്തുള്ള അനുഭവങ്ങൾ മാത്രം പറഞ്ഞതാണ്. 50 വർഷമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. 50 വർഷം. എന്റെ പിതാവിന് 61 വയസ്സുള്ളപ്പോൾ ജനിച്ചതാണ് ഞാൻ. എന്റെ പിതാവ് പട്ടിണി കിടന്ന് ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഒരു സംഘപരിവാരനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നിപ്പോ എന്റെ അച്ഛനെ കുറിച്ച് മഹത്വ പ്രചരണം നടത്തുന്ന ഒരുത്തനും എന്നെ ഹിന്ദു സംസ്കാരം പഠിപ്പിക്കണ്ട. ഞാൻ ഹൈന്ദവ ധർമ്മം എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ സർവധർമ്മ സമഭാവന എന്നെ പഠിപ്പിക്കണ്ട. കാരണം അതനുസരിച്ചിട്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേരാൻ കഴിയുന്നത്. ഈ സർവധർമ്മ സമഭാവന ഉള്ളത് കൊണ്ടാണ്. ഞാനൊരു വ്യക്തിയെയും ജാതീയമായിട്ട് അധിക്ഷേപിച്ചിട്ടില്ല. നിങ്ങള് ഇത്തരത്തിലുള്ള എല്ലാത്തിന്റെയും ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെ നിങ്ങളുടെ അല്പത്തരമാണ്. മനസ്സിലായില്ല? നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ വലിയ ആളാണെന്ന് കാണിക്കാനാണ്. നിങ്ങൾ ഈ ഹൈന്ദവ സംഘടനയിൽ നിങ്ങൾ ആരുമല്ല, ഹിന്ദു പരിവാര സംഘടനയിൽ നിങ്ങൾ ആരുമല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വമില്ല, അവകാശവുമില്ല. പക്ഷെ സ്വയം ചമയുകയാണ്. നിങ്ങൾക്ക് സ്വയം പറയാം ഞാൻ വലിയ ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിന് എനിക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അല്ല, എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് നമ്മളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നോട് പ്രവർത്തിക്കുന്നത് എന്തോ അത് മാത്രമാണ് എന്റെ മാനദണ്ഡം. നിങ്ങൾ പറഞ്ഞേ, കേൾക്കൂ. നിങ്ങൾ എന്നോട് പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞ് തീരാൻ സമ്മതിക്കൂ. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞു വരുന്നില്ലേ? ദാറുൽ ഇസ്ലാം കേൾക്കൂ. ഇന്ത്യൻ മുസ്ലിം ലീഗിലല്ല. താങ്കൾ തൊപ്പി വെച്ച് നിസ്കരിച്ചു പോയാലും എന്നെ സംബന്ധിച്ചോ ഹിന്ദു സമൂഹത്തെ പിന്നെ എന്തിനാണ് എനിക്ക് ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. പബ്ലിക് ചാനലാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുത്തതല്ല, ഞാൻ പറഞ്ഞത്. നിങ്ങൾ അസ്വസ്ഥനായി. എന്നെ സംബന്ധിച്ചൊന്നുമല്ല. ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്? ഞാൻ പബ്ലിക്കിനോടാണ് പറഞ്ഞത്. ഇതൊരു പബ്ലിക് ചാനൽ പ്ലാറ്റ്ഫോമിലേക്കുള്ള വീഡിയോ ആണ്, അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് സംസാരിച്ചതല്ല. അല്ല,
നിങ്ങൾ അസ്വസ്ഥരായി. നിങ്ങളല്ല, നിങ്ങളെ പോലെ 10,000 ഞാൻ ലീഗിൽ ചേർന്നപ്പോൾ നിങ്ങളെ പോലെ 10,000 അസ്വസ്ഥരായി. അവഗണിച്ചു വിടാമായിരുന്നില്ലേ? അവൻ പോയി പണി നോക്കട്ടെ എന്ന് പറയായിരുന്നില്ലേ? എന്തേ സാധിക്കാത്തത്? നിങ്ങൾക്ക് ഭയമുണ്ട്, അതാണ്. ആ ഭയം പ്രചരണത്തിലൂടെ നേരിടാൻ ശ്രമിക്കരുത്. അതല്ലേ ഞാനിപ്പോ 100 പ്രാവശ്യം പറയുന്നത്, നിങ്ങൾ പോയി പണി നോക്കാൻ. അതിപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് അതിനൊന്നും കഴിയില്ല. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോ ഇത്രയും ഒരു നികൃഷ്ട മനസ്സിന്റെ ഉടമയാണ് താങ്കളെ പോലുള്ള ഒരു വൃത്തികെട്ടവനോട് സംസാരിക്കേണ്ടി വന്നത് എനിക്ക് മാനക്കേടാണ്. നിങ്ങളുമായിട്ട് ഇത്തരത്തിലൊരു വേദി പങ്കിടാൻ പോലും താങ്കളായിട്ട് സംസാരിക്കേണ്ടി വന്നത് ഹരിഗോവിന്ദന് നാണക്കേടാണ്. ഹരിഗോവിന്ദൻ എന്ന വ്യക്തിയുടെ നാണം കെട്ട ദിവസമാണ് താങ്കളോട് സംസാരിക്കേണ്ടി വന്നത്. താങ്കൾ പോയി പണി നോക്കണം. ഒരു വേദി പങ്കിടാൻ പോലും തയ്യാറാവാതെ ഒഴിയേണ്ടതാണ് ഒരു സ്വാഭിമാനി ഹിന്ദു. കാരണം നമ്മൾ പരസ്പരം വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അയാളുടെ എന്റെ ഭാഷയാണോ മാറിയത്? എന്റെ ഭാഷയാണോ മാറിയത്? ഭാഷ രണ്ടുപേരും മാറിയിട്ടുണ്ട്. രണ്ടുപേരും നമ്മൾ അനുകൂലിക്കാൻ അത് പറയാം. അത് മോശമാണ്. നമ്മള് ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ ഞാൻ അങ്ങേക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. അല്ലല്ലേ, എന്റെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന അയാൾക്ക് നാണക്കേടാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നാണക്കേടാവില്ലേ? ഞാൻ അത്ര മോശപ്പെട്ടവനായതുകൊണ്ടാണോ? ഞാന് പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്തല്ല, പക്ഷെ ഞാന് ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇരുന്നിട്ടുമാണ് ഞാൻ ഹരിഗോവിന്ദജിയെ ചർച്ചയ്ക്ക് വിളിച്ചത്. കാരണം നമ്മൾക്ക് പരസ്പരം നമ്മളുടെ അഭിപ്രായങ്ങളൊന്നും ആർക്കും പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ വളരെ മാന്യമായിട്ട് ഹരിഗോവിന്ദജിയെ വിളിച്ചത് ഈ വിഷയങ്ങൾ ജനങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ്. കണ്ടള ബാബാജി, എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോ രണ്ട് കൂട്ടരുടെയും പ്രതികരണം അങ്ങ് കേട്ടു. നമ്മുടെ ഹരി പാലോഡ്ജി HB സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഒരു ഹിന്ദു സംഘടനാ വക്താവ് കൂടിയാണ് അദ്ദേഹം. ആ ഒരു ലെവലിലും പിന്നെ നമ്മുടെ ഹരിഗോവിന്ദജിയുടെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും അങ്ങ് കേട്ടു. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇതിനെ കൂടാതെ ബൈജുജി ആണെങ്കിലും അല്ലല്ല, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാം, ഓൺലൈനിൽ ചർച്ചയിൽ. ബൈജുജി ആണെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ഒരു എന്റെ സംസാരത്തിൽ അങ്ങയോടാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്ന ആശയങ്ങളിൽ ഞാൻ എന്താ വെച്ചാൽ ഇനി കൂടുതൽ വിശാലതയിലേക്ക് വരുന്നില്ല, അങ്ങോട്ടാണ് പറഞ്ഞിട്ടുള്ളൂ. അന്നൊരിക്കലും ബൈജുജി നമ്മളെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് അങ്ങയോട് പറഞ്ഞു എന്നല്ലാണ്ട് വേറെ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം എന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ അതുവരെ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ വല്ലാണ്ട് വയലന്റ് അല്ലാണ്ട് പറയേണ്ടടുത്ത് പറയുന്നുണ്ട്. ഭരണഘടനയെ മുൻനിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഈ ഒരു വിഷയം, ഈ ഹരിഗോവിന്ദൻജിയുടെ ഈ ഒരു മുസ്ലിം ലീഗിലേക്കുള്ള പ്രവേശനം നമ്മൾ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടത്. ഏകദേശം ഒരു ഉച്ചയോടുകൂടി കണ്ട് ഇന്നലെ മിനിഞ്ഞാന്നിട്ടാണ് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു തോന്നുന്നു. അപ്പൊ എന്തായാലും കല്ലടിക്കോടാണെന്നുള്ളത്. അന്ന് രാത്രി നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പച്ചക്കറിക്ക് വേണ്ടി ഫാമിലിയോട് നിർത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു തരാൻ പറഞ്ഞു, വിളിച്ച് സംസാരിച്ചു. പണ്ടെങ്ങോ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്, വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതാണ് അദ്ദേഹം. ഞാൻ അങ്ങയുടെ നമ്പർ കണ്ടെത്തി അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ എല്ലാം പറയാം, അങ്ങ് ഇടയിൽ കയറില്ലേ, ഞാൻ അങ്ങക്ക് അവസരം ഇടയിൽ കയറി എന്റെ സംസാരം കട്ടാവും. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രം പറഞ്ഞതാ. ഞാൻ തന്നെ വിശദീകരിക്കും. അപ്പോ എന്താ പറയുക, ഞാൻ ഒരിക്കലും അങ്ങ് പറഞ്ഞതിന് ദുർവ്യാഖ്യാനം ചെയ്യൊന്നുമില്ല, അതൊന്നും അങ്ങ് കരുതണ്ട. അപ്പൊ എന്താ വെച്ചാല് അന്ന് അദ്ദേഹം എന്റെ നമ്പർ സംഘടിപ്പിച്ചു. ഞാൻ അന്ന് നമ്പറൊക്കെ കൊടുക്കും. നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹം വിളിച്ചു. അന്ന് ഞാനുള്ളത് പെരിന്തൽമണ്ണയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ അന്ന് നിൽക്കുന്നത്. പണിക്ക് നിൽക്കല്ല, ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയിട്ടാണ്. ആ സമയത്ത് അദ്ദേഹം വിളിക്കുന്നു. ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്, ശ്രീകൃഷ്ണപുരത്ത് എനിക്ക് 1 ഏക്കറോളം ഭൂമി, 1 ഏക്കറാണ് തോന്നുന്നു, 1 ഏക്കർ ഭൂമിയുടെ പാടം എന്തോ ആണ്, അത് അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ തരാം, എനിക്ക് പൈസ ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ഒന്നുമല്ല. ഞാൻ അങ്ങ് പറയുന്ന ആചാരപരമായ കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്നിരുന്നാൽ പോലും അങ്ങ് ഉയർത്തുന്ന ഒരു ആശയമുണ്ട്, അതിനോട് ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് എന്റെ ഭൂമി തരാം, അങ്ങ് അത് പറ്റുകയാണെങ്കിൽ ഏറ്റെടുത്തോളൂ, അത് സൗജന്യമായി തരാന്നാണ് അല്ലേ? സൗജന്യമായി ഞാനത് പറയാം തീർച്ചയായിട്ടും. അപ്പൊ എന്താ വെച്ചാല് അദ്ദേഹം അത് വെറുതെ തരാ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ വെച്ചാൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കാലത്തും സമ്പത്തും സ്വത്തും പണമൊന്നും ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ചാൽ അദ്ദേഹം തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് പ്രവർത്തിക്കാൻ ഇതുകൊണ്ട് ഭൂമി പോലും ഇല്ലാണ്ട് ഇന്ന് ഞാൻ കഷ്ടപ്പെടും. ഇപ്പൊ ഇത്ര ഹിന്ദുത്വം പറഞ്ഞ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. ഹിന്ദുത്വം പറഞ്ഞ അങ്ങേക്കറിയാം, അങ്ങ് തൃശ്ശൂർ കൊണ്ട് എന്റെ ഓഫീസ് കണ്ടതാണ്. രാജ്യത്ത് ഒരു ദേവസ്വം ബോർഡ് തന്ത്രിയായിരിക്കുന്ന ചണ്ടാള ബാബയ്ക്ക് ഒരു തുണ്ട് ഭൂമി തരാൻ ഇന്ത്യയിൽ ഹിന്ദു ഇല്ല. ഇത് പറഞ്ഞ ജാതി പറയാന്ന് പറയും. മാധവജിക്ക് ഭൂമി കൊടുത്തത് കൊട്ടിഘോഷിക്കും. കാരണം നമ്പൂതിരിമാർക്ക് തന്ത്രം പഠിക്കാനാണ്. ഞാൻ പഠിപ്പിക്കുന്നത് നമ്പൂതിരിയെയും പാണനെയും പറനെയും മാപ്പിളയും ക്രിസ്ത്യാനിയും ഒക്കെ മനുഷ്യരായി പറഞ്ഞൊക്കെ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. അതും ബ്രാഹ്മണ തന്ത്രമല്ല, ഹിന്ദുയിസം എന്ന് പറഞ്ഞ. ഇപ്പൊ തന്നെ ഞാൻ ഹരിപാലോജി എന്റെ ഈ ചർച്ചയിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം അദ്ദേഹം പോലും അറിയാതെ പറഞ്ഞ ഭാർഗവ ക്ഷേത്രം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു?
ഇത് പരശുരാമന്റെ കേരളമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിയാളന്മാരാണ്, ഞങ്ങളുടേതാണ് ഈ നമ്മൾ. പക്ഷെ ഒരു ഹിന്ദുത്വനും ഇതുവരെയും അത് പറയുന്നില്ല. എന്നിട്ട് ഇവർ പറയും വിശാല ഹിന്ദുത്വം. അരിജിക്കുന്ന ജാതി ഉണ്ട് നല്ല പാണതയൻ. ഇവരെയൊക്കെ തലയിൽ ഇത് അറിയാണ്ട് വന്നിരിക്കുന്നത്. ഭാർഗവ ക്ഷേത്രം കേരളോൽപ്പത്തിയുടെ കള്ളക്കഥയല്ലേ? ചട്ടമ്പി സ്വാമി ആദരിക്കുന്നു എങ്കിൽ ഭാർഗവ ക്ഷേത്രം എന്ന് പറയാൻ പാടുമോ? ഭാർഗവ ക്ഷേത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണ ഭൂമിയാണെന്നും ബ്രാഹ്മണ ഭൂമിയിലേക്ക് അവർക്ക് അടിമപ്പണി എടുക്കാൻ കൊണ്ടുവന്നാണ് നായന്മാരെ എന്നും നായന്മാർക്ക് അടിമപ്പണി എടുക്കാനാണ് മറ്റുള്ളവരെ കൊണ്ടെന്നുള്ള കള്ളക്കഥയാണ്. ഹിസ്റ്ററിക്കലി അങ്ങനെയല്ല. ഹിസ്റ്ററിക്കലി തദ്ദേശീയ ജനവിഭാഗങ്ങൾ, ഇന്ന് നിങ്ങൾ പട്ടികജാതി പട്ടികവർഗം പിന്നോക്കം എന്ന് വിളിക്കുന്ന ജനവിഭാഗങ്ങൾ, ഇന്ന് നായന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ പാടെ ചേർന്ന ഒരു പ്രദേശമാണ് ഈ നാട്. ഇവിടെ ഭാർഗവന്റെ ഒരു ക്ഷേത്രവും ഇല്ല. പക്ഷെ അതന്നെ ഹിന്ദുത്വം നിരന്തരം പറയാണ്. അപ്പൊ ഇതൊക്കെ ഈ ഞാൻ അദ്ദേഹം പറഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെ എനിക്ക് ഭൂമി തരാന്ന് പറഞ്ഞത് എന്നോട് വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തി, പിന്നെ അതിനുശേഷം ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണപുരത്ത് ഞങ്ങൾക്ക് അറിയാം, ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഭൂമി കിട്ടിയാൽ കുഴപ്പമില്ല. ഞാൻ വീണ്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു. അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് വേറെ ആർക്കും കൊടുത്തുപോയി. അന്ന് ചണ്ടാളബാബ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതും വെറുതെ തന്നെയാണ് കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എനിക്ക് വിഷമമായി. കാരണം എന്റെ ഈ ഒരു ജീവിതത്തിൽ, എന്റെ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ ഭൗതികപരമായ ജീവിതത്തിൽ ഇതുവരെ ചണ്ടാളബാബയ്ക്ക് ഒരു തുണ്ട് ഭൂമി വെറുതെ തരാമെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഹരിഗോവിന്ദനാണ്. അദ്ദേഹം ലീഗിൽ പോയതോ മറ്റൊന്നും എന്റെ ഒരു വിഷയമല്ല. പക്ഷെ എന്റെ വ്യക്തിപരമായി, അതും എനിക്ക് വീട് വെക്കാൻ മാത്രമല്ല, എന്റെ ആധ്യാത്മിക പ്രവർത്തനത്തിൽ എന്റെ ആശയപരമായ എന്റെ ദൈവികമായ എന്റെ ആത്മീയമായ പ്രവർത്തനത്തിനോട് യോജിപ്പില്ലെങ്കിൽ പോലും ഞാൻ ഉയർത്തിവിടുന്ന തദ്ദേശീയ ജനവിഭാഗത്തിന്റെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞ കഥ ഇപ്പോഴും പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് മാറ്റമില്ല. നിങ്ങൾ ആര് പറഞ്ഞാൽ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, അങ്ങ് RSS സംഘപരിവാരമായിട്ട് ബന്ധപ്പെട്ട ആളല്ലേ? ഞാൻ എന്നും സംഘപരിവാരം വിമർശിക്കുന്ന ആൾ തന്നെയാണ് വേദിയിൽ പോയാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതേ കാര്യമാണ്. അദ്ദേഹം ശാഖയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കൊടിയുയർത്തുന്ന ഭാഗമായിട്ട് അവിടെ ഈ കവുങ്ങ് എന്തെന്ന് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിട്ട്, കോമളെ കവുങ്ങുണ്ടോ, അന്ന് ഇത് പിടിക്കാൻ വേണ്ടി കുറെ പട്ടികജാതിക്കാർ, പിടിപ്പിക്കാൻ കുറെ കേമന്മാർ. കാലം മാറിയിട്ടും മാറ്റമൊന്നുമില്ല. നിങ്ങളിത് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് പൊള്ളുന്നത്, നിങ്ങൾ ജാതി, ഹരിഗോവിന്ദൻജിയേക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജാതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ചണ്ടാളബാബ. ഞങ്ങളൊന്നും ഹിന്ദുമതത്തിനെ ഞാൻ ഹിന്ദുമതത്തെ പോഷിപ്പിക്കാനല്ല ഹിന്ദു ധർമ്മത്തിൽ നിൽക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അംബേദ്കർ പറഞ്ഞ പോലെ അത് എന്താ വെച്ചാൽ ചീഞ്ഞ ഒരു സാധനത്തെ നന്നാക്കുന്നത്, മലത്തെ കഴുകിയാൽ നന്നാവില്ല. അത് നന്നാവില്ല. കാരണം നിങ്ങൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? അദ്ദേഹം കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, രാമനെ കുറിച്ചൊക്കെ ഹരിപാലോജി പറഞ്ഞു. ഏത് കൃഷ്ണനാണ്? ചാതുർവർണ്ണ്യം മയാസൃഷ്ടം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ചാതുർവർണ്ണം വിശദീകരിക്കുന്നുണ്ട് ഭഗവാൻ. ഞാൻ ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം ഭഗവത്ഗീത ആരെ എഴുതിയാന്ന് എനിക്കറിയില്ല. വ്യാസനൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. വ്യാസന ഏത് വ്യാസൻ, എത്ര വ്യാസൻ, എത്ര ശങ്കരൻ എന്ന് പോലും നമുക്ക് അടിസ്ഥാനമില്ല. ഇതൊന്നും കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഇതൊന്നും ഹിന്ദുക്കൾക്ക് മനസ്സിലാവുകയുമില്ല. കാരണം അവരൊരു ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടേനെ എന്റെ ഈ ആശ്രമത്തിൽ വിളിച്ച് ഇത്ര കണ്ട് തെറി പൊളഞ്ഞൊരു വിഭാഗം, അതൊരു സ്ത്രീയോടാ. അങ്ങേക്ക് അറിയാലോ ആരാ ഫോൺ എടുക്കാന്നുള്ളത്. ഭയങ്കര സംസ്കാരമാണ്. അങ്ങ് ഇടപെടരുത്. ഇത് എന്റെ അവസരം ഞാൻ പറയട്ടെ. അപ്പോ അത്ര കണ്ട് തെറി പറഞ്ഞത് ഈ എന്താ പറയാ, ഈ പറയുന്ന ഈ ഓൺലൈൻ സംഖ്യകളാണ്. ഇതിനു മുമ്പ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞവരാണ്. ഞാനിതിന് അങ്ങേ തന്നെ ചർച്ചയിൽ ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, മുസ്ലിങ്ങളെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഒരു മുസ്ലിം എന്നെ വിളിച്ച് ഇത്ര ആക്ഷേപിച്ചിട്ടില്ല, ഇവിടുത്തെ സ്ത്രീകളെ ആക്ഷേപിച്ചിട്ടില്ല. എന്താണ് ഇവരുടെ സംസ്കാരം? എത്ര നാര്യത്വ പൂജന്തേ, ഏതാ ഇവിടെ നാരി? ഇവർക്ക് വാലട്ടി നിൽക്കുന്ന ഏതെങ്കിലും അബ്ദുള്ള കുട്ടിമാരുടെ ഭാര്യമാരൊക്കെയാണ് ഇവർക്ക് ഹിന്ദു. രാമസിംഹന്മാർ ഇവർക്ക് ഹിന്ദുവാണ്. അതുപോലെ തന്നെ ഈ എക്സ് മുസ്ലിം ആയിരിക്കുന്ന ആളുകൾ ഇവർക്ക് ഹിന്ദുവാണ്. ജാമ്യട്ടിവർക്ക് ഹിന്ദുവാണ്. ഇവരുടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനെ BJP-യെ തലോടുന്നവരാണ് ഇവർക്ക് ഹിന്ദു. അവിടെയാണ് ഇദ്ദേഹത്തെ ഞാൻ വിളിച്ച് സംസാരിച്ചത്. രാഷ്ട്രീയപരമായിട്ട് അവിടെ മാറി എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം എന്ന് വെച്ചാൽ ആദ്യം ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും ഞാൻ എന്തോ വിമർശിക്കാൻ വേണ്ടി വിളിച്ചാണ്. അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ ആരും അങ്ങനെ പറയാറില്ല. ഞാൻ ഒരിക്കലും ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി ഫോൺ ചെയ്യാറുണ്ട്. വളരെ ശാന്തമായി കേട്ടില്ല, അന്ന് ശാന്തമായിട്ടല്ലേ കേട്ടെന്ന്. പറയട്ടെ അങ്ങ് ഒന്നും പറഞ്ഞില്ല. ഞാനൊന്ന് പറയട്ടെ. ഞാൻ അത്രയും നേരം നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ടില്ല. അപ്പോ എന്താ വെച്ചാൽ സ്വതവേ ചണ്ടാളബാബയ്ക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അത് ബൈജൂജി കണ്ടു കഴിഞ്ഞു ചണ്ടാളബാബയ്ക്ക് എത്രത്തോളം ക്ഷമയുണ്ട് എന്നുള്ളത്. അപ്പൊ എന്താ വെച്ചാല് അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ച നേരത്തെ അദ്ദേഹം ലീഗിൽ പോയതൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പറയാത്തില്ല. ഇപ്പൊ ഹരി പാലോഡ്ജി പറഞ്ഞു അതൊരു ജിഹാദിന്റെ പാർട്ടിയാണ് മറ്റൊക്കെ പറഞ്ഞു. അതൊരു ഒരു ഒരു എന്താ പറയാ, ഒരു മതേതരത്വം അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊണ്ട പാർട്ടിയാണെങ്കിൽ എന്തായാലും ബ്രഹ്മദത്ത നമ്പൂരി ഉണ്ടായാൽ ശരിയായോ? അല്ല, അതാണോ ഇതിന്റെ മാനദണ്ഡം? BJP അങ്ങനെയാണെങ്കിൽ വർഗീയ പാർട്ടിയല്ലേ? RSS വർഗീയ പ്രസ്ഥാനമല്ലേ? അവിടെ എന്താണ് മുസ്ലിം ലീഗ്? അദ്ദേഹം ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് അല്ലാണ്ട് മുൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു. എന്താ മുൻ മുസ്ലിം ലീഗിൽ? നിങ്ങളെല്ലാവരും ഭാരതരത്ന ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കല്ലോ. രാജ്യത്തിന്റെ ആദ്യത്തെ നിയമമന്ത്രിയാണ് ഡോക്ടർ ഭീം. അദ്ദേഹത്തെ ആരാണ് പാർലമെന്റിൽ കൊണ്ടുവരുന്നത്? അന്ന് ഹിന്ദു മഹാസഭ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മറിച്ച് മുസ്ലിം ലീഗാണ്, ജിന്നയാണ് കൊണ്ടുവരുന്നത്.
ഇത് പറഞ്ഞാൽ അങ്ങയുടെ ഈ ഒരു വീഡിയോക്കടിയിൽ തെറി പറയുന്നത് മുഴുവൻ തന്നെ ചരിത്രം അറിയാത്തവരായിരിക്കും. മഹാനായ അംബേദ്കർ ഉള്ളത് കൊണ്ടാണ് അങ്ങേക്ക് പോലും ഈ മാധ്യമം നടത്താൻ പറ്റുന്നത്. അംബേദ്കർ ഉള്ളത് കൊണ്ട് അംബേദ്കർ മാത്രമല്ല, അദ്ദേഹം ചെയർമാനാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം എല്ലാ മനുഷ്യർക്കും ഈക്വാലിറ്റി വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഈക്വാലിറ്റിയുടെ ബലത്തിൽ സംസാരിക്കുന്നവൻ മനുസ്മൃതിയെ കുറിച്ചോ മറ്റ് ശാങ്കരസ്മൃതികളെ കുറിച്ചോ ഇവിടുത്തെ ജീവിത വ്യവസ്ഥയെ കുറിച്ചോ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഹരിപാലോജി പറഞ്ഞൊരു വാക്ക് വളരെ എന്താ പറയാ, ഈ പാർലമെന്ററി ഈ സംവിധാനത്തിന് യോജിക്കാത്താണ്. ഇതിനെ ഞങ്ങൾ ഇല്ലാണ്ടാക്കും, നേരിടുന്ന പറഞ്ഞു. അപ്പോൾ ഇത്തരം ആളുകളുടെ ഭരണം വന്നാൽ ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഞങ്ങൾക്ക് ആകുലതയുണ്ട്. ഒരു മുസ്ലിം പറഞ്ഞാൽ എപ്രകാരം തീവ്രവാദമാണോ അതുപോലെ. അപ്പൊ അവിടെയാണ് മഹാനായ അംബേദ്കർ പ്രവർത്തിച്ച, അന്ന് അദ്ദേഹം ഹിന്ദുവാണ്, ബുദ്ധ മതത്തിലേക്ക് പോയിട്ടില്ല, ബുദ്ധമതവും ഹിന്ദുവിന്റെ ഭാഗമാണ് ഭരണഘടനാപരമായിട്ട്. എന്നാലും അംബേദ്കർ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിനുശേഷം വരാം, കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കൃഷ്ണഭക്തൻ ഉണ്ടായിരുന്നു കേരളത്തിൽ, ഒരു പട്ടികജാതിക്കാരൻ. ഹരിജനം എന്നൊന്നും ആരും പറയരുത് കേട്ടോ. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഹരിഗോവിന്ദൻജി ഇനി അങ്ങോട്ട് രാഷ്ട്രീയത്തിലേക്കാണ്. ഹരിജനം എന്ന് പറയരുത്, അത് ബാൻ ചെയ്യപ്പെട്ട വാക്കാണ്. ഹരിജനം എന്നുള്ള പേര് ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ തന്തയില്ലാതെ പറഞ്ഞവരല്ല, ഞങ്ങൾ തന്തയ്ക്ക് പറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹരിജനങ്ങളല്ല. ഹരിജനം എന്നുള്ളത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ദേവദാസികൾക്ക് അച്ഛനാരെന്നറിയാതിരുന്ന കുട്ടികളെ വിളിച്ചിരുന്ന പേരാണ് ഹരിജനം എന്നുള്ളത്. അത് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ദലിത് എന്ന് വിളിച്ചോളൂ, ചിന്നിച്ചതറി എന്ന് വിളിച്ചോളൂ, ഞങ്ങൾക്ക് ആ പ്രയോഗത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ശരി, അതല്ല ഞാൻ അങ്ങയോട് സൂചിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് അങ്ങ് ഹരിപാലോട് പറയുമ്പോൾ പറയരുത്. കാരണം അങ്ങനെ പൊളിറ്റീഷ്യനാണ്. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങയുടെ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് രാഷ്ട്രീയമാണ്. ഞാൻ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയാൽ ഇതുപോലെ ആയിരിക്കില്ല, എല്ലാവരും എന്നെയും പറയും. അപ്പൊ എവിടെയാണ് ഞാനത് തിരുത്താണ്. ഇനി അങ്ങോട്ട് ഹരിജനം എന്ന് പറയരുത്, പറഞ്ഞത് തിരുത്തി കൊടുക്കുന്നതാണ്. അത് ബാൻ ചെയ്താണ്. ദലിത് ബാൻ ചെയ്താൽ പോലും ദലിത് പിന്നീടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അത് ബാൻ ചെയ്യേണ്ട എന്നുള്ളത് ഈ സമുദായങ്ങളുടെ കാഴ്ചപ്പാടാണ്. അംബേദ്കർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെയാണ് കേരളത്തിൽ ദലിത് ലീഗിൽ ഈ മുസ്ലിം ലീഗിൽ ഉള്ള ഒരു പ്രസ്ഥാനമാണ് ദലിത് ലീഗ് എന്ന് പറയുന്നത്. ആ ദലിത് ലീഗ് കുറെ മുന്നേ ഉള്ളതാണ്. അതിൽ ഒരു കൃഷ്ണ ഭക്തനായിരുന്നു, ഗുരുവായൂർ ഭക്തനായിരുന്നു AP ഉണ്ണികൃഷ്ണൻ. മലപ്പുറത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന AP ഉണ്ണികൃഷ്ണൻ. അതുപോലെ തന്നെയാണ് MLA ആയിരുന്ന പാലക്കാട്ടുകാരനായിരിക്കുന്ന UC രാമൻ. ഇവര് രണ്ടാളും ഹിന്ദുക്കളല്ലേ? അതല്ല എന്നിങ്ങനെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും പറയുന്നത് എന്താണ്? ഇവരാണ് ഹിന്ദുക്കൾ, ബാക്കിയുള്ള ഹിന്ദുക്കളല്ല. അങ്ങനെയാണ് ഈ ചണ്ടളബാബു എന്ന് ഹിന്ദുവല്ല, അവൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ജാതി വ്യവസ്ഥയൊക്കെ വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ്. കാരണം വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്, അതിന്റെ അപ്പുറം. ഞാൻ അങ്ങോട്ട് മുമ്പും പറഞ്ഞു, UP-യിലേക്ക് ഞാൻ പോയപ്പോൾ എനിക്കുണ്ടായ ജാതീയ അവഹേളനം UP മുഖ്യമന്ത്രി BJP-ന്റെ അനുഭാവി BJP പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അവിടെ ലെറ്റർ കൊടുത്തിട്ട് പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ എല്ലാവരും ഇരിക്കുന്ന വേദിയിൽ വർണ്ണബാഹിരായിരിക്കുന്ന ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചാതുർവർണ്ണ്യം മാത്രമാണ് ഹിന്ദു എന്നാണ് അവിടെ പറഞ്ഞത്. ആനന്ദവനം ഭാരതി ആയിരിക്കുന്ന, ആനന്ദവനം സാനി ആയിരിക്കുന്ന, ഈഴവനായിരിക്കുന്ന സന്യാസി പോലും എതിർക്കുന്നില്ല. എന്താണ്? എതിർത്താൽ പിന്നെ സ്വാമിജി എന്ന് വിളിക്കുന്നവർ വേറെ ജി എന്ന് വിളിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ചണ്ടാളബാബയ്ക്കകത്ത് ഇല്ല. കാരണം ചണ്ടാളബാബ നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്നുള്ള പോലെ ആവുന്നത് കൊണ്ടാണ്. നാളെ ഇവർ മാറ്റി എഴുതിയാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അവിടെയാണ് ഇവിടെ. അപ്പൊ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെങ്കിൽ BJP-യും വർഗീയ പാർട്ടിയാണ്. അബ്ദുള്ള കുട്ടി ഉണ്ടായോണ്ടൊന്നും അത് വർഗീയ പാർട്ടി ആവാതിരിക്കില്ല. പണ്ടേ മഹാനായ അംബേദ്കർ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കൊണ്ടുകൂടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. പിന്നെ ഇന്ത്യ വിഭജിക്കുന്ന ഒരു കാര്യം, അത് വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ തീരില്ല. മുസ്ലിം പക്ഷം നമ്മൾ കേൾക്കണം. ഇപ്പോൾ തന്നെ ഞാനിപ്പോ എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ എനിക്കൊരു സ്ഥലം വേണം, എന്റെ വീട്ടിൽ ഷെയർ വേണമെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും കാരണം? എന്നെ കുടുംബത്തിലുള്ളവർ ഉപദ്രവിച്ചിട്ടാണെന്ന് ഒരു ഭയം. അത് അംബേദ്കർ തന്നെ അംബേദ്കർ രണ്ട് സൈഡ്, പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കുന്ന ആ കാര്യത്തെ കുറിച്ച് അംബേദ്കർ ഒരു പുസ്തകം തന്നെ ഉണ്ട്, നിങ്ങളൊക്കെ വായിക്കൂ. ഒരു തരത്തിലും എന്താ പറയാ, അംബേദ്കർ തന്നെ പറയുന്നു മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് മുസ്ലിം രാഷ്ട്രം തന്നെയാണ്. അംബേദ്കർ തന്നെ പറഞ്ഞു വെക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അല്ലാണ്ട് പറ്റില്ല എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ആത്യന്തികമായിട്ട് അവർക്ക് ഒരു രാഷ്ട്രം, അവരുടെ മത നിയമം അത് തന്നെയാണ് അവരുടെ. അവരുടെ സംശയമില്ല. അവരുടെ ലെവലും അങ്ങനെ തന്നെയാണ്. ഇനി പാപ്പങ്ങൾ അറിയാം, അങ്ങനെ കണ്ട അങ്ങനെ പറയണ്ട. ഹിന്ദുത്വയുടെ ആശയം എന്താണ്? ഹിന്ദുത്വയുടെ ആശയം ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഞങ്ങൾ എവിടെയാണ്? ഞങ്ങളില്ല ഹിന്ദു രാഷ്ട്രത്തിൽ. മുസ്ലിം ഭരിച്ചാലും ഞങ്ങളില്ല, ഹിന്ദു ഭരിച്ചാലും ഞങ്ങളില്ല. കാരണം ഇവിടുത്തെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഉൾക്കൊണ്ടില്ല. ഇത് തിരിച്ചറിയാത്ത കുറെ ആളുകൾ ഉണ്ടായിരിക്കും. കുറെ ആൾക്കാർ അവാർഡും മറ്റുള്ളതൊക്കെ കണ്ടുകൊണ്ട് പിന്നാലെ പോകുന്നുണ്ടായിരിക്കാം. ഞാൻ ഇത്രയും കാലത്തെ എന്റെ ആധ്യാത്മിക പ്രവർത്തനത്തിൽ മനസ്സിലാക്കിയതാണ്, ഹിന്ദുത്വർക്ക് ഒരിക്കലും ഞങ്ങളെ അംഗീകരിക്കാനാവില്ല. ഞങ്ങൾ അംഗീകരിക്കാനാകുമെങ്കിൽ ഞങ്ങളെ ആക്ഷേപിച്ച ഞങ്ങളുടെ സമ്പ്രദായങ്ങൾ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ, പട്ടികജാതിക്കാരന്റെ അല്ല, ഭൂരിപക്ഷ ഹിന്ദുവിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ, ദർശനങ്ങളെ ആക്ഷേപിച്ച ഗോപാലകൃഷ്ണനെ ഇവിടെ മത്സരിപ്പിക്കില്ല. ഹിന്ദു വേണ്ട എന്നാ ഗോപാലകൃഷ്ണൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഗുരുവായൂരിൽ ഹിന്ദു വേണ്ട എന്നല്ല. അവിടെയാണ് നേരത്തെ ഖാദറിന്റെ കാര്യം പറഞ്ഞത്. ഖാദറിനെ കൊണ്ടൊരു മേനി അവിടെ ഉണ്ടായിട്ട് നമുക്ക് അറിയില്ല. ഞാൻ ലീഗ് വരണമെന്നല്ല വേണം, എനിക്ക് BJP വരണം എനിക്ക് വിരോധമില്ല. പക്ഷെ മറ്റു ഗോപാലകൃഷ്ണൻ വരാൻ പാടില്ല എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടങ്ങ് കണ്ടിട്ടുണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചത് എന്താ? ഹിന്ദു ആചാരങ്ങളെയാണ്. എവിടെയായിരുന്നു ഈ BJP-ക്കാര്? ഇനി 2014 കേന്ദ്രത്തിൽ BJP ഭരണത്തിൽ വരുന്നത്. ഇന്ന് ഈ നേരം വരെ ബൈജുജി എനിക്ക് പറഞ്ഞു തരികയും വേണം.
ഈ നേരം വരെ ഹിന്ദുക്കൾക്കായിട്ട് എന്ത് ചെയ്തു ബി ജെ പി? നിങ്ങൾ അവർ ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ പാലക്കാട് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെ പാർട്ടിയാണ്, ഹിന്ദുവിന്റെ പാർട്ടിയല്ല. നിലപാട് വേണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവർ വ്യക്തമായി പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളുടെ പാർട്ടി. അതാണ് കെ എം ഷാജി പറയുന്നത്. ഞാൻ മുസ്ലിം ലീഗിന്റെ ആളായിട്ട് പറയല്ലോ. അതൊക്കെ അങ്ങയുടെ ഇതിന്റെ കമന്റിൽ അടിയിൽ കമന്റ് വരുന്ന മുഴുവൻ അങ്ങനെ ആയിരിക്കും. എനിക്കൊരു ചുക്കുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുക്കളല്ല എന്നെ വളർത്തിയത്, ഹിന്ദുക്കളുടെ കാശ് കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ പണിയെടുത്തിട്ട് എനിക്ക് അറിയുന്ന പണി, അതിനകത്ത് മനുഷ്യർ വരുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഒരു സഹായം എനിക്കില്ല. അങ്ങേക്ക് നല്ല നേരിട്ട് ബോധ്യമുള്ളതാണ്. ഹിന്ദുക്കളുടെ ഒരു സഹായമില്ല. കേരള ദേവസ്വം ബോർഡ് എന്ന സംവിധാനം ഉള്ളത് കൊണ്ടാണ് ചണ്ടളവം എന്നും നിൽക്കുന്നത്. അത് ഭരണഘടനാപരമായിട്ട് RSSന്റെ ഏത് പ്രസ്ഥാനത്തിൽ, ഏത് ക്ഷേത്ര സംരക്ഷണ സമിതിയിലുണ്ട് പട്ടികജാതിക്കാരായ ആചാര്യന്മാർ? ആരൊക്കെ RSSന്റെ പോഷക സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അതിന് നേതൃത്വം കൊടുക്കുന്ന മാർഗദർശക് മണ്ഡലം എന്ന് പറഞ്ഞ സന്യാസ സമൂഹത്തിൽ എവിടെയുണ്ട് ഞങ്ങളുടെ ആളുകൾ? പേരിന് കോരന്റെയും മുണ്ടന്റെയും മകനായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല. സ്വന്തം സംസ്കൃതിയിലൂന്നിയ ഏത് സന്യാസിയുണ്ട് RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്തിൽ? ഒക്കെ ഈ ബ്രാഹ്മണിസമല്ലേ? ശങ്കരാചാര്യാണ് ഗുരു എന്നാ പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ചണ്ടാളൻ മോശമാണെന്ന് ഇപ്പോഴത്തെ ഒരാൾ പറയണ്ടായി, വാഗത്താനെന്ന് യുക്തിവാദി. അവരൊക്കെ ഗൂഗിളിലാണ് പഠിക്കുന്നേ. ഗൂഗിളിൽ പഠിക്കുന്നതിനൊപ്പം ഒരു കാര്യം ചെയ്യുക, ഇന്ത്യൻ കാസ്റ്റ് വ്യവസ്ഥ, കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. SC ലിസ്റ്റിൽ ഒരുപാട് SC ഇങ്ങനെ പോകുന്ന സമയത്ത് കേരളത്തിൽ ഇല്ല എന്നുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും സമുദായത്തിന്റെ പേരാണ് ചണ്ടാള. എന്തിന് ഞാനൊക്കെ അപമാനിത അല്ലെങ്കിൽ ഞങ്ങൾ സ്വഭാവ അപകർഷത കാണിക്കണം? അപകർഷത ഇല്ല. ഇപ്പൊ ഹരിജി എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹം അല്ലട്ടോ മറ്റാളോ. അപ്പൊ എന്താ വെച്ചാല് നിങ്ങളൊന്നും ഇങ്ങനെ എവിടെ അപകർഷം? ഞങ്ങൾ അഭിമാനത്തിലല്ലേ. പക്ഷെ എന്താണ് ഹിന്ദുത്വർ ആത്യന്തികമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു കായ്വൽക്കരണവും ഒരു പൂണൽവൽക്കരണവുമാണെന്ന് അവരുടെ ചരിത്രപരമായിട്ടുള്ളതാണ്. അവിടെയാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പോകുമ്പോൾ. അതുകൊണ്ടാണ് ഭാർഗവ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ഇവർ മുഴുവൻ ഹിന്ദുക്കൾ കൂട്ടില്ല. അല്ലെങ്കിൽ ചേരമ ക്ഷേത്രം എന്നും പൂനെ ക്ഷേത്രം, പറയ ക്ഷേത്രം എന്നും ആദിവാസി ക്ഷേത്രം എന്ന് പറയാൻ കഴിയട്ടെ ഇവർക്ക്. ഇവർ വനവാസി എന്ന് മാത്രമേ ഞങ്ങളെ വിളിക്കുള്ളൂ. ഞങ്ങൾ ആദിവാസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആധിപത്യം തരണ്ടേ. എന്നാൽ ബ്രാഹ്മണൻ എന്ന് പറയുകയും എന്താണ് അത് ഒരു ഏറ്റപ്പളയ പൂണൂരുമായി പറ്റവരാണ്, പുക്കൽക്കൊടിയുമായി പറ്റവരല്ല എന്നാണ് പറയുന്നത്. ആ സംസ്കാരം സ്വീകരിച്ചാലേ പച്ചക്കറി കഴിച്ചാലേ, പച്ചക്കറിവാദമാണല്ലോ ഈ പറയുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നടത്തിയത്. അദ്ദേഹം ബീഫ് കഴിച്ചാലും. ഇനി അടുത്ത തിരുവനന്തപുരത്ത് കുമ്മരാശേഖരനാണ് മത്സരിക്കുന്നേ. കുമ്മനഞ്ചി ഈ പറയുന്ന മൂക്കൻചാത്തന്റെ, നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആ മൂക്കൻചാത്തന്റെ ക്ഷേത്രത്തില് അവിടെ മൂക്കൻചാത്തുള്ള വഴിപാട് നിർത്താൻ വേണ്ടി സമരം ചെയ്ത ആളാ. അതുപോലെ തൂക്കം നിരോധിക്കാൻ വേണ്ടി സമരം ചെയ്ത ആളാ. അദ്ദേഹം ഹിന്ദുവിന്റെ നേതാവാണോ അതോ സവർണ വെജിറ്റേറിയൻ ബ്രാഹ്മണിസ്റ്റുകളുടെ നേതാവാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്തരം വിഷയങ്ങൾ RSS സംസാരിക്കാൻ. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എന്നെ തന്നെ തുടങ്ങി. ഞാൻ സുഡാപ്പിയാണ്, ഞാൻ എന്തോ വേറെ കമ്മിയാണ്, ഇതൊക്കെ മത്തായിക്ക് മുല്ലപ്പൂക്കൾ മാത്രമാണ്, അല്ലാണ്ട് അതിന്റെ അപ്പുറമില്ല. അപ്പൊ അവിടെയാണ് അത്തരം ആശയങ്ങൾ. പിന്നെ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് നേരത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിടണം. അതിങ്ങോട്ട് ഇല്ലാണ്ടാക്കും. അത് മുസ്ലിം ലീഗ് എന്തോ. പിന്നെ ലവ് ജിഹാദ് ഒരു വിഷയമായിട്ട് കടന്നു വന്നു. ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അത് ഹരിഗോവിന്ദനോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് സുപ്രീം കോടതി, ഞാൻ ഇല്ല ഞാൻ പറയുന്നില്ല, കേന്ദ്ര സർക്കാർ അത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ ലവ് ജിഹാദ് ഇവിടെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തില്ല? അത് കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്, അല്ലാണ്ട് ഇവിടെ ആരും കൊടുത്തില്ല. അതുകൊണ്ട് അതെന്തോ ഇല്ലേ എന്നുള്ളത് സർക്കാർ. BJP ഹിന്ദുക്കളുടെ ആണെങ്കിൽ അവർ കൊടുക്കും, അതെന്തോട് കൊടുത്തില്ല? അത് ഇരട്ടത്താപ്പല്ലേ? അപ്പൊ ലവ് ജിഹാദ് അങ്ങനെയാണെങ്കിൽ എന്താണ്? കുട്ടികളെ കൊണ്ടുപോയി മതം മാറ്റി ഉപദ്രവിക്കുന്നു. എന്നെ ചില കുട്ടികളെ വിളിക്കാറുണ്ട് ഈ പൂലിക സമുദായത്തിൽ. ഈ ഈഴവനും നായരും ഒക്കെ കല്യാണം കഴിച്ച കുട്ടികളാ, പീഡനം സഹിക്കുക. ഇതിനെന്ത് പേരിട്ട് വിളിക്കും? മുസ്ലിമിൽ കൊണ്ടുപോയി ഹിന്ദു കുട്ടികളെ ആക്രമിക്കുന്നത് മഹാപാപവും എതിർക്കപ്പെടുന്നത് തല്ലിക്കൊല്ലുന്നതുമാണെങ്കിൽ ഞങ്ങൾ എത്ര ആളെ തല്ലിക്കൊല്ലേണ്ടി വരും ഇന്ത്യയിൽ? ഞങ്ങൾ തല്ലിക്കൊല്ലുകയാണെങ്കിൽ മുസ്ലിങ്ങളെയാണോ ആരെയാണ് ഞങ്ങൾ കൊല്ലേണ്ടി വരിക? ഇതൊക്കെയാണ് ആഹ്വാനം. മാറുന്ന കേരളത്തിൽ, മാറുന്ന രാജ്യത്ത് ഇതാണോ നമ്മൾ പുഴുങ്ങി തിന്നേണ്ടത്? ഇവിടെ അദ്ദേഹമാണ് മാറ്റാൻ ശ്രമിച്ചില്ലല്ലോ. എവിടെയാണ് മാറ്റാൻ ശ്രമിക്കേണ്ടത്? ഇപ്പൊ ഞാൻ എങ്ങോട്ടും പോയി ഇതൊക്കെ തന്നെയല്ലേ പറയാം. ആരാണോ എന്തിന്റെ ആവശ്യമാണ്? നമുക്ക് വിശക്കുമ്പോ നമ്മൾ എന്താ നീ തിന്നോട്ട് വരനോട് ഇരിക്കണം വേണ്ടത്? നമ്മളുടെ ഇപ്പൊ ഞാനൊരു മോശക്കാരനായി ഞങ്ങൾ എന്താ പറയാ നാളെ? അയാൾ ഇങ്ങനെയാ എന്നിട്ടപ്പോൾ നാട്ടിലുണ്ടാക്കണേന്ന് പറയും. അപ്പൊ ആദ്യം നന്നാവേണ്ടത് നമ്മളാ. നമ്മുടെ ആശയപരമായിട്ട് എന്ത് വേണം? ആദ്യം ഹരിഗോവിന്ദൻജിയാണ് ജി എന്നൊക്കെ വിളിക്കുന്ന BJP കാരനായിട്ടല്ല കേട്ടോ, അതൊരു ശീലായി പോയോട്ട്. BJP-കാരുടെ പ്രയോഗമല്ല, റെസ്പെക്ട് ആണ്. അപ്പൊ എന്തായാലും ശരി. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അവിടെ അദ്ദേഹത്തിന്റെ ആശയപരമായിട്ട് അവിടെ പോയിട്ട് പ്രതികരണം കാണിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്ന മുസ്ലിം ലീഗ്, ദലിത് ലീഗ് എന്നൊക്കെ പോയിട്ട് ഒരു ഹിന്ദു ലീഗും കൂടി ഒപ്പം തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടായിട്ട് അദ്ദേഹത്തിന് അനുഭവിച്ച കാര്യം ദേവസ്വം പോലും മറ്റുള്ള പറ്റില്ല. മാനവമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആവുകയാണെങ്കിൽ ആവട്ടെ. അത് മുസ്ലിം ലീഗിൽ ഉണ്ടാവട്ടെ. എന്തിനാ അസഹിഷ്ണുത? ഇനിയിപ്പോ ഇതും കേട്ടോളൂ. ഞാൻ അറിഞ്ഞിട്ടുള്ള കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇലക്ഷൻ വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുള്ള BJP-ക്കാർ. പക്ഷെ BJP തൊട്ടാൽ
ശുദ്ധമായി. അവൻ പിന്നെ ദേശീയ മുസ്ലിമായി. RSSകാരുടെ ബന്ധം വന്നാൽ കണ്ടില്ലേ താലിബാനെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപം പറഞ്ഞത് ഇവിടുത്തെ RSSകാര്. ഇവിടെ വന്ന് പ്രധാനമന്ത്രിയെ തൊഴുതോടുകൂടിയായി, അവര് പുണ്യാളന്മാരായി. ഇതൊക്കെ എന്താണ്? അവിടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ BJP ആണെന്ന അഭിപ്രായം എനിക്കില്ല, RSS അഭിപ്രായം എനിക്കില്ല. പിന്നെ കൂടാതെ ഒരാളുടെ രാഷ്ട്രീയയുടെ സ്വാതന്ത്ര്യമാണ്, അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. മുസ്ലിം ലീഗിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അവരെ ഒരിക്കലും തന്നെ, ഇപ്പൊ പാണക്കാട് തങ്ങളെ കുറിച്ചാണ് ഞാൻ എന്റെ പോസ്റ്റ് എഴുതിയിട്ടുള്ളത്, ഷാജിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടില്ല. പാണക്കാട് തങ്ങൾ എവിടെയും ഈ പറയുന്ന ഒരു പരാമർശം എനിക്കറിയില്ല. ആകെ ഹഗിയ സോഫിയ പള്ളി വിഷയത്തിലാണ് പാണക്കാട് തങ്ങൾ വലിയൊരു അഭിപ്രായം പറഞ്ഞത്. അതോടുകൂടി അദ്ദേഹത്തിന് വേണ്ട കോണുകൾ വന്നു, അദ്ദേഹം അത് പിൻവലിച്ചു. കാരണം ഹഗിയ സോഫിയ പള്ളിയുടെ ചരിത്രപരമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിട്ടു. കാരണം വെച്ചാൽ അദ്ദേഹം ആ പറയുന്ന ചെയർമാനായിട്ട് ഇരിക്കുകയാണ്. അല്ലാണ്ട് എവിടേക്ക് നമുക്കറിയാം, തളി ക്ഷേത്രത്തിൽ അവിടെ വാതിൽ കത്തിയപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടതാവട്ടെ, ബാബരി മസ്ജിദ് പൊളിച്ച കാലത്ത്, അതൊക്കെ ആവട്ടെ. BJP അതുകൊണ്ട് BJP ഹിന്ദു പ്രസ്ഥാനമാണെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്തു എന്ന് BJPക്കാർ പറയട്ടെ. ഹിന്ദു പ്രസ്ഥാനമാണെങ്കിൽ അല്ല, അതൊരിക്കലും ഉണ്ടായിട്ടില്ല. ഈ പട്ടികജാതിക്കാർക്ക് എന്തെങ്കിലും ചെയ്തു, ജാതി ഇല്ല RSS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചല്ലോ, വിശ്വ ഹിന്ദു പരിഷത്തിൽ ഒരു RSSനെ കാണിക്കും. ഇപ്പൊ ഇവിടെ എന്താ ഹിന്ദു എന്തോ മാനവീയ ഹിന്ദു സംഗമം എന്തൊരു സംഭവം എന്തോ നടന്നല്ലോ. കേരളത്തിലെ രാജാവിനാണല്ലോ ചണ്ടാള ബാബ ഇല്ലേ? അദ്ദേഹം പാലോടിക്ക് എന്താ പറഞ്ഞത്, ഇതിന്റെ ഉള്ളിൽ നിന്ന് സമരം ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിന്റെ ഉള്ളിൽ നിന്ന് സമരം ചെയ്യണ ചണ്ടാള ബാബ എവിടെയാണ്? നിങ്ങളുടെ അമൃതാനന്ദമയുടെ ഫോട്ടോ ഉണ്ടല്ലോ അതിൽ. എന്താ ചണ്ടാള ബാബയ്ക്ക് ഫോട്ടോ എടുത്താൽ തെളിയൂല? എനിക്ക് സ്പിരിച്വാലിറ്റിയുടെ പവർ കൂടുതലാണോ? അല്ല, അയാൾ പാന്റ് ഷർട്ട് ഇട്ട സ്വാമി, അതെന്താ വെള്ളിയും പോച്ചാൽ മാത്രമേ ഉള്ളൂ? കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന വാർത്തകൾ നിരന്തരം വരുന്നുണ്ടല്ലോ. എന്താ അവര് നീചന്മാരാവാത്തെ? ചണ്ടാള ബാബ തട്ടിപ്പ് നടത്തിയിട്ടില്ലല്ലോ. ഈ കള്ളും കോടിയും തിന്നതാണ് പ്രശ്നം. അതും കള്ളു കുടിക്കാറില്ല ചണ്ടാള ബാബ. മാംസഭക്ഷണം നിരോധിച്ചിട്ടില്ലല്ലോ, മദ്യവും നിരോധിച്ചിട്ടില്ല. പക്ഷെ കഴിച്ചു നടക്കുന്ന ആളല്ല. പൂജയുടെ ഭാഗമായി പ്രശ്നം എന്താണ്? ഇവരുടെ അത്രയും വേദിയിൽ ഒന്നുമില്ല. എന്താണ്? അവിടെയാണ് ഐത്താചരണം. അത് ഭരണഘടനയോട് ചോദിക്കാൻ പറ്റുന്നത് എന്താ? അവരുടെ സംഘടന നടത്തുകൊണ്ടാ, അല്ലെങ്കിൽ ഐത്താചരണമാണ്. അവരുടെ ജാതീയ വ്യവസ്ഥകൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് മാറ്റി നിർത്തിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ തന്നെ അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ലീഗിന്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഇവിടെ ഹിന്ദു സംഘടനകളുടെ സോഷ്യൽ പേജുകളിലേക്ക് എന്താ വന്നേ? ലീഗിന്റെ പരിപാടിക്ക് പോയി. പിന്നെ അവര് വിളിച്ചു. ഞാൻ SDPയുടെ വേദി പോയിട്ടുണ്ട്, ലീഗിന്റെ വേദി പോയിട്ടുണ്ട്, RSSന്റെ വേദി. ഞാൻ പോവാത്തൊരു വേദി കമ്മ്യൂണിസ്റ്റിന്റെ വേദി മാത്രമാണ്. അവരെന്നെ വിളിച്ചിട്ടില്ല, വിളിക്കാത്തത് കൊണ്ട് പോയിട്ടില്ല. ഞാൻ പോയ വേദിയിലൊക്കെ നേരത്തെ ഹരിഗോവിന്ദൻജി പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. എനിക്കുള്ള അവസരം, ഞാൻ അംബേദ്കറുടെ ഫോളോ ചെയ്യുന്ന ആളാ. എന്നെ ഇനി മുസ്ലിം ലീഗ് വിളിച്ചാൽ പോകും, ഇത് വന്ന് SDPI വിളിച്ചാൽ പോകും, RSS വിളിച്ചാൽ പോകും, ലീഗ് വിളിച്ചാൽ പോകും, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒക്കെ വിളിച്ചാൽ പോകും, ആര് വിളിച്ചാലും പോകും. പക്ഷെ നിരോധന സംഘടന വിളിച്ചാൽ ഞാൻ പോകില്ല. അല്ലാണ്ട് NSSന്റെ ക്ലാസ്, ഞാൻ ഏറ്റവും കൂടുതൽ ഹിന്ദു ധർമ്മ പാഠശാലയുടെ ക്ലാസ് എടുത്തിരിക്കുന്നത് NSSനാ, പുലയ സഭയ്ക്കല്ല. കാരണം പുലയരല്ല എന്നെ വിളിച്ചിട്ടുള്ളത്, NSSകാരാണ്. അപ്പൊ അവിടെയാണ് നമ്മളെ വിളിക്കുമ്പോൾ പോകുന്നതിന് കാരണം ഞങ്ങൾക്ക് ഭേദമില്ല. അവിടെ അദ്ദേഹം കലാകാരനാകുമ്പോൾ ഭേദമുണ്ടാകില്ല, ആത്മീയാചാര്യർക്ക് ഭേദമുണ്ടാകില്ല. നാളെ ഞാൻ പൊളിറ്റിക്കൽ ലീഡർ ആയാലോ? ഹരി പാലോടിജിയോട് ഞാൻ പറയണ്ടായി, ഹരിജി ചണ്ടാള ബാബ മരിക്കുന്നതിന് മുമ്പേ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന സംശയവുമില്ല. ഒരു ദിവസം ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കും. എന്തുകൊണ്ടാച്ചാൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ആധ്യാത്മികത മാത്രം പോരാ. അംബേദ്കറെ പഠിച്ച, ഭരണഘടനയെ പഠിച്ച എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ വേഷവിധാനങ്ങളുടെ മാറ്റവും എന്റെ തിരിച്ചറിവിന്റെ മാറ്റവും അതിൽ നിന്നാണ്. ഞാൻ ഭരണഘടനയെ ഊന്നി സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ പിടികകളോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ ഭരണഘടനാപരമായിട്ട് അധികാര പങ്കാളിത്തമാണ്. ഈ ഒരു ഇലക്ഷനിൽ നോക്കിയാലും തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ശിങ്കടികൾക്ക് അവസരം കൊടുത്തു എന്നല്ലാണ്ട് രാഷ്ട്രീയ ബോധമുള്ള, സമുദായ ബോധമുള്ള അടിസ്ഥാന വിഭാഗക്കാർക്കും ഇതൊന്നും ലഭിച്ചിട്ടില്ല. ദളിത് ലീഗിലായാലും അവർ സെലക്റ്റീവാണ്. അവർ ചില സ്ഥലത്ത് മാത്രം ആ വോട്ട് പോവാതിരിക്കാനാണ് ലീഗുകാർ ചെയ്യുന്നത്. അത് മാറണം. മുസ്ലിമിന് പ്രാധാന്യമുള്ളിടത്ത് 5 MLA-മാരുണ്ടെങ്കിൽ അതിലൊരു MLA എന്റെ ഭാഗം, ഞാൻ എന്റെ ഒരു MLA മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ ആയിരിക്കണം. അതാണ് ചേർത്ത് പിടിക്കൽ. അതുപോലെ തന്നെ BJP ആണെങ്കിലും BJP നിർത്തുന്നു എങ്കിൽ ഇപ്പൊ മുർമുവിനെ നിർത്തിയില്ലേ ചോദിക്കും. പക്ഷെ ഇതുവരെ ലീഗുകാരും വന്നിട്ട് AP ഉണ്ണികൃഷ്ണൻ നിർത്തി ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. പറയേണ്ടത് AP ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇതല്ല BJP-കാരാ പറയാ, ഞങ്ങൾ ഡെപ്യൂട്ടി മേയർ നിർത്തിയില്ലേ, ഞങ്ങൾ മുർമുവിനെ നിർത്തിയില്ലേ, ഇല്ല OBC-കാരനെ നിർത്തി. മോദി OBC ആയിട്ട് OBC-കാർക്ക് എന്താ ഗുണമുള്ളത്? ഞാനിപ്പോ സംസാരിക്കുന്ന തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ഒരു ശിഷ്യന്മാർ ഒരുപാട് ആശാരിമാരുണ്ട്. ഇവിടെ തൃശ്ശൂരിന്റെ ഭാഗത്ത് ആശാരി ഒരു കോളനി തന്നെയുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഇടിഞ്ഞു പൊഴിയാനായ വീടുകളാണ് ആശാരിയുടെ വീടുകൾ. മൺകട്ടയിൽ കെട്ടിയ വീടുകൾ, ചോർന്നൊലിക്കുന്ന വീടുകൾ. OBC-കാർക്ക് ഇവിടെ ദാരിദ്ര്യമുണ്ട്. ഇനി അതുപോലെ തന്നെ കൂറ്റനാട്, ഞാൻ പലവട്ടം പറഞ്ഞു, കൂറ്റനാട് 3 മക്കൾ ഒരു തള്ളിയുള്ള വീടാണ്. അവര് പറഞ്ഞിട്ട് ഈ പറഞ്ഞ മുടിവെട്ടുന്ന നായന്മാരാ. എല്ലാവർക്കും ക്യാൻസർ ആണെന്ന് അറിയിക്കുകയാണ്. ഇവിടെ 48 ലക്ഷം രൂപയാണ് മുനീറിന് കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലീഗുകാരൻ കൊണ്ടുപോയി കൊടുത്തത്. ഹിന്ദുത്വം പറയുന്ന ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണമുള്ള സംഘടന RSS എന്ന പ്രസ്ഥാനമാണ്. അവർ കണ്ണി കൊടുത്തുക വീടും തേങ്ങിയും മാങ്ങിയും വെച്ചു കൊടുക്കണല്ലോ. എന്താ ഈ ദരിദ്ര? പിന്നെ അതുപോലെ ഈ അമ്പലം കെട്ടലാണോ രാജ്യത്തിന് ആവശ്യം? നിങ്ങൾ രാമന്റെയും കൃഷ്ണന്റെയും ശിവലിംഗത്തും തെരഞ്ഞു പോകുന്ന സമയത്ത് ഹിന്ദുവിന്റെ ആവശ്യമാണ്. ഇവിടുത്തെ കുട്ടികൾ എവിടെ? കേരളത്തിലെ ഹിന്ദു കുട്ടികൾ എവിടെയാ? ഒക്കെ വിദേശത്താണ്. ഇവിടെ ഈ പറഞ്ഞ 2018 വികസനം ഉണ്ടായത് കൊണ്ടാണ്. അല്ല കേരളത്തിലല്ലേ, UP-യിലൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടോടോ ഹിന്ദുക്കളെ പണിയെടുക്കാൻ. ഇത് ആരാന്റെ ആസനം കഴുകിയിട്ട് അവൻ അവിടെ ഇവിടെ പോയി ജോലി ചെയ്യുന്നേ.
അപ്പൊ ഹിന്ദു അവിടെയാണ്. ഇനിയിപ്പോ മുസ്ലിങ്ങൾക്കല്ലേ സഹായം കൊടുത്ത് മുനീറിന് വെച്ചാൽ അല്ല, മുത്തുമാരി എന്ന് പറയുന്ന തമിഴ്നാട്ടിലൊരു വിഷയമുണ്ട് ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടിട്ട്. അത് രണ്ട് ഹിന്ദുക്കളാ വിദേശത്ത് പോയി പെട്ട് കൊലപാതക കേസിന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ കൊല്ലുമെന്നായപ്പോ അയാളെ തൂക്കിക്കൊല്ലുന്നായ സമയത്ത്, വെട്ടിക്കൊല്ലുന്നായ സമയത്ത് അതിനുവേണ്ടി ഫണ്ട് കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന. ഞാനിതായിട്ട് പറയല്ല, പക്ഷെ അങ്ങയുടെ പോസ്റ്റിന്റെ അടിയിൽ ഇങ്ങനെ ആയിരിക്കും ഇയാൾ പണം വാങ്ങിയിട്ടുണ്ടത്. അതാ ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും വിഷയമല്ല. ചീഞ്ഞളിഞ്ഞ ശരീരം, പൊള്ളുന്ന ശരീരം, ഇന്നും ചണ്ടാളുടെ മേത്തിൽ പൊള്ളുന്ന പാടുകൾ ഉണ്ടല്ലോ, അങ്ങ് കണ്ടിട്ടില്ല? അങ്ങനെ ഞാൻ ഷർട്ടില്ലാതിരിക്കുന്ന കണ്ടിട്ടുള്ളതാ. എന്താ ഹിന്ദു ആചാര്യന്റെ മേത്ത് ഇപ്പോഴും ഇത്തരം വൈരൂപ്യങ്ങൾ? ഹിന്ദുക്കളുടെ കയ്യിൽ കാശില്ലേ? എനിക്ക് വേണ്ട, നിങ്ങൾ തന്നാൽ നിങ്ങൾ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അംബേദ്കറിന്റെ സന്താനമാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു അയ്യങ്കാളിയെ കുറിച്ച്. അയ്യങ്കാളി യജമാൻ ഊരൂട്ടമ്പലത്തിലേക്ക് പറഞ്ഞ പഞ്ചമിയുടെ കയ്യും പിടിച്ചു പോയപ്പോ വന്നുകൂടോ, കീറിയിരിക്കും, കുട്ടിയെ പഠിച്ചു എന്നല്ല പറഞ്ഞത്. മുട്ടുപടക്കി കുത്തി അങ്ങനെ ഇരുന്നത് അന്ന് RSS ഇല്ലെങ്കിലും ആ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഇന്ന് RSS എന്നുള്ളതാണ് വിഷയം. RSS ആണോ വിഷയം എന്നല്ല ഞാൻ പറയുന്നത്, ആ കാഴ്ചപ്പാടുള്ളവർ ഹിന്ദു സംഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് മാറ്റം വരുത്താതെ ഹിന്ദു സംഘടന എന്നെപ്പോലുള്ള എത്ര ആളുകളുണ്ട് ഹിന്ദു സംഘടനകൾ ഉണ്ടെങ്കിൽ പട്ടികജാതിക്കാരെവിടെ? ഇനി അടുത്താണ് ഹിന്ദുക്കളുടെ ചാനലാണ് ജനൻ ടി വി. അങ്ങ് നോക്കൂ, ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് പട്ടികജാതിപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും ഏതൊരു ആചാര്യനെയോ ഒരു നേതാവിനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ ജനൻ ടി വിക്ക് പറ്റുമോ? അപ്പൊ ഞാൻ പ്രതിനിധിക്കുന്ന ആളുകളെ ഇതാക്കുന്നില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ച എന്നെ കുറിച്ചല്ല, ഒരു ജനതയെ കുറിച്ചാണ്. അതിൽ എല്ലാവരും ഉൾപ്പെട്ടു. അവിടെയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിലേക്ക് ഒരു ഹിന്ദു നാമധാരി പോകുമ്പോ അദ്ദേഹം പൊന്നാനിലേക്ക് സുന്നത്ത് നടത്താനല്ല പോയത്. ഇനി അത് പോയാൽ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അതൊക്കെ അദ്ദേഹത്തിന് നിർബന്ധിച്ച മതപരിവർത്തനം മാത്രമാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അദ്ദേഹമൊക്കെ തിരിച്ചറിവുള്ള ആളാണ്. പിന്നെ ക്ഷേത്രങ്ങളിലെ കലാരൂപങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണോ കൊടുക്കണ്ടേ തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഇവർ വളർന്നിട്ടുണ്ട്. അതില്ല ഞാൻ പറയുന്നില്ല. നാളെ തൊട്ട് അദ്ദേഹം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്തറത്ത് കൊന്നേനെ വരും. കാരണം ആ നിലപാട്, കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്തോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അബ്ദുള്ള കുട്ടീനെ ഒരു അമ്പലത്തിലെ പൂജാരിയാക്കണല്ലോ, അതില്ല. ഇദ്ദേഹം ലീഗിലേക്ക് പോയാൽ ഇനി വിളിക്കണ്ട. ചണ്ടാള ബാബ ഇതുവരെ എന്താ അമ്പലങ്ങളിൽ ചണ്ടാളയ്ക്ക് സംസാരിക്കാൻ അറിയില്ല? നിങ്ങൾ എവിടെയെങ്കിലും കണ്ട അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്തണേ? വേണ്ട എന്നുള്ള തീരുമാനം ആര് തീരുമാനിച്ചു? ആ കാര്യം തീരുമാനിച്ചു എന്ന് മനസ്സിലായി. കാരണം ഇവിടുത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങള് ആരാ കൈകാര്യം ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റുകളൊന്നും അല്ല. ദേവസ്വം ബോർഡ് ആരുടെ കയ്യിലാണ്? ദേവസ്വം ബോർഡ് പല സ്ഥലത്തും ജാതീയത കാണിക്കുന്ന നിങ്ങൾ അന്വേഷിച്ചറിയാൻ പറ്റും. കൂടുതലും ഈ ജാതീയത കാണിക്കുന്ന ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളാണ്. മാറ്റമില്ല, അതേ ഞാൻ പറഞ്ഞേ. അത് സംഘടന കുഴപ്പമല്ല. സംഘടന നേതൃത്വം വഹിക്കുന്നത് അയ്യങ്കാളിയുടെ കൈ പിടിച്ചു പോയ പഞ്ചമിയെ തടഞ്ഞ വഴി നടക്കാൻ സ്വാതന്ത്ര്യമുള്ള കാലഘട്ടത്തിലാണ് വില്ലുവണ്ടി ഓടിച്ചു പോയത്. അതുകൊണ്ട് ഹരിഗോവിന്ദൻജിയെ പോലുള്ള ഹിന്ദുക്കൾ അല്ലെങ്കിൽ അത്തരമുള്ള ആളുകൾ ഒരു ആത്മീയാചാരനായി കൊണ്ട് സംസാരിക്കട്ടെ. അതുപോലുള്ള ഞാൻ പിറന്നു വീണ എന്റെ സംസ്കാരത്തിലെ ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് മതമല്ല. എന്റെ മതം കൗളവും മലബാരവും ശക്തയുമാണ്. അത് RSSകാർക്ക് അലർജിയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വിശിഷ്യ കേരളത്തിലെ കുമ്മനം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാവർക്കും ഒരാൾ പോലും ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല, നിലകൊണ്ടില്ല. മുസ്ലിം ലീഗോയ്ക്കും അവർ എതിർത്തിട്ടില്ല, മറ്റുള്ള എതിർത്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇപ്പൊ ഹരിഗോവിന്ദൻജി നമ്മളെ ഒരു ആധ്യാത്മിക മണ്ഡലത്തിലെ ആളായി കാണുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞത്രയേ ഉള്ളൂ. എന്താണ്, ഹരിഗോവിന്ദൻജി മാത്രമല്ല, ഈ സമൂഹത്തിലെ വിവിധങ്ങളായിരിക്കുന്ന മേഖലയിലുള്ള അല്ലെങ്കിൽ സമുദായങ്ങളുള്ള ആളുകൾ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും SDP വന്നാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഒരു വർഗീയ പാർട്ടിയായിട്ട് മാറ്റി നിർത്തല്ല. അല്ലെങ്കിൽ നിങ്ങൾ RSSലേക്ക് മുസ്ലിം വന്നാൽ എനിക്ക് വിരോധമില്ല. ഒന്നും മാറ്റി നിർത്തുകയല്ല, ഒക്കെ ജനകീയമാക്കുക, ഒക്കെ മാനവീയമാക്കുകയാണ് വേണ്ടത്. മാറ്റി നിർത്തലല്ല ഈ ലോകത്തിന് ആവശ്യം. അതാണ് ഇന്ത്യൻ ഭരണയുടെ പ്രത്യേകത. അതുകൊണ്ട് ഹരിഗോവിന്ദൻജി ലീഗിൽ പോവുകയാണെങ്കിൽ അവിടെ കേവലം ഒരു പോസ്റ്റൊട്ടി ആവരുത്, ഒരു ദണ്ഡുമിന്നി ആവരുത്, ഒരു മറ്റേ കുത്രാത്തിന്റെ ആളാവരുത്. മറിച്ച് അവിടുത്തെ നല്ലൊരു നേതാവായി മാറുകയും അതുകൊണ്ട് ടോട്ടൽ ജനങ്ങൾക്കും സർവോപരി ഹൈന്ദവ ജനതയ്ക്കും ക്ഷേത്രവാദ്യ കലാകാരന്മാർക്കും, കാരണം ഇന്നും തൃശ്ശൂർ പൂരം കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും ഇടത്താളം കൊട്ടാൻ പോലും ഒരു മറ്റ് സമുദായക്കാർക്ക് അവകാശമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഹിന്ദുത്വം പറയാൻ. അതിനെതിരെ RSSകാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദു ഐക്യവേദിക്കാരോ ഒന്നും തന്നെ നാമജപ ഘോഷയാത്ര നടത്തില്ല. ഇവർ എവിടെയാണ് ഹിന്ദുവിന്റെ പ്രശ്നം അഡ്രസ് ചെയ്തിരിക്കുന്നത്? ഹിന്ദുവിന്റെ പ്രശ്നം അഡ്രസ് ചെയ്യാതെ പറയുന്ന നേരത്തെ ഞങ്ങളെ ശത്രുവാക്കുകയും എന്നിട്ട് ഇതൊക്കെ സഹിച്ചു നിൽക്കാൻ ഞങ്ങളാരും തീട്ടത്തിലെ കൃമികളല്ല. ഞങ്ങൾ അന്നം കഴിക്കുന്നവരാണ്, അന്നം തേടി പോകുന്നു. അത് വേണ്ടെന്ന് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങളുടെ പ്രശ്നം തീർക്കണം. അതുകൊണ്ട് മഹാനായ അംബേദ്കർ തൊട്ടുകൊണ്ട് തന്നെ പറയുന്നു, അദ്ദേഹം അവിടെ വളരട്ടെ, അതിനെ സ്വാഗതം ചെയ്യാണ് വേണ്ടത്. ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആരെയും ആക്ഷേപിക്കാനല്ല, പക്ഷെ മറിച്ച് ഈ ഒരു BJP RSS ആണ് ഹിന്ദു എന്ന് പറയുന്നുവെങ്കിൽ അത് വളരെ തെറ്റാണ്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു എന്താ പറയുക സാംസ്കാരിക പ്രസ്ഥാനം അവരെന്ന് പറയുന്നു. അതുകൊണ്ട് അത് ഹിന്ദു പ്രസ്ഥാനമല്ല. വിശ്വ ഹിന്ദു പരിഷത്തിൽ ഹിന്ദു പ്രസ്ഥാനമാണെന്ന് അവർ പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വത്തിന്റെ സന്യാസിമാരാണ്. പാണ്ണംപുറേന്റെയും
കുടുംബത്തിൽ പറഞ്ഞല്ല പറഞ്ഞത്, അവർ ഐഡിയോളജിക്കലി ബ്രാഹ്മണിസമാണ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞ ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് ഭരണഘടന പറഞ്ഞ ആ ഹിന്ദു സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട ഒരു പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ഹരിപ്പാലോടിന്റെ പ്രസ്ഥാനമാണെങ്കിലും ആത്യന്തികമായി ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേ അറിയുള്ളൂ എങ്ങനെ ആയിരിക്കും. അതല്ല മുഴുവൻ ഹിന്ദുക്കളെ ഉൾക്കൊള്ളാത്തപ്പം കാലം ഇവരുടെ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് പോകുമ്പോൾ വേണ്ട എന്ന് പറയണ്ട. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇതുവരെ ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും എന്റെ തിരിച്ചറിവാണ് രാഷ്ട്രീയ ചിന്ത. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഉൾക്കൊള്ളുന്ന, എന്റെ ആത്മീയത, എന്റെ ഭൗതികത, എന്റെ സ്വാതന്ത്ര്യത്തെ ഉൾക്കൊള്ളുന്ന ഏതൊരു പ്രസ്ഥാനത്തിന്റെ കൂടെ ഇപ്പൊ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ അതെന്തെങ്കിലും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അതില്ല, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അത് അങ്ങേക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ വരിക തന്നെ ചെയ്യും. രാഷ്ട്രീയപരമായിട്ട് എന്റെ ജനതയ്ക്ക് എന്ന് പറഞ്ഞ ഞാൻ സാമുദായികമായിട്ടല്ല പറയുന്നത്. എന്നിരുന്നാൽ പോലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മഹാനായ അംബേദ്കർ വിഭാവനം ചെയ്ത ആ മനുഷ്യരായി കാണുന്ന അയ്യങ്കാളി യജമാന സമരം ചെയ്ത ആ ആശയത്തിലേക്ക്, അതുപോലെ തന്നെ ശുഭാനന്ദ ഗുരുദേവൻ പറഞ്ഞ ആധ്യാത്മിക മണ്ഡലത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് അവരെ നയിക്കാൻ അന്നും ഞങ്ങളൊപ്പം നിന്നത് ഹിന്ദു എന്ന് വേണം, മതമല്ല, മനുഷ്യരായിരുന്നു. ആ മനുഷ്യർ ഇനിയും ഈ രാജ്യത്ത് അവശേഷിക്കുന്ന ബോധ്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ആധ്യാത്മികതയും ഭൗതികതയുടെ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന ഒരാളായി മാറുക തന്നെ ചെയ്യും. അതിനൊക്കെ പ്രചോദനമാണ് ഹരിഗോവിന്ദൻജിയുടെ ഉള്ള ആളുകളുടെ ഈ പ്രവർത്തനം. അത് മറ്റുള്ളവരും മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് തെറ്റായി എന്തെങ്കിലും ക്ഷമാപണം നടത്തുകയാണ്, മറിച്ച് ആരെയും കല്ലെറിയല്ലേ. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന സംവിധാനത്തിൽ പോകുന്ന എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ പറ്റണം. അത് അടിച്ചൊതുക്കുന്നൊന്നും പറയല്ലേ. അത് കഴിഞ്ഞെങ്കിൽ ഞാനൊരു 3 കാര്യങ്ങളോട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ എവിടെയും ബഹളം വെച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷെ അദ്ദേഹം അനാവശ്യമായ വ്യക്തിപരമായ എന്താ പറയുക പ്രസ്താവനകളിലേക്ക് വരുന്നത് വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ശബ്ദം മാറിയത്. അതിന് ഞാൻ ഇതിൽ ചർച്ച സംഘടിപ്പിച്ച ബൈജു അദ്ദേഹത്തോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഞാനിപ്പോ ചണ്ടാള ബാബാജി സംസാരിച്ചതുപോലെയും ഈ ഹരിപാലോട് സംസാരിച്ചതുപോലെയും അത്യുന്നതമായ ആശയ സമ്പുഷ്ടമായ പദപ്രയോഗങ്ങളാൽ ചണ്ടാള ബാബാജി സംസാരിച്ചത് ആശയമല്ല, അനുഭവങ്ങളാണ്. ഹരിപാലോട് സംസാരിച്ചത് ആശയമാണ്. പ്രവൃത്തിയിൽ ഇന്ന് വരെയും പ്രയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തിലെ ആളുകളെ കൂടെ നിർത്തുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആശയങ്ങളാണ്. ആ ആശയങ്ങളിൽ ആകൃഷ്ടനായി തന്നെയാണ് ഞാൻ അല്പകാലത്തേക്കെങ്കിലും സംഘപരിവാർ വേദികളിൽ വീണ്ടും സജീവമാവാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ മനോഹരമായ ആശയ പ്രചാരണം നടത്തുകയും പ്രയോഗത്തിൽ ഇതൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വാക്കും പ്രവൃത്തി രണ്ടാക്കുന്നവരെ അകറ്റി നിർത്തണം എന്ന് എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ സംഗീതമൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നെ ജീവിതത്തിലെ കുറച്ച് ചെറിയ നിലപാടുകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. KNA ഖാദർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ MLA ആണ് അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന നമ്പൂതിരിമാർക്കും മറ്റും വേതന വർധനവിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചത്. അറിയില്ലെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാം. അന്ന് അയാള് ആ നമ്പൂരിമാര് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരോ ലീഗുകാരോ ഒന്നുമല്ല. ആ പൂജാരിമാര് നല്ലൊരു ശതമാനം RSSകാരും BJPക്കാരുമാണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം അതല്ല നോക്കി. അതിന്റെ പേരിൽ തങ്ങൾ നേരിട്ട് വിളിച്ച് ആ ദിവസം തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രശ്നം വരുന്ന ആൾക്ക് ഹിന്ദുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ അതൊരു പ്രശ്നമല്ലാന്ന് തോന്നണം. എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ വർഗീയവാദിയല്ലേ? അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ വർഗീയവാദിയല്ല എന്നും മുസ്ലിം അവരുടെ മതത്തിന് വേണ്ടി വാദിക്കുന്നത് വർഗീയവാദമാണെന്നും ഇയാൾ പറയുന്നത് വർഗീയവാദമല്ല എന്നും പറയുന്ന കോമാളിത്തമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകമായ ഏത് സംഗതിക്ക് വേണ്ടിയും ഒരു വർഗത്തിന് വേണ്ടി, അത് CPM എന്ന് പറയുന്ന വർഗത്തിന് വേണ്ടി മാത്രം വാദിച്ചാൽ അത് വർഗീയവാദമാണ്. CPMകാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ, സഹിഷ്ണുതയില്ലാത്ത വർഗീയവാദികൾ. അപ്പോ എന്റെ വീട്ടിലാണ്, മലപ്പുറം ജില്ലയിൽ എന്റെ വീട്ടിലാണ് ഞാനും അമ്മയും സഹോദരങ്ങളും അച്ഛനും ജീവിക്കുന്ന. എന്റെ വീട്ടിൽ ഒരു പറമ്പിൽ 2 വീടുണ്ട്. ആ വീട്ടില് കിഴക്കേ വീടെന്ന് ഞങ്ങൾ വിളിക്കുന്ന ആ വീട്ടിലാണ് പിന്നീട് എന്റെ പെങ്ങൾക്ക് അത് ഭാഗം ചെയ്തു കൊടുത്തു. ഞങ്ങൾ 7 മക്കൾ ഒറ്റ വളപ്പിലാണ് താമസിക്കണം, അങ്ങാടിപ്പുറത്ത്. അപ്പൊ ആ വീട്ടിലേക്കാണ് 2 കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. 2 മുസ്ലിം പെൺകുട്ടികളെ, 2 ഹിന്ദു, അവര് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഒരാളത്തെ അയാൾ ഈ മുസ്ലിം കുട്ടീനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം RSSകാരെ സമീപിച്ച് അവര് സഹായം തേടി പിന്നീട് RSSന്റെ ഭാഗമായി മാറി. ഈ 2 പേരും ഇന്ന് അങ്ങാടിപ്പുറത്ത് സ്വന്തം വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഈ 2 പേരെയും കല്യാണം കഴിക്കുന്നത് തട്ടമിട്ടിട്ടും പർദ്ദയിട്ടിട്ടും അല്ല. അവർ 2 പേരും മതം മാറ്റി അവർ 2 പേരും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഈ 2 മുസ്ലിം പെൺകുട്ടികളും
അവരുടെ പേര് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. എടത്തോറത്ത് അമ്പലത്തിന്റെ അടുത്താണ്, ഏതാണ്ട് എടത്തോറത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഇവർ താമസിക്കുന്നത്. ഈ രണ്ടു പേർക്കും അന്ന് വാടകയ്ക്ക് ആരും വീട് കൊടുത്തില്ല. ഒരു RSS അനുഭാവികളായിട്ടുള്ള നമ്പൂരിമാരും നായന്മാരും വീട് കൊടുത്തില്ല. ഇനി ഞാനിത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, എന്റെ സർട്ടിഫിക്കറ്റിൽ എന്റെ അമ്മ കിരിയത്തല നായരും അച്ഛൻ പൊതുവാളുമാണ്. പലരും ഈ തെക്കോട്ടൊക്കെ പോകുമ്പോൾ പല ആളുകളും അയാൾക്ക് ജാതി കോംപ്ലക്സ് ആണെന്ന് പറയുമ്പോൾ അവര് വിചാരം ഞാൻ ഏതോ ദളിത വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഒരാള് എന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയും കൂടി ഉണ്ട്. അതൊന്നും അറിയില്ല, അതൊക്കെ ഒന്നും അറിയില്ല അവർക്ക് എന്നെ കുറിച്ച്. ഇപ്പൊ ഹരിപാലോടൊന്നും എന്നെ അദ്ദേഹം വിളിച്ചപ്പോ ചോദിച്ചതിന്റെ അതാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചല്ലോ, ഒരു ഹിന്ദു സംഘടനയുടെ നേതാവ്. അപ്പോ ഈ അനുഭവമുള്ള ആളാണ് ഞാൻ. ഇങ്ങനത്തെ എത്രയോ മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റിയിട്ട് കൂടെ ജീവിപ്പിക്കുന്ന ഹിന്ദു യുവാക്കളെ എനിക്കറിയാം. അതെന്താ, ഹിന്ദു ജിഹാദ് അല്ലേ? അത് ചെയ്യാമെങ്കിൽ മറ്റവർ ചെയ്തോട്ടേന്ന്, ആ കുട്ടികൾ പോട്ടേന്ന്. അവരുടെ എന്താ പറയാ, അങ്ങനെ രണ്ട് പെൺകുട്ടികൾ പോയാൽ ഇല്ലാതാവുന്നതാണോ ഹിന്ദുധർമ്മം? അത്രയ്ക്ക് പേടിയാണ്, ഭയമാണ് എല്ലാവരെയും. ഞാൻ മുസ്ലിം ലീഗിൽ പോകുമ്പോഴേക്കും ഇവരെന്തിനെങ്ങനെ അസ്വസ്ഥരാവണത്? അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയാം താങ്കൾ എന്താ ചെയ്തത്, അതുവരെ അയാളത് പറഞ്ഞില്ല. അവർ അസ്വസ്ഥരായി, ആകെ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥത കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ഹരമുണ്ട്. അതെന്താണെന്നറിയോ? വെറുതെ അല്ല, ഈ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയരുത് എന്നാണ് പാണക്കാട് തങ്ങന്മാർ ഓരോ തവണയും അവരുടെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കാരണം ഈ നാട്ടില് അത് സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുണ്ട്, അവരുടെ കൂടെ നമ്മൾ ആരുണ്ടാവരുത് എന്ന് അവർ പരസ്യമായി പറയുന്നുണ്ട്. വോട്ട് നേടാൻ ഇലക്ഷന് വേണ്ടിയിട്ട് ചില സമയത്ത് ചില അടവ് നയങ്ങളൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആശയപരമായി ഇവിടുത്തെ അടിയുറച്ച ഇസ്ലാം മത വിശ്വാസികൾ ജമാഅത്തെ ഇസ്ലാമിക്ക്, SDPIക്ക് എതിരാണ്. അത്തരത്തിൽ, അല്ലെങ്കിൽ ഇവര് ലീഗിന്റെ കൂടെ കൂട്ടില്ലേ അവരെ, അത്തരത്തിൽ ഒരുപാട് നിലപാടുകൾ ലീഗിനുണ്ട്. ലീഗ് ജയന്തി രാജൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീക്ക് ജനറൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രചാരണത്തിന് മിഞ്ഞാന്ന് പോയിരുന്നു പേരാമ്പ്രയില്. അവർ മുസ്ലിം വിരുദ്ധരാണെന്നാണ് പറയുന്നത്. അവരുടെ ഇടയിൽ മതപരമായ കാര്യങ്ങളിൽ അവർക്ക് മുസ്ലിം വിരുദ്ധത സ്ത്രീ വിരുദ്ധത പലതരത്തിലുണ്ട്. ഞാൻ മുസ്ലിം വിരുദ്ധത തെറ്റി പറഞ്ഞു. പക്ഷേ മതപരമായ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ രംഗത്ത് അവർ ഒരുപാട് പുരോഗമിച്ചു. പക്ഷേ ഹിന്ദു സമൂഹം ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നേരത്തെ ബാബാജി പറഞ്ഞതുപോലെ അവർ വലിയൊരു വിഭാഗത്തെ ഹിന്ദുവായിട്ട് ഇപ്പോഴും പരിഗണിക്കാൻ തന്നെ തയ്യാറായിട്ടില്ല. പിന്നല്ലേ ഹിന്ദു ഐക്യം? അപ്പോ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പ്രതിഷ്ഠ ഇരിക്കുന്നത് കലമ്പറമ്പിലെ പാണ സമുദായക്കാരന്റെ തറവാട്ടിലാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രതിഷ്ഠ ഇരിക്കുന്ന അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ ക്ഷേത്ര പ്രതിഷ്ഠ നിർവഹിച്ച ആളുടെ പേരാണ് മലയരാജാവ്, മലയൻകുട്ടി. ഇന്നും പണ്ട് അവരവിടുന്ന് അടിച്ചിറക്കി ഓടിച്ചു വിടുകയാണ് ചെയ്തത്. വള്ളുവനാട് രാജാക്കന്മാരുടെ കെയർ ഓഫ് ഉപയോഗിച്ച് അപ്രദേശത്തുകാർ അവരവിടുന്ന് അടിച്ചോടിച്ച് കുറച്ച് നമ്പൂരിമാര് വന്ന് കാട്ടിലാമിറ്റം, കാട് വെട്ടിത്തെളിയിച്ച് മുറ്റമാക്കി മാറ്റിയ ഇല്ലത്തുകാരുടെ പേര് കാട്ടിലാമിറ്റം. എന്നിട്ട് പന്തലിട്ട് കൊടുത്ത ഇല്ലത്തിന്റെ പേര് പന്തലിട്ട ഇടം. ഇങ്ങനെ ഈ രണ്ട് പന്തലക്കോടവും കാട്ടിലാമിറ്റവും രണ്ട് കൂട്ടർ വന്നിട്ട് അവിടെ മരത്തിന്റെ ചോട്ടിൽ കല്ല് വെച്ച് ആരാധിച്ചിരുന്ന കൊറ്റവൈ ദേവത പോലുള്ള ദേവതമാരെ ആരാധിച്ചിരുന്ന ആ ദേവി സാന്നിധ്യത്തെ അവിടുന്ന് എടുത്തു മാറ്റിയിട്ട് ഇവർ അമ്പലം കെട്ടി പൂജ തുടങ്ങി. എന്നിട്ട് എന്താ ചെയ്തറിയോ? ഈ സാധുക്കളെ അവിടുന്ന് അടിച്ചിറക്കി താഴേക്ക് ഇറക്കി വിട്ടു, ശബരിമലയിലൊക്കെ നടന്ന പോലെ. ആ ക്ഷേത്രം ഇന്ന് ഞാൻ വീഡിയോ പിടിച്ചിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. BJP-കാരനായ എന്റെ സുഹൃത്ത് സുധീഷിന്റെ ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ ആ ക്ഷേത്രത്തിൽ പോയി തൊഴണം, അതിന്റെ വീഡിയോ ഞാൻ എടുക്കാം, നീ തിരുമാന്താംകുന്ന് തൊഴണ വീഡിയോ ഒന്നും ഞാൻ എടുക്കില്ല പറഞ്ഞു. ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് പോയ ആൾ അപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-കാരനായ എന്റെ ക്ലാസ്മേറ്റിന്റെ. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പട്ടിണി കിടന്നിട്ട് വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോൾ അവന്റെ അമ്മയാണ് എനിക്ക് അന്നം തന്നിട്ടുള്ളത്. അവിടെ BJP-കാരനല്ല നോക്കിയത്. ഇതേ നന്ദിയുള്ള ആളുകളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ മുഴുവൻ ആളുകളും ഇതുപോലെ സ്മരണയുള്ളവരാണ്. എന്നാൽ തിരുമാന്താവുന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കൂട്ടർക്ക് പിന്നെ അവരെങ്ങനെയാണ് അവരെ സമാധാനപ്പെടുത്തിയത്? 11ാം പൂരത്തിന്റെ ദിവസം പുലർച്ചെ കണ്ടോളൂ, ഇപ്പൊ ഈ 11ാം പൂരത്തിന് കാണാം, പുലർച്ചെ ഒരു മനുഷ്യനും ശ്രദ്ധിക്കാത്തൊരു സമയത്ത് ഇവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. അതായത് ഇവർക്കൊരു ഡബിൾ മുണ്ടും, എത്ര ഉറുപ്പിക കൊടുക്കണമല്ലോ, വെറ്റിലടക്കും ഡബിൾ മുണ്ടും കൊടുത്തിട്ട് മലയൻകുട്ടിയെ ആദരിക്കുന്ന, ആര്? വള്ളുവനാട് രാജാവ് മലയൻകുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഒരു മനുഷ്യൻ അത് കാണരുതെന്ന് അവർക്ക് നിർബന്ധമാണ്, മാധ്യമങ്ങൾ കാണരുത്, ആരുടെ കയ്യിലും അതിന്റെ വീഡിയോ പോലും ഉണ്ടാവില്ല. അപ്പൊ അവരെ ഒന്ന് എന്താ പറയാ മയപ്പെടുത്തി എന്ന് വരും വേണം. എന്നാൽ ആ പാപബോധം ഉണ്ടാവുമല്ലോ, അതിനുവേണ്ടി നിർമ്മിച്ച ചടങ്ങാണത്.
ഈ തിരുമാന്താവുന്ന ക്ഷേത്രത്തില് എന്താ പറയാ മദ്യവും മാംസവും നിവേദിച്ചിരുന്ന ക്ഷേത്രമാണ് എന്ന് അവിടുത്തെ പ്രശ്നം വെച്ച എന്താ പ്രശ്നക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം കല്ലൂർ നമ്പൂതിരിപ്പാട് വന്ന് എല്ലാ വർഷവും ഒരു ദിവസം ഉഴുന്നുവടയും തേനും നിവേദിക്കുന്ന ചടങ്ങ് അവിടെ ഉണ്ട്. ഈ ചടങ്ങ് അവിടെ ഉണ്ടെന്ന് അവിടുത്തെ ക്ഷേത്ര പുരാണം എന്ന് പറയുന്ന ആ ക്ഷേത്ര പുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് സദനം വാസുദേവനെ നായരായിട്ട് പോലും മുറ്റത്ത് കൊട്ടിക്കില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ സംഘപ്രവർത്തകർ കഴിഞ്ഞ 100 വർഷമായിട്ട് മിണ്ടാതിരുന്നത്. ഒരു സംഘപ്രവർത്തകൻ ശ്രമം നടത്തി, വിനയേട്ടൻ അദ്ദേഹത്തിനെ ഒന്ന് കൊണ്ടുവന്നു. അദ്ദേഹം കൊട്ടിയാ ഞങ്ങൾ കൊട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഒരു സംഘപ്രവർത്തനം നാമജപ ഘോഷയാത്ര നടത്തിയിട്ട് അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചില്ല. ഞെരളത്ത് ഹരിഗോവിന്ദന്റെ അമ്മ നായരായതുകൊണ്ടാണ് ക്ഷേത്രനടയിൽ പാടാൻ പറ്റാത്തത്. അറിയാമോ? ഇവിടുത്തെ ഏതെങ്കിലും സംഘപ്രവർത്തനം അങ്ങാടിപ്പുറം തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിപ്ലവ കഥ പ്രചരിപ്പിക്കുന്ന സംഘപുത്രന്മാർ അറിയുന്നുണ്ടോ? എന്നാൽ ഹരിഗോവിന്ദനെ പാടിക്കണം എന്ന് പറയാൻ ഒരാളും വന്നിട്ടില്ല. ഒരു വ്യക്തി ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല. ഞാനവിടെ അമ്പലനടയിൽ പാടണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ അമ്പലനടയിൽ പാടിയിട്ട് അവിടുത്തെ എന്താ പറയാ കള്ളൂടിയും തോന്നിയ സെറ്റ് നടക്കുന്ന സഹപ്രവർത്തകരെ കൂടെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഇനി ചർച്ചയ്ക്ക് നിങ്ങൾ എന്നെ വിളിക്കില്ല, നിങ്ങൾ എന്നെ അറിയൂല. ഒരു അമ്പലപ്പാട്ടുകാരായിട്ട് ഞാൻ ചത്തുപോയേനെ. അതെനിക്ക് ഗുണമേ ഉണ്ട്. ഇവരുടെ എല്ലാ ദ്രോഹങ്ങളും ട്രോളുകളും ഈ പറയുന്ന അധിക്ഷേപങ്ങളും എനിക്ക് എന്നും ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ഞാനതിങ്ങനെ ആസ്വദിക്കുകയാണ് ചെയ്യണത് ഹരത്തോട് കൂടിയിട്ട്. ഇവരാരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരെല്ലാം നന്നായിട്ടേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ അവർ പട്ടിണി ഇല്ലാണ്ട് ജീവിക്കുകയാണ്. എൻ്റെ അച്ഛൻ ഭ്രാന്തം പൊതുവാളെന്നാണ് സംഘപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ എൻ്റെ അച്ഛനെ വിളിച്ചിരുന്നത്, അവരുടെ വീട്ടുകാര്. ഇന്ന് ആ ഞെരളത്ത് രാമപൊതുവാളുടെ പേര് നടക്കുന്ന സംഗീതോത്സവത്തിൽ ഞാൻ പാടണമെങ്കിൽ അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് മാറി നിൽക്കുന്നത്. അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛന്റെ സംഗീതോത്സവത്തിന് അപേക്ഷ കൊടുക്കാൻ എന്താ കാരണം? അവിടെ അച്ഛന്റെ സംഗീതവുമായി ബന്ധപ്പെട്ട സോപാന സംഗീതത്തിന്റെ ഉത്സവമാണ് നടത്തേണ്ടത്. കർണാടക സംഗീതോത്സവമല്ല, ബ്രാഹ്മണന്റെ സംഗീതമല്ല, പട്ടരുടെ സംഗീതമല്ല വേണ്ടത്. കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്ന ആ അമ്പലത്തിലെ ഒരു പുരാതന കലാരൂപമാണ്. എൻ്റെ അച്ഛൻ ഒരു പൈസയും കിട്ടാതെ അച്ഛൻ വളണ്ടർ ചെയ്തിട്ട് അവിടെ പോയി പാടിയായിരുന്നു. അച്ഛൻ അവിടുത്തെ സ്റ്റാഫായിരുന്നില്ല. അങ്ങനെ അവഹേളനം വന്നപ്പോഴാണ് 10 ഉറുപ്പ്യ കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങി പാടിയതാണ്. സോപാന സംഗീതത്തെ ജനകീയമാക്കാൻ ഇറങ്ങിയതല്ല. അങ്ങനെ അദ്ദേഹം ദാരിദ്ര്യം കൊണ്ട് പുറത്തിറങ്ങി പാടിയപ്പോൾ സോപാന സംഗീതം ജനകീയമായി പോയതാണ്. നേരത്തെ സംസാരിച്ച ആ കാപാലിക മനസ്സുള്ള മനുഷ്യൻ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയി പാട്ട് പാടിയിട്ട് പാട്ട് കേട്ടിട്ട് നമ്പൂതിരിക്ക് ദക്ഷിണ കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ പാട്ടുകാരനും ദക്ഷിണ കൊടുത്തിട്ട് അവരെ സമ്പത്തും മനധനങ്ങളാൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായതല്ല സോപാന സംഗീതത്തിന്റെ ജനകീയവൽക്കരണം. യൂട്യൂബ് വരുന്നതിന് മുമ്പ് വിളിച്ച പാർട്ടിക്കാരൻ എന്താ പറയാ, കോൺഗ്രസ്സുകാരൻ വിളിച്ചാലും ഞാൻ പോയി പാടും, ലീഗുകാരൻ വിളിച്ചാലും പാടും, കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ചാലും പാടും. BJP-കാരൻ ഒരു തവണ പോലും എന്നെ ആ കാലത്ത് വിളിച്ച് പാടിച്ചിട്ടില്ല. എന്നിട്ട് പറയണേ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ വേദി പോയി പാടുകയെന്നാണ് അവർ അധിക്ഷേപം. അവർ വിളിക്കില്ല. അവർ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പോയ സമയത്ത് 10 ഉറുപ്പ്യ തരാണ്ട് വിട്ടിട്ടുണ്ട്. മറ്റൊരു വിളിച്ചാൽ പൈസയെങ്കിലും തരും. കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ചാൽ പൈസയെങ്കിലും തരും. ലീഗുകാരൻ വിളിച്ചാൽ കൃത്യമായിട്ട് പൈസ തരും. കോൺഗ്രസ്സുകാരും BJP-കാരും വിളിച്ചാൽ പൈസ തന്നെ തന്നിരുന്നില്ല. കാരണം അവരെന്തൊരു അവസരം തരുന്ന പോലെ കാണിക്കുന്നത്. അങ്ങനെ ഒരു നിലയ്ക്കും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിനുശേഷം കേരളത്തിലെ മുഴുവൻ സോപാന ഗായകരെയും ഈ കോവിഡ് കാലത്ത് സംഘടിപ്പിച്ച് ചരിത്രത്തിൽ ആദ്യമായി അവരുടെ സോപാന ഗായക സംഘം എന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ സെക്രട്ടറി പ്രസിഡന്റ് ആവാൻ പോവാതെ മറ്റുള്ളവരാവണം എന്ന് പറഞ്ഞുണ്ടാക്കി കൊടുത്ത ആളുടെ പേരാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ. ചരിത്രത്തിൽ ആദ്യമായി വീട് വിറ്റ പണം കൊണ്ട് എൻ്റെ അച്ഛന്റെ സ്മാരകം ഉണ്ടാക്കിയതിന്റെ ഭാരം കാരണം എനിക്ക് വീട് വിൽക്കേണ്ടി വന്നു. ആ വീട് വിറ്റിട്ട് ഞാൻ ഷൊർണൂരിലേക്ക് മാറുമ്പോൾ എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ഇവിടെ വന്നിട്ട് ചെറിയൊരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട് മേടിച്ച് നേരെയാക്കി ഇവിടെ താമസിക്കുകയാണ്. അപ്പൊ 3 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ആ 3 ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സോപാന സംഗീതോത്സവം നടത്തണം എന്നുള്ളത്. അത് നടത്താൻ തിരുമാന്താവുന്ന ദേവസ്വത്തിന് പലതവണ ഞാൻ നിർദ്ദേശം കൊടുത്തു, എഴുതി കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഈ കഴിഞ്ഞ സംഗീതോത്സവത്തിനും കൂടി ഞാൻ മെസ്സേജ് അയച്ചു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക്. പക്ഷെ അത് നടക്കുന്നില്ലല്ലോ. അപ്പൊ അച്ഛന്റെ പേരിൽ ഒരു തവണയെങ്കിലും സോപാന സംഗീതോത്സവം നടത്തണം എന്ന് പറഞ്ഞ് ഷൊർണൂർ ഭാരതപ്പുഴ തീരത്തുള്ള പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഞാൻ തന്നെ പണം ചെലവഴിക്ക് സ്റ്റേജ് കെട്ടിയിട്ട് ഒരു സ്ഥിരം സ്റ്റേജ് അവിടെ കെട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് PNNM മെഡിക്കൽ കോളേജിലെ സന്ധ്യ എന്ന് പറയുന്ന അവരും കുറച്ച് സഹായിച്ചു. അങ്ങനെ ആ ക്ഷേത്രത്തിൽ സ്റ്റേജൊന്നും ഒന്നുമില്ല, ഒരു കൂട്ടുപേരെയാണ്. അതിൽ ഞാൻ തന്നെ ഒരു സ്റ്റേജ് കെട്ടിക്കൊടുത്ത് അതിനകത്ത് വെച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സോപാന സംഗീതോത്സവം ഞാനാണ് നടത്തിയത്. കേരളത്തിലെ മുഴുവൻ സോപാന ഗായകരെയും വിളിച്ചു വരുത്തി അവിടെ ഒരാൾ പാടിക്കഴിഞ്ഞാൽ അടുത്ത ആൾ പാടുക. അതിൽ പെൺകുട്ടികളെ ആയിട്ടുള്ള സോപാന ഗായകർ കുറച്ച് വന്നിരുന്നു, അവരെ പാടിച്ചു. ഞെരളത്ത് രാമപൊതുവാളുടെ സ്മാരകമായിട്ടാണ് കലോത്സവത്തിൽ പോലും ഒരു അഷ്ടപതി മത്സരം വന്നത്. ഞാൻ മത്സരത്തിനെതിരാണ് കല കൊണ്ടുള്ള, എങ്കിൽ പോലും അങ്ങനെയാണ് ഈ പാട്ട് പ്രചരിച്ചത്. അല്ലാണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ ക്ഷേത്രനടയിൽ പോയി സംഘപരിവാർ പ്രവർത്തകരോ ഹിന്ദു ക്ഷേത്ര വിശ്വാസികളോ ക്ഷേത്രനടയിൽ പോയി പാട്ട് കേട്ട് അയ്യോ ഇത് മനോഹരമായ സംഗീതമാണല്ലോ, ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണല്ലോ എന്ന് വെച്ച് പാടിച്ചതല്ല. ഞെരളത്ത് ഹരിഗോവിന്ദൻ ഇത്തരത്തിൽ വിപ്ലവകരമായ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരാളായതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.
അവർ വാർത്ത നൽകാൻ തുടങ്ങി, ചാനലുകൾ ഇന്റർവ്യൂ വരാൻ തുടങ്ങി. ദൂരദർശനിൽ വിളിച്ച് എന്നെ ഇന്റർവ്യൂ ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സേതു മച്ചാട് എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്തുകാരനെ വിളിച്ച് ചോദിക്കൂ, അമൃത ടിവിയിലെ അജിത്ത് നമ്പൂതിരിയോട് ചോദിക്കൂ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇടയ്ക്കൊട്ടി പാടുന്ന ആളുള്ളൂ, നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കാനോ മറ്റോ കഴിയാത്ത സാധുക്കളായ കുറെ സോപാനക്കാരുണ്ട്, അവരെ വിളിച്ച് അവസരം കൊടുക്കുന്നു. അവരുടെ ഫോൺ നമ്പർ ഞാൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആണ് അവരെയൊക്കെ ചാനലിലും ഇവരും വിളിക്കാൻ തുടങ്ങിയത്. അന്ന് യൂട്യൂബില്ല കേട്ടോ. ഞാൻ യൂട്യൂബില്ലാത്ത കാലത്ത് തുടങ്ങിയ പാട്ട് പ്രചരണമാണ്. കോളേജിലും സ്കൂളിലും ഉദ്ഘാടകനായിട്ട് പോയതിന് കണക്കിൽ 7500-ൽ പരം വേദികളിൽ പോയിട്ടുള്ള ഒരാളാണ്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന സോപാന ഗായകനാണ് ഞാൻ. എന്റെ കഴുത്തിലിതാ ഈ കണ്ട കറുത്ത ചരടേ ഉള്ളൂ. ഇവിടെ എലത്താളം കൊട്ടാൻ വരുന്ന മാരാര് ഭാര്യയുടെ ചെയിനും കൊണ്ടിട്ടിട്ടാണ് വരിക. അവൻ കള്ളുപിടിച്ചു വന്ന എലത്താളം കൊട്ടി ഇവർക്ക് പ്രശ്നമില്ല. ഒരു ദളിതൻ കള്ളുപിടിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു കള്ളുപിടിച്ചിട്ട് ഒരു ചെറുതായിട്ട് ഇടയ്ക്ക് വായിക്കണോ വല്ലോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കലാകാരൻ കള്ളുപിടിക്കാനേ പാടില്ല, കലാകാരന് കല തന്നെയാവണം ലഹരി എന്ന് വാദിക്കുന്ന ഒരാളാണ്. ബാബാജി നേരത്തെ പറഞ്ഞല്ലോ, മദ്യപിക്കുന്നതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, മദ്യപാനല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, വർഗീയതയാണ് ഇവിടുത്തെ പ്രശ്നം, മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കള്ളുപിടിച്ച അവൻ മാത്രമേ നശിക്കുന്നുള്ളൂ. പക്ഷെ വംശീയ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ ഒരു സമൂഹം ഒന്നടങ്കം നശിക്കാൻ പോണ്. ഇവിടുത്തെ എത്ര ഹിന്ദു യുവാക്കൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയി ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നുണ്ട്. ഇവർ ഈ വർഗീയത ഇങ്ങനെ തുടർന്നാൽ എന്തായിരിക്കും സ്ഥിതി? അവർ തിരിച്ചിതുപോലെ കാണിക്കാൻ തുടങ്ങിയാൽ? കേരളത്തിൽ നിങ്ങൾ ഒറ്റപ്പാലം എന്ന് പറയുന്ന നഗരത്തിലും ചെന്ന് നോക്കൂ. അവിടുത്തെ ടൗണിലെ കടകൾ 90% ഇസ്ലാം മത വിശ്വാസികളുടേതാണ്. അവിടെ ജോലി ചെയ്യുന്നത് മുഴുവൻ ചന്ദനക്കുറി തൊട്ട ഹിന്ദു പെൺകുട്ടികളും മുസ്ലിം ഹിന്ദു ആൺകുട്ടികളുമാണ്. അത് പറഞ്ഞപ്പോ ഒരു പൊട്ടൻ എന്നോട് പറയാണ്, അത് അവർക്ക് ഹിന്ദുക്കളുടെ കച്ചവടം കിട്ടാനാണെന്ന്. ഹിന്ദുക്കളുടെ കച്ചവടം കിട്ടാനല്ല, അത്ര തുച്ഛമായ പൈസക്ക് ജോലിയെങ്കിൽ അതെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഗതി കെട്ടിട്ട് അവര് ഒരു 10 ഉറുപ്പിക്ക് വേണ്ടി പോണതാണ്. ഹിന്ദുക്കൾ ആരും കട തുടങ്ങിയിട്ട് അവർക്ക് അവസരം കൊടുത്തിട്ടില്ല, സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അവസരം കൊടുത്തിട്ടില്ല. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് മുഴുവൻ ദേവസ്വം ജീവനക്കാരിലും 70%-ലധികം നായന്മാര് മാത്രമാണുള്ളത്. ചിദാനന്ദപുരി സ്വാമിജി ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ എത്രയോ വർഷമായിട്ട് പറയാം, നിങ്ങൾ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ പൈസ കൊണ്ടിടല്ലേ, എന്നിട്ടത് കട്ടുകൊണ്ടുപോയി തൊട്ട് കരയല്ലേ, മനുഷ്യന് കൊടുക്കൂ, മാനവ സേവ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. ഈ ഭണ്ഡാരത്തിൽ പൈസ ഇടലെന്ന് ചിദാനന്ദപുരി സ്വാമിജി പറഞ്ഞ വീഡിയോ ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ പ്രചരിപ്പിക്കരുത് അധികം, കാരണം നമ്മുടെ കുറെ ആൾക്കാർക്ക് ശമ്പളം കിട്ടണം മുടങ്ങുന്ന ഒരു നായര് ചക്കൻ. ഇത്ര സ്വാർത്ഥരാണ് അവർ. കാരണം എന്താ, 70%-ലധികം ആളുകൾ നായന്മാരാണ് ദേവസ്വം ബോർഡിൽ കയറി കൂടിയിട്ടുള്ളത്, NSS എന്ന് പറയുന്ന സ്ഥാപനം വഴിക്ക്. അല്ലാണ്ട് അവിടെ ബാബാജി പറഞ്ഞതുപോലെ ദളിതനായിട്ടുള്ള ആളുകളെ ചെണ്ടക്കാരനായിട്ടോ അല്ലെങ്കിൽ വേറൊന്നായിട്ടോ ദേവസ്വം നിയമം ഉള്ളതുകൊണ്ട് മാത്രം തെക്ക് ഭാഗത്തേക്ക് കുറച്ചെങ്കിലും ഉണ്ട്. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ദളിതനായിട്ടുള്ള ഒരാള് സമൂഹത്തിൽ നിന്നുള്ള ഒരു വാദ്യക്കാരനെയോ പൂജാരിയെയോ തിരുമാന്തോളം ക്ഷേത്രത്തിൽ ഇവരൊന്ന് അപ്പോയിന്റ് ചെയ്ത് കാണിക്കട്ടെ. ചങ്കൂറ്റുണ്ടെങ്കിൽ തളി ക്ഷേത്രത്തിൽ അപ്പോയിന്റ് ചെയ്ത് കാണിക്കട്ടെ. അത് സംഘത്തിന് നിയന്ത്രണമുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ക്ഷേത്രമാണല്ലോ. ചങ്കൂറ്റം കൊണ്ട് വെല്ലുവിളിക്കുന്നു ഞാൻ. ഹരിപാലോടൻ ഞാൻ വെല്ലുവിളിക്കുന്നില്ല, കാരണം അദ്ദേഹം ആ ഒരു വളരെ സ്വന്തമായിട്ടുണ്ടാക്കിയ ചെറിയൊരു സംഘടനയിലെ ആളാണ്. അയാൾക്ക് അത്ര സ്വാധീനമുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, എങ്ങനെയാണ് അത് ഉണ്ടായതെന്നുള്ള ചരിത്രമൊക്കെ എനിക്കറിയാം. അതിലേക്ക് അദ്ദേഹമല്ല, ഇവിടുത്തെ സംഘപരിവാർ മുഖ്യ പ്രവർത്തകര് ഒന്ന് അപ്പോയിന്റ് ചെയ്ത് കാണിക്കട്ടെ. ഒരു ദിവസം ഹിന്ദു എന്നിട്ട് വോട്ട് മേടിക്കാൻ വരുന്ന ഉന്നതികളില് ജീവിക്കുന്ന അനവധി ചെണ്ടക്കാരും എന്താ പറയാ ക്ഷേത്ര സമ്പ്രദായം അനുസരിച്ച് കൊട്ടാൻ അറിയുന്ന ആളുകള്, അങ്ങാടിപ്പുറം മീൻകുളത്തിക്കാവിലെ ആശാരിക്കാവിലെ എന്താ പറയാ ഒരു കുട്ടിയുടെ കൊട്ട് ഞാൻ കേട്ടു കഴിഞ്ഞ മാസം. ഞാൻ അവന്റെ വീഡിയോ എടുത്ത് പരമാവധി പ്രചരിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇയാളെ നിങ്ങൾ വെറുതെ വിടരുത്, അത് അത്രയും കഴിവുള്ള ഒരാളാണ്. ആരാണ് ഈ കുട്ടണ കുട്ടി എന്ന് അന്വേഷിച്ചപ്പോ സദനം വാസുദേവന്റെ അച്ഛൻ ചെനങ്കര ഗോപാലൻ നായരുടെ കൂടെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സദനം വാസുദേവനും തങ്കു ആശാരിയും ഒരുമിച്ചാണ് കൊട്ടുപഠിച്ചിരുന്നത്. ചെനങ്കര ഗോപാലൻ നായർക്ക് ജാതി മതം ഉണ്ടായില്ല, അന്ന് പട്ടിണിയായിരുന്നു. അപ്പൊ ഉള്ള നേരത്ത് ആര് വന്നാലും ഇത് പഠിപ്പിച്ചെടുക്കായിരുന്നു. അയാൾക്ക് NSSന്റെ സഹായം കിട്ടിയിട്ടില്ല. അങ്ങനെ ചെനങ്കര ഗോപാലൻ നായരുടെ ശിഷ്യനായിട്ടുള്ള തങ്കു ആശാരിയുടെ മകൻ വാസുദേവൻ എന്ന ആശാരിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുടെ മകനായിരുന്നു ഈ ചെണ്ട കൊട്ടുന്ന ആള്. അയാളെ അങ്ങാടിപ്പുറത്ത് ഒരാൾക്കും അറിയില്ല, അയാളെ തിരുമാന്താവുന്നൊരു മേളത്തിന് വിളിക്കില്ല. എന്നിട്ടാണ് ഇവനൊക്കെ പറയണത് ഹിന്ദു സനാതന ധർമ്മം പ്രചരിപ്പിക്കാൻ ഞാൻ പണിയെടുക്കണമെന്ന്, ഞാൻ തിരിച്ചു വരണമെന്ന്. എനിക്ക് സൗകര്യമില്ല, എനിക്ക് സൗകര്യമില്ല. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിശ്വസിക്കുന്നു. അവര് എന്നോട് മതം മാറാൻ പറയില്ല. ഞാൻ മറ്റുള്ളവരെ തിരുത്തി നന്നാക്കാൻ, ഈ നേരത്തെ പറഞ്ഞാൽ ഈ പൊട്ടന്മാരെ നന്നാക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന സംഗതികളിലേക്ക് ശ്രദ്ധിക്കുന്നു. എനിക്ക് 50 വയസ്സായി, ഇനിയും ഇവരെ നന്നാക്കാൻ ശ്രമിക്കണം എന്നാണ് ഹരിപാലോട് പറഞ്ഞത്. എനിക്ക് സൗകര്യമില്ല, ഇവരില്ലാത്തവരെ നന്നാക്കാൻ പറ്റില്ല. ശരി ബാബാജി, എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ 1-2 കാര്യം കൂടി വിട്ടുപോയതാണ്, അതൊന്ന് ചേർക്കാൻ. വെച്ചാൽ ഇതൊക്കെ പറയുമ്പോഴും തന്നെ
ഹിന്ദു സമൂഹത്തെ നന്നാക്കുക എന്നുള്ളതല്ല. അറിയാലോ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരും ഒരു മാനവീയതയിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് കരുതുന്ന ആളാണ്. മനുഷ്യന്റെ ഒപ്പം നിൽക്കും. ഓക്കെ, അദ്ദേഹം എന്താ വെച്ചാൽ ഈ പറഞ്ഞ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന വിഷയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതിന് പ്രധാന കാരണം അദ്ദേഹത്തിനുണ്ടായ ഈ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ജാതീയ സമൂഹത്തിനുണ്ടായിട്ടുള്ള അദ്ദേഹം തന്നെ ഈ പറയുമ്പോ സവർണ സമൂഹത്തിൽ നായരാണെങ്കിൽ പോലും അമ്മ നായരും പൊതുവാണ്. അപ്പോൾ അദ്ദേഹം സവർണനാണ്. ഒറ്റ കാര്യം, അത് മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്കും പ്രവൃത്തി ഒന്നായതുകൊണ്ടാണ്. ഞാനത് കുറച്ചിട്ടില്ല, അതൊന്നും ഞാൻ ഒരിക്കലും താഴ്ത്തിയിട്ടില്ല. അങ്ങനെയല്ല, ഹരിപാലോഡ്ജി ആണ് തന്നെ അങ്ങ് പറഞ്ഞ ചില ഒരു ആക്ഷേപവാക്കോടെ ഒന്നും എനിക്ക് യോജിക്കാനാവില്ല. കാരണം നിങ്ങൾക്കൊക്കെ ഉള്ള ആശയങ്ങൾ, പക്ഷെ ഈ പറയുന്ന വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങും പറയുന്നുണ്ട്. അതൊക്കെ വലിയ വിഷമമാണ്. കാരണം വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അത്രയൊന്നും ഇത് വേണ്ട, നമുക്കതൊന്നും ആർക്കും വേണ്ട. അപ്പൊ എന്താ വെച്ചാല് ഇവിടെ എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ നാട് വിട്ടു പോകണ്ട. നേരത്തെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഷൊർണൂരിക്ക് പോകേണ്ടി വന്നാണ്. ഒന്നെൻ്റെ ആൾക്കൊരു ഉദാഹരണം പറഞ്ഞു. ഇത് പറഞ്ഞ പോലെ ഞാൻ ഏലംകുളത്ത് ജനിച്ച ആളാണ്. ഈ പറയുന്ന ഹിന്ദുക്കളോ ഹിന്ദുത്വരോ RSSകാരോ നന്നു വെച്ചാൽ ഞാൻ ഏലംകുളത്ത് പോകണം. ഇപ്പൊ ഞാൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഏലംകുളം മാട്ടായിക്കൊന്ന് പൂരം കാണാൻ പോയത്. എന്നെ ഒരു കാലത്ത് ഏലംകുളത്ത് കമ്മ്യൂണിസ്റ്റുകളും RSSകാരും ഒരുപോലെയാണ് ഉപദ്രവിച്ചത്. ഒരു സംശയമില്ല, രണ്ടും ഒരുപോലെ ഉപദ്രവിച്ചു. മുസ്ലിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, അങ്ങേക്കും എല്ലാവർക്കും അറിയാം. തുറന്നു മക്കളാണ്. ഒരു മുസ്ലിം ഇതുവരെ തങ്ങളോടെ മേത്തൊരു പോഴിമണ്ണ് മാറിയിട്ട് ഒരു പാടെന്റെ മേത്തുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളുടെ സംഭാവനയാണ്. RSSകാരുടെ ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പൊ മറിച്ച് ഇപ്പൊ ഞാൻ 10 വർഷത്തിന് ശേഷം ഞാൻ ഏലംകുളത്തേക്ക് ചെല്ലാണ്. ഏലംകുളത്ത് ചെന്ന് ഞാൻ മാറി മാട്ടായിക്കുമ്പിൽ ഓരോ വേലകളും മാറി ഞാൻ വീഡിയോ ഇട്ടിരുന്നു. മാറി പോയി കളിച്ചപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളുമായിട്ടുള്ള എല്ലാ ആളുകളും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ വാരിപ്പൊത്തി മുത്തിയപ്പോൾ എന്റെ അടുത്ത് കണ്ടിട്ട് പോലും അടുത്ത് വരാതിരുന്ന ഒരേ ഒരു വിഭാഗമാണ് RSSകാരും BJPക്കാരും. ഒരു RSSകാരനും ഒരു BJPക്കാരൻ പോലും എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. എന്താണ് അസ്പൃശ്യതയ്ക്ക് കാരണം? ഞാൻ എന്താണ് ഹിന്ദുക്കൾക്ക് വിരുദ്ധമായി സംസാരിച്ചത്? എന്താ പ്രവർത്തിക്കുന്നത്? ജാതീയ വ്യവസ്ഥയ്ക്കെതിരാണ് ഞാൻ സംസാരിക്കുന്നത്. പുലയന് പറയനോടുള്ള വ്യവസ്ഥയും ആക്ഷേപിക്കുന്ന എതിർക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അകത്തുനിന്ന് മാറ്റം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മാറ്റം ഉണ്ടാകുന്നതൊന്നും എവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ പോലെ ഈ RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ജാതിയില്ല. RSSൽ ജാതിയില്ല അറിയും, കമ്മ്യൂണിസ്റ്റിനും ജാതിയില്ല, എവിടെയും ജാതിയില്ല. പ്രസ്ഥാനത്തിലല്ല ജാതി, ആളുകൾക്കാണ് ജാതി. അവരാണിത് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് നമ്മളൊക്കെ പറയുന്നത്. അത് പ്രകടിതമാണ്. അത് മാറ്റാത്തത്തോളം കാലം അതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അടുത്തത്, ഇവർ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കുന്നുണ്ട് RSSകാർ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, ഹിന്ദുത്വം പറയുന്ന ആളുകളൊക്കെ. ഞാൻ കല്ലടിക്കോടാണ് ഇപ്പൊ എന്റെ ആസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. കല്ലടിക്കോടിന്റെ കീഴിൽ RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആളുകളോ നേതൃത്വം കൊടുക്കുന്ന ഒത്തിരി പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്നുകിൽ അയ്യപ്പ ക്ഷേത്രങ്ങളോ ശാസ്താ ക്ഷേത്രങ്ങളോ അതുമല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രങ്ങളോ ആണ്. കല്ലടിക്കോടിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കരിനീലി ചാത്തൻ കൾച്ചർ ആണെന്ന് എല്ലാവർക്കും അറിയാം. മന്ത്രസിദ്ധിത്വ കേരള എന്ന് പറയുന്നതിന്റെ പരിപൂർണ അവകാശപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു കേന്ദ്രമാണ് കല്ലടിക്കോട്. അപ്പോൾ ഹിന്ദുത്വം പറയുന്ന ആളുകൾ പോലും കിരാതമൂർത്തിയെയും അയ്യപ്പനെയും ശാസ്താവിനെയും ദുർഗയെയും ആരാധിക്കുന്നു എന്നല്ലാതെ ഈ പറയുന്ന ഏകദേവ്യനൊക്കെ ഞങ്ങളുടെ സ്വന്തമാണ്, അരിയ സ്ത്രീയെ ഞങ്ങൾ അതാക്കുന്നു ഇതാക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതുവരെയും വിശാല ഹിന്ദുത്വത്തിലേക്ക് കടക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് പൂണോലിട്ട ദൈവങ്ങളും പൂണോലിട്ട പുലയനെയും, നമ്പൂരി എന്നുള്ള പൂണോലിട്ട പുണ്യാഹം ചെയ്ത പുലയനെയും മാത്രമേ അവർക്ക് പ്രിയമായിട്ടുള്ളൂ. ഇതും അവരുടെ പരാജയത്തിനും ഈ തിരിച്ചറിവൊക്കെ ഞാൻ പോലും ഈ വിമർശിക്കാനുള്ള കാരണം, ഞാൻ ഒരിക്കലും ആക്ഷേപിക്കുകയല്ല, വിമർശിക്കുകയാണ്. വിമർശിക്കുന്നതിന് വേണ്ട മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. മാറ്റം ഉണ്ടാകില്ല. ഞങ്ങളെയൊക്കെ ആക്ഷേപിച്ചവർ ഇപ്പോഴും സംഘടനയിലുണ്ട്, ഞങ്ങളുടെ ആചാരങ്ങളെ. അപ്പൊ ആ ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് അദ്ദേഹം പറഞ്ഞു ചിദാനന്ദപുര സ്വാമി ക്ഷേത്രത്തിലേക്ക് ഭണ്ഡാരത്തിൽ പൈസ ഇടരുത്. ചിദാനന്ദപുര സ്വാമി മാത്രമല്ല, ഹിന്ദുത്വരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് പിരിച്ചു വിടുന്നത്. ഞാൻ എപ്പോഴും ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ പാടില്ല. കാരണം ക്ഷേത്ര സംരക്ഷണ സമിതിയിലോ വിശ്വഹിന്ദു പക്ഷത്തിന്റെ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല. വിശ്വഹിന്ദു പക്ഷത്തിന്റെ പാവക്കുളത്തെ ക്ഷേത്രത്തിൽ പോലും ഞങ്ങൾക്ക് മേൽശാന്തി ആവാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾക്ക് തൊഴാനും പൂജിക്കാനും തുമ്മനഞ്ചിയൊക്കെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്താണ്? കുഞ്ഞോൽ മാഷയും കൂട്ടിയിട്ട് ഒരു കല്ല് കൊണ്ടിട്ട് ഒരു നാരായണ പ്രതിഷ്ഠ നടത്തിയിരിക്കുക. നാരായണ പ്രതിഷ്ഠ നാരായണ ഗുരുവിന്റെ പോലെ ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കുക. ഒരാൾച്ചോട്ടിലെ എന്തൊരു ഔദാര്യം അറിയോ, ഒരു നാണമാനം എളുപ്പമുണ്ട്. ഇതൊക്കെ അകത്ത് കയറ്റി അഭിഷേകം ചെയ്യിപ്പിക്കുന്നതാണ് നോർത്ത് ഇന്ത്യൻ ശൈലി. അതാണ് ഇവർ പറയുന്നത്, നോർത്ത് ഇന്ത്യൻ ശൈലിയിൽ പൂജിക്കണം, അകത്ത് നമ്പൂരി കയറിയാൽ മതി എന്ന്. എന്താ ഇവിടെ ഹിന്ദുത്വം? ഈ പുറത്ത് നമ്പൂരി കയറുന്ന കക്കൂസിൽ പോലും കയറണ്ട, നിനക്ക് കക്കൂസ് പറമ്പിൽ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ അവിടെ തന്നെ അത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ RSSനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രസ്ഥാനത്തിന് വിശാലതയുണ്ടെങ്കിൽ ആ വിശാലത പ്രകടിതമായിരിക്കണം. അത് മുസ്ലിം ലീഗിനുണ്ടോന്നല്ല എന്റെ വിഷയം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എന്നെപ്പോൾ ആളുകൾക്ക് പോലും ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറയും, ഞാൻ ഈ രാജ്യത്ത് ഈ അടിസ്ഥാന വിഭാഗത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ആചാര്യനാണ്, അത് രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് ഇവരെ പോലെ തന്നെ ഇവരെക്കാൾ അവകാശം എനിക്കുണ്ട്. അല്ലെങ്കിൽ KPMS നേതാവിനോളം അല്ലെങ്കിൽ അതിന്റെ അപ്പുറം എനിക്ക് അവകാശം ഒരു ബോധ്യം എനിക്കുണ്ട്. അത് ആലപ്പുഴ പോയപ്പോൾ ഞാൻ കണ്ടാണ്, ആയിരങ്ങളാണ് എന്നെ മാറോട് ചേർത്ത്. അപ്പൊ ഞാൻ കേവലം ഒരു വ്യക്തിയല്ല എന്നുള്ള ബോധ്യം എനിക്കും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിദാനന്ദപുര സ്വാമി ഭണ്ഡാര നിക്ഷേപം നടത്തണ്ടായിരുന്നല്ലേ, അത് എന്നോട്ടാ പറയാൻ തുടങ്ങിയത്? ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ തുടങ്ങിയ എന്നോട്ടാ 2016 ശേഷമാണ്.
ശക്തമായി പറയുന്നത് എന്താണ്? 2016 ശേഷം ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ ക്ഷേത്ര ജീവനക്കാരായിട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോഴും ഭൂരിപക്ഷം നേരത്തെ പറഞ്ഞ സമുദായങ്ങളാണ്. അവരൊന്നും പേരെടുത്ത് പറയാൻ എനിക്ക് വിഷമമാകൊണ്ട് എന്റെ സമുദായം എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് വിവരാവകാശം ആർക്കും അന്വേഷിക്കാം. അപ്പൊ ഇത്തരം ആളുകൾ കയറാൻ തുടങ്ങിയപ്പോ എന്തായി? ഇനി ദേവസ്വം ബോർഡ് പിരിച്ചു വിടണം. അത്രയും കാലം പ്രശ്നമില്ല, ദേവസ്വം ഭരണത്തിൽ പൈസ അടയരുത്. ഇനി ഇത് പറഞ്ഞ ബഹുമാനി ചിദാനന്ദപുരി, ഞാൻ സന്യാസിമാരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ചിദാനന്ദപുരി സ്വാമി. എന്നിരുന്നാൽ പോലും എനിക്ക് അച്ഛനോട് പോലും അഭിപ്രായം പറയുന്നത് ഞാൻ പറയുക തന്നെ ചെയ്യും. ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമം ഇരിക്കുന്നിടത്ത് ഈ പറഞ്ഞ ഗുളികനും മുണ്ടിനൊക്കെ ഉണ്ടായിരുന്നതാണെന്ന് അവിടുത്തെ തൊട്ടടുത്തുള്ള എന്റെ ഒരു ശിഷ്യൻ പറഞ്ഞാണ് പട്ടികജാതിക്കാരൻ. എവിടെയാത്? കിരാതമൂർത്തിയാണ് ഇരിക്കുന്നത്. കേരളത്തിൽ കിരാതമൂർത്തിയാണോ ഉണ്ടാവുക? അവിടെ ഉണ്ടാകുകയാണെങ്കിൽ കരിങ്കുട്ടിയല്ലേ ഉണ്ടാവുക, കരിയാത്രല്ലേ ഉണ്ടാവുക. പക്ഷെ ചിദാനന്ദപുരി കിരാതന പൂജിക്കുന്നതിന് നമ്പൂരിയാ. ചിദാനന്ദപുരി സ്വാമിയുടെ ആദർശവും ദർശനം എവിടെ കിടക്കുന്നു? വിപ്ലവം ഉണ്ടാവേണ്ട അവനവന്റെ കിട്ടുന്ന. ഞാനിത് പറയുമ്പോൾ ഞാൻ നമ്പൂരിയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചിട്ട് തന്നെയാ പറയുന്നേ. നമ്പൂരി ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല, നായനെയും മാറ്റിയെടുത്തിട്ടില്ല, മുസ്ലിമിന്റെ പ്രാർത്ഥനയും കേൾക്കുന്നവനാ ഞാൻ. ചിദാനന്ദപുരി സ്വാമി അപ്പൊ അത് സ്വന്തം ആശ്രമത്തിൽ പോലും സ്വാമിജി നമ്പൂതിരി തന്ത്രിയെ വെച്ചിരിക്കുന്നേ. അവിടുത്തെ സർപ്പക്കാവിൽ ഇപ്പോഴും പട്ടികജാതിക്കാരനെ കയറാൻ കഴിയില്ല. സ്വാമിജി എന്നെ പറഞ്ഞു കേട്ടോ, സ്വാമിജി എന്നെ കാണിച്ചത്. ഞാൻ അതാണ് അദ്ദേഹത്തിന് ആദരവുണ്ടെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അദ്ദേഹത്തിന് ആ സ്ഥലം വിട്ടുകൊടുത്ത ആൾ പറഞ്ഞു. പക്ഷെ അപ്പൊ അദ്ദേഹം പറയുന്നതാ, ഇതെനിക്ക് വേണ്ട, അതാണ് ആദർശം, ഇതെനിക്ക് വേണ്ടടോ, ഞാൻ റോഡ് സൈഡിൽ കിടന്നുണ്ട്, അത് പറയുന്നതാണ് ആദർശം. അല്ലാണ്ട് ഈ പറഞ്ഞ അസ്പൃശ്യത ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സംഭവം വാങ്ങി വെച്ചിട്ട് ഈ പറയുന്ന ക്ഷേത്രത്തിലെ ഭണ്ണാരത്തിൽ പൈസ ഇടണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കാരണം ഇതൊക്കെ. അപ്പൊ ഇവിടെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ ആദർശങ്ങളൊക്കെ പറയാനേ കൊള്ളു. ഇപ്പൊ ആനന്ദവന സ്വാമിയാണ് അങ്ങനെ തന്നെയാ. ആനന്ദവന സ്വാമി നിരന്തരം കമ്മ്യൂണിസ്റ്റിനെ വിമർശിക്കുന്നു, അതാണ് അദ്ദേഹത്തിന്റെ മികച്ച യോഗ്യത. അല്ലാണ്ട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് പൂർണ്ണമാക്കണം. ഒരു സന്യാസി കമ്മ്യൂണിസ്റ്റിനെ വിമർശിക്കുന്നു എങ്കിൽ എങ്ങനെ സന്യാസിയാവും? കമ്മ്യൂണിസ്റ്റിനെ വിമർശിക്കുന്നവർ RSSനെ വിമർശിക്കണം, അതില്ല. അപ്പൊ പക്ഷം ചേരുന്നവൻ എങ്ങനെ സന്യാസിയാവാൻ പറ്റും? ഞാനിപ്പോഴും പക്ഷം ചേട്ടല്ല സംസാരിക്കുന്നത്. എനിക്ക് സന്യാസി എന്ന പട്ടം വേണമെന്ന് നിർബന്ധവുമില്ല. കാരണം ഇവരുടെ സന്യാസി എന്ന് പറഞ്ഞാൽ തുണിയെടുക്കാത്ത സന്യാസിമാരാണ്. തുണിയെടുത്ത വലിയ പാപമായിട്ടല്ലേ ഇവര് കരുതുന്നത്. ഞാൻ തുണി എടുക്കാതിരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. എന്റെ സ്വകാര്യ സമയത്തൊക്കെ ഞാൻ എന്റെ പ്രാർത്ഥനാ വേളയിലൊക്കെ എനിക്ക് തുണിയുണ്ടോ ഇല്ലേക്ക് എന്നോട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. പക്ഷെ മറിച്ച് ഇവരുടേതായ കാഴ്ചപ്പാട് ഒരു ബ്രാഹ്മണിക്കൽ കാഴ്ചപ്പാടാണെന്ന് മാറ്റമില്ല. കാരണം ഇവർ പഠിച്ചു വെച്ചാൽ ഉത്തരേന്ത്യയിൽ നിന്ന് പെറ്റുണ്ടാക്കിയ സാധനമാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. അതേ പറഞ്ഞ ഏത് ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നാണ് ആ പ്രസ്ഥാനം ഉണ്ടായത് അവർ ചിന്തിക്കുക. പിന്നെ ജാതി വർണ്ണം വർഗം ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് മോഹൻ ഭഗവതി ശിഖയും പൂണൂലും വെക്കുന്നു. എവിടെയാണിത് യോജിച്ചു പോകുന്നത്? എവിടെയാണിത് യോജിപ്പുള്ളത്? എല്ലാവർക്കും പൂണലുണ്ടോ വെച്ചാൽ ഇവിടെ എല്ലാവരും സുന്നത്ത് നടത്തിയോ? മുസ്ലിം ലീഗിൽ UC രാമൻ സുന്നത്ത് നടത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ പ്രശ്നം. ഞാനിത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാം. എവിടെയാണ് നമ്മളുടെ പ്രശ്നം? നമുക്കിപ്പോഴും ഹിന്ദുവിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഹിന്ദുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം ജാതീയ അസ്പൃശ്യതകളാണ്. ജാതി എന്ന് പറഞ്ഞ സമുദായങ്ങളല്ല, സാമുദായിക അന്തരങ്ങളാണ്. സാമുദായ സമവായത്തിലേക്ക് എത്താൻ ഹിന്ദു ഐക്യവേദിക്ക് പോലും ആയിട്ടില്ല. കാരണം അവരെന്നെ ഐഡിയോളജിക്കലി വേറൊരു സംഭവമാണ് കൊണ്ടു നടക്കുന്നത്. RSS ഇങ്ങനെ സാംസ്കാരിക പ്രസ്ഥാനമാണെങ്കിൽ അതിന് ശേഷം ഒരുപാട് മത സംഘടനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കും സാധ്യമായിട്ടില്ല. എന്തുകൊണ്ട് അവർ വിമർശിക്കപ്പെടുന്നു? എന്നെപ്പോലുള്ള ആളുകൾ എന്ന് വെച്ചാൽ അവർ ഹിന്ദുവിന്റെ മതത്തിന്റെ സമുദായത്തിന്റെ ഭാഗമാണെന്നും സമുദായങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ബ്രാഹ്മണിസം നിലനിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാകത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഒരിക്കലും തന്നെ പണ്ട് ചാകിക്ക് പോകുമ്പോൾ ഞാൻ കേട്ടൊരു കഥയാണ്, ചാക്ക് പിടിച്ച് തവള ഇട്ട് കഴിഞ്ഞാൽ തവള ചാടിപ്പോകുന്നത്. ഈ RSS എത്ര കാലം പ്രവർത്തിച്ചാലും രാഷ്ട്രീയപരമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്നല്ലാണ്ട് ഈ ഒരു ആശയത്തിൽ മാറ്റം വരുത്തത്തോളം കാലം ഹിന്ദുക്കൾ ഒരു യൂണിറ്റി ആയിട്ട് മാറാൻ കഴിയില്ല. മറിച്ച് മുസ്ലിങ്ങൾക്ക് യൂണിറ്റി ഇന്ത്യയിലെങ്കിലും ഉണ്ടാവും. കാരണം അവർ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അവരത് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനോ മുസ്ലിങ്ങളോട് പറയാനോ ശ്രമിക്കും. അവരെ പോലെ മദ്രസ നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രസവിക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? പന്നി പറന്ന പോലെ പോകും. അതിന്റെ ചിദാനന്ദ സ്വാമി എന്താ പറഞ്ഞത്? പെണ്ണുങ്ങളെ നിങ്ങൾ പന്നികളാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ആത്യന്തിക പ്രശ്നം നമുക്ക് പറ്റാത്തതിനെ മറ്റവനെ ആക്ഷേപിക്കുക. നമുക്ക് പറ്റണം. അതുകൊണ്ട് ഞാൻ അന്നും പറഞ്ഞ സന്യാസിമാരെന്തിനായി പെണ്ണെട്ടാണ്ട് സന്യാസിയാവണേ? അത് ശങ്കരാചാര്യ ഉണ്ടാക്കിയതല്ലേ? അത് ഫ്രോഡ് സന്യാസമല്ലേ? ഇത് പറഞ്ഞ ശങ്കരാചാര്യ കുറ്റം പറ. ശങ്കരാചാര്യ എന്റെ അച്ഛനല്ല, എന്റെ അച്ഛൻ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. മറന്നു പോവാതിരിക്കാൻ ഒറ്റ കാര്യം ബാബാജി ശങ്കരാചാര്യയുടെ അദ്വൈത ദർശനത്തിലാണ് നമ്മൾ ആദരിക്കണ്ടേ. അത് ശങ്കരാചാര്യ പറഞ്ഞു വെച്ചതാണ്. മറിച്ച് ശങ്കരാചാര്യ ടോട്ടൽ ഹിന്ദു അത് ബാബാജി മറന്നു പോവാതിരിക്കാൻ ഒറ്റ കാര്യം പറയട്ടെ. ഒറ്റ കാര്യം ഞാൻ ഇടപെട്ട് ക്ഷമിക്കണം, ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ്. അതായത് 3 ലക്ഷത്തിൽ പരം ഹിന്ദു യുവാക്കൾ ജാതി, ജാതകം, ജോലി, ജില്ല എന്നീ കാരണങ്ങൾ പറഞ്ഞ് പെണ്ണ് തന്നെ കെട്ടിയിട്ടില്ല. അതിന് മുസ്ലിങ്ങളാണ് ഉത്തരവാദി. ഇനി പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദർശപരമായി ആശയപരമായിട്ട് നമ്മൾ ഹിന്ദുവിനെ ചേർത്ത് പിടിക്കാനുള്ള, ഞാൻ അതിന് വേണ്ടതൊക്കെ പറഞ്ഞു. ശങ്കരാചാര്യനെ ആക്ഷേപിക്കാൻ വേണ്ടൊന്നുമില്ല. ഇതൊക്കെ ചേർത്ത് ഇപ്പോൾ നാരായണ ഗുരുവിനും ശങ്കരാചാര്യനും ഒരുമിച്ചിരുത്താൻ ഇവർക്കൊന്നും സാധ്യമായിട്ടില്ല.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. ഞാൻ അദ്ദേഹത്തോടും ഹരിഗോവിന്ദൻജി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതെങ്ങനെ ആക്കല്ലേ, പാലോട്ടിയോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹിന്ദു ജാതി പറയരുതെന്നാൽ ഹിന്ദു ഇല്ലാത്ത മതത്തെ നിങ്ങൾ പറയുന്നേ. ഹിന്ദു ഒരു ദേശീയ നാമമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരുപാട് സമുദായങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു പാർട്ടിക്ക് പോയി എന്ന് കരുതുക, ഞാൻ എന്റെ മതത്തിൽ നിന്നാ പോണേ, നിങ്ങൾ എന്തിനാ അവലാതിപ്പെടുന്നേ? അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ മതത്തിൽ നിന്നാണ്. ഹിന്ദുവിന്റെ ഒരു മതമില്ല. മതം ഉണ്ടെങ്കിൽ ആ മതത്തിന് ആചാര്യൻ വേണം, അതിന് നിയമങ്ങൾ വേണം, ധർമ്മഗ്രന്ഥം വേണം. അദ്ദേഹം ഗായത്രി ജപിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ബ്രാഹ്മണിസത്തിന്റെ ഭാഗമാണ്, അതെനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നായർക്കുള്ളത് ഗായത്രി അല്ല, പൊതുവാളിനുള്ളതും ഗായത്രി ആവാൻ സാധ്യതയില്ല. അവർക്ക് കുലദേവതയാണ്. അപ്പൊ അദ്ദേഹം ബ്രാഹ്മണിസത്തിന്റെ ഗായത്രി, ഞാൻ എല്ലാവരോടും ഇങ്ങനത്തെ സംസാരിക്കുക, അദ്ദേഹം ഗായത്രി ജപിക്കുമ്പോൾ ബ്രാഹ്മണിസമാണ് ഫോളോ ചെയ്തത്. കാരണം ഗായത്രി മന്ത്ര, ആ ഒരു ഗായത്രി വേദമാതാവാണ്. വേദത്തിന് നായർക്കും പൊതുവാളിനും വേദത്തിന് അധികാരം ഉണ്ടായിട്ട് എനിക്കറിയില്ല. അപ്പൊ പിന്നെ വേദാധികാരം ഇല്ലാണ്ട് ഗായത്രി ജപിക്കുന്നതിനാ? അങ്ങനെ ആ കാളി മാതാവിനെ ജപിച്ചാൽ മതി, അത് എല്ലാവർക്കും സ്വീകാര്യമാണ്. അപ്പൊ ഇവിടെയാണ് ഓരോരോ ദർശനങ്ങളും ആശയങ്ങളും ആചാരങ്ങളും വിവിധ മതങ്ങളാണ് ഹിന്ദുയിസം. അതാണ് ഹിന്ദു റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. അതിനെ ആ വിധം ഉൾക്കൊള്ളാൻ കഴിയാത്ത RSSന് മാത്രം. അവരെന്താണ് മതം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. മതം പൊളിറ്റിക്കലി ഒരു ആശയമാണ്. ആ ആശയം മുസ്ലിമിനെ കണ്ടുകൊണ്ടുണ്ടാക്കിയതാണ്. അതിന് പകരം എല്ലാവരും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കാനായ മാറ്റം അത് ഉണ്ടാവില്ല. കാരണം ഐഡിയോളജിക്കലി അപ്പോൾ ഇന്നലെയിൽ RSS ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകൾ ഉണ്ടായിക്കോട്ടെ. പക്ഷെ മറിച്ച് നേരത്തെ രണ്ടു കൂട്ടരും പറഞ്ഞ ആ വാക്കുകൾ ഉണ്ടാവരുത്. ഞാൻ വീണ്ടും അവസാനമായിട്ട് ഒന്നുകൂടി പറയാം, ശങ്കരാചാര്യന്റെ അച്ഛനല്ല പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ശങ്കരാചാര്യ സ്വാമി എന്റെ അച്ഛനല്ല, മറിച്ച് അതിന് അദ്വൈത ദർശനത്തിന്റെ അത് ഞാൻ ഒരിക്കലും അതങ്ങ് കട്ടിയൊന്നും വേണ്ട, ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ 8 വർഷം. മറിച്ച് അങ്ങ് അറിയാൻ വേണ്ടി എന്താണ്, എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കാലിൽ എന്റെ ശിഷ്യനിരുന്നപ്പോ ഗുരുവിനെ ആക്ഷേപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആരാ? നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇന്നലത്തെ നിങ്ങൾക്ക് അറിയാത്ത ഒരു ചെങ്ങാതിയുടെ ചിത്രം വരച്ചിട്ട് അത് ശങ്കരാചാര്യ എന്ന് പറയുന്നു. അപ്പൊ എന്നേക്കാൾ കേമൻ ശങ്കരാചാര്യാണ് കാണുന്നു എങ്കിൽ നിങ്ങൾക്കറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്കല്ല. എന്നിരിക്കും ഞാൻ ഒരു തീർത്ഥം കോരിയാവട്ടെ, എന്നാൽ ആ കോരാനുള്ള എന്റെ മികവിനെ അംഗീകരിക്കുകയാണ്, അറിവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളിപ്പോഴും ശങ്കരാചാര്യ അംഗീകരിക്കുന്നു. പക്ഷെ പാടത്ത് പണിയെടുക്കുന്ന കോരനെ അവന്റെ പിതാവിനെയും അംഗീകരിക്കാൻ, അവന്റെ ഗുരുവിനെ അംഗീകരിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. നിങ്ങൾ ശങ്കരനെ അവന്റെ മുകളിൽ സ്ഥാപിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെയല്ല, തെങ്ങ് കയറ്റക്കാരനെയും കൃഷിപ്പണിക്കാരനെയും വീട് പണിക്കാരനെയും ഒക്കെ അദ്ദേഹത്തെ പോലെയല്ല, ഇടയ്ക്ക് ഓട്ടുന്നതിനെയും കൂടിയല്ല. അത്തരം ആളുകളെ നിങ്ങളുടെ മുകളിൽ, നിങ്ങൾ അധ്വാനിക്കുന്നവനെ മുകളിൽ കയറ്റി വെക്കൂ, ഇല്ലെങ്കിൽ അവനെ ആദരിക്കൂ. കേട്ടണ്ട, അതിന് ചോടം മാത്രമേ ശങ്കരനെ പ്രതിഷ്ഠിക്കേണ്ടതുള്ളൂ. ശങ്കരനൊന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അന്നമാണ്, അന്നം ബ്രഹ്മം എന്നാണ് പ്രഥമവാചകം. ആ അന്നത്തെ ആദരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥന സംഘസ്ഥാനിൽ പാടിയിട്ട് കാര്യമില്ല. അത് കഴിയാത്തടത്തോളം കാലം അത് നമ്മൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും വെറുതെയാണ്. ആധ്യാത്മികത വേണ്ടത് ഉള്ളിന്റെ ഉള്ളിലാണ്. അത് അങ്ങനെ തന്നെ നിൽക്കണം. പക്ഷെ അതല്ല ഹിന്ദുയിസം പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തിലൊക്കെ ഇപ്പോഴും എല്ലാവരും ഒരുപോലെ കാണാനായിട്ടുള്ള വാക്കിൽ മാത്രമാണ്. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇനിയും ഇത് പരിഹരിക്കപ്പെടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഭാവിയിൽ എനിക്ക് രാഷ്ട്രീയപരമായിട്ട് കാഴ്ചപ്പാടുണ്ട്. ഇന്ന് തുടങ്ങിയതല്ല, കുറെ മുമ്പേ തുടങ്ങിയതാണ്. നാളെയായിട്ട് ഇപ്പൊ തന്നെ മാറുന്നുള്ളതല്ല, വളരെ വർഷം. മറിച്ച് എന്റെ ജനതയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന സംവിധാനങ്ങൾക്ക് ഹിന്ദു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ശബ്ദമായി മാറാൻ രാഷ്ട്രീയപരമായിട്ട് ഇനി പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ പ്രവചിച്ചുകൊണ്ടോ സിദ്ധി കൊണ്ടോ എനിക്ക് ഒന്നും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയില്ല, ലോകത്ത് ചെയ്യാൻ കഴിയില്ല. പൂർണ്ണ ബോധം എനിക്കുണ്ട്. പ്രകൃതി ഓടുന്നതിന്റെ ഒപ്പം ഓടണം. ആ ഓടുമ്പോ അന്ന് അങ്ങയോട് പറഞ്ഞു, അന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞത്, ബൈജുജി ഇനിയുള്ള മാറ്റങ്ങൾ അങ്ങ് ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. കുറ്റപ്പെടുത്തിയാൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും, പക്ഷെ അങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക. എന്നിരുന്നാൽ പോലും എന്താണ് ആത്യന്തിക ലക്ഷ്യം? നിങ്ങളൊക്കെ പറയുന്ന ധർമ്മം തന്നെയാണ്. അതിൽ മാനവികതയാണ് സർവോപരി. എന്ത് മതേതരത്വ വിമർശനം പറഞ്ഞാലും ശരി, മതേതരത്വം രാജ്യത്തിന്റെ, അതെന്താ വെച്ചാൽ പാണനും പറയനും പുലയനും ഈഴവനും നായരും നമ്പൂരും ഒക്കെ വേറെ മതങ്ങളെന്ന് അറിയുകൊണ്ട് അതിലൊരു മാപ്പിളയും ക്രിസ്ത്യാനിയും ഒന്നും ഉള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. മതേതരത്വം, നാനാത്വത്തിൽ ഏകത്വം ഈ രാഷ്ട്രത്തിന്റെ വൈവിധ്യമാണ്. ഏകം സത് വിപ്ര ബഹൂതാവദന്തി, പലതായി പറയപ്പെട്ടു, പലതായി ആചരിച്ചു. അത് ഈ രാഷ്ട്രത്തിന്റെ പ്രത്യേകതയാണ്. രാഷ്ട്രത്തിൽ ആരെങ്കിലും വിധ്വംസക പ്രവർത്തനം നടത്തുന്നെങ്കിൽ ശക്തമായി എല്ലാ കാലത്തും ഏത് പ്രസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പോരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, വിമർശിക്കുക, തിരുത്തുക. പ്രിയപ്പെട്ടവരെ, വലിയ വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ഭരണഘടനയായിട്ട് തന്നെ നമ്മൾക്ക് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അവശേഷിക്കുന്നത് വലിയ 3 ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം അത് തന്നെയാണ്, എന്തുകൊണ്ട്.
മൂന്നാമത്തെ ചോദ്യവും അത് തന്നെയാണ്, എന്തുകൊണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹരിഗോവിന്ദൻജി ആയാലും അതല്ലെങ്കിൽ ബാബാജി ആയാലും ഇപ്പോ ഈ പറയുന്ന ഹരിയേട്ടൻ, ഹരി പാലോട് ആണെങ്കിലും ഇദ്ദേഹം ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആ 3 ചോദ്യങ്ങൾ മാന്യ പ്രേക്ഷകരിലേക്ക് ഇടുകയാണ്. എന്തുകൊണ്ട് ഹിന്ദുവിന് ഇന്നും രക്ഷപ്പെട്ടിട്ടില്ല, ഹിന്ദു ഇന്നും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു, ആരാണ് ഹിന്ദുക്കൾക്ക് രക്ഷകൻ എന്ന് നിരവധി ചോദ്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് ചോദിക്കുക. ആകസ്മികമായിട്ട് വന്നതാണെങ്കിൽ പോലും ഞങ്ങൾ 3 പേരും മലപ്പുറം ജില്ലക്കാർ തന്നെയാണ്. മലപ്പുറത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉറക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന 3 ചോദ്യങ്ങൾ, എന്തുകൊണ്ട് ഹരിഗോവിന്ദൻജി എന്തുകൊണ്ട് ഇതിൽ നിന്ന് പോയി ലീഗിലേക്ക് ചേർന്നു, അതല്ലെങ്കിൽ ബാബാജി എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, എന്തുകൊണ്ട് എന്ന ആ ചോദ്യത്തിന് ഉത്തരം കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊന്നും പറയാനില്ല. കാരണം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ഇതിനെല്ലാം പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തോടെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. 3 അതിഥികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഹരിഗോവിന്ദൻജിയുടെ ആ പാത വിജയകരമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാവട്ടെ. അത് വളരെ മാന്യതയോടെ, ബഹുമാന്യതയോടെ, ആദരവോടുകൂടി തന്നെ നമ്മൾ ജനിച്ചു വളർന്ന ആ പാത പിന്തുടർന്ന് ആ രീതിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും, മറ്റൊരു രീതിയിൽ പോയാൽ പോലും, ഏത് രീതിയിൽ പോലും അത് ബഹുമാന്യതയോടെ, ആദരവോടെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ബാബാജിക്കും ആശംസകൾ നേരുന്നു. നമ്മളോടൊപ്പം പങ്കെടുത്ത ഹരിയേട്ടനോടും ഹരി പാലോടിനോടും ആശംസ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.